Namaskaram, good morning, welcome to Ada 24/7 Malayalam channel. This is Rindu Sebastian and welcome to the Hindu Editorial Analysis of 15th February 2022. അപ്പോൾ ഇന്നത്തെ ഹിന്ദു എഡിറ്റോറിയൽ വന്നിരിക്കുന്ന ആർട്ടിക്കിൾസ് ആൻഡ് ഇതിലുള്ള ഇംഗ്ലീഷ് വൊക്കാബ് ഏതൊക്കെയാണ്, ഗ്രാമർ സ്ട്രക്ചേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്കിത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഡെയിലി സെഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ ആർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ വൊക്കാബിലോട്ടാണ്. അതിൽ ഫ്രേസൽ വേർബ്സ്, ഇഡിയംസ്, വൺ വേർഡ്സ് ഉണ്ടാവും. അതിനുശേഷം നമ്മൾ സിനോണിംസ്, ആന്റണിംസ്, റിലേറ്റഡ് വേർഡ്സിലോട്ട് പോകുന്നു. എന്നിട്ട് നമ്മൾ ഡീറ്റെയിൽ അനാലിസിസ് ഓഫ് ദ ആർട്ടിക്കിൾ ഓഫ് ദ ഡേ, എന്നിട്ട് സ്പോട്ട് ദ ക്വസ്റ്റ്യൻ, കഴിഞ്ഞ ദിവസത്തെ ഹോംവർക്ക് ഡിസ്കസ് ചെയ്യുന്നു, ഇന്നത്തെ ഹോംവർക്ക് തരുന്നു. സോ അങ്ങനെയാണ് നമ്മുടെ സെഷൻ പോകുന്നത്. ഇത് എല്ലാ സെഷൻസും എല്ലാ എക്സാമിനും പ്രിപ്പയർ ചെയ്യുന്നവർക്കും ഇത് ഹെൽപ്ഫുൾ ആണ്. UPSC എക്സാം ആയിക്കോട്ടെ, ബാങ്കിങ് എക്സാം ആയിക്കോട്ടെ, നിങ്ങൾ ESIC, SSC എക്സാംസ്, ഡിഗ്രി ലെവൽ ഏത് എക്സാം, HC എക്സാംസ്, ഏത് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കും ഇത് ഹെൽപ്ഫുൾ ആവും. നിങ്ങളുടെ റൈറ്റിംഗ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ റീഡിംഗ് സ്കിൽസ്, കോംപ്രിഹെൻഷൻ സ്കിൽസ്, നിങ്ങളുടെ ഗ്രാമർ സ്ട്രക്ചേഴ്സ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ വൊക്കാബ് എൻറിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്പോക്കൺ ഇംഗ്ലീഷ് സ്കിൽസ് ആൻഡ് കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാൻ നിങ്ങളുടെ സെഷൻ ഹെൽപ്ഫുൾ ആവും. അപ്പോൾ സമയം താമസിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ സ്റ്റാർട്ട് ചെയ്യാം. ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദ സെഷൻ. അപ്പോൾ നമ്മുടെ എല്ലാ ദിവസത്തെ സെഷൻ 9 to 10 ആണ്, അറിയാലോ. സാറ്റർഡേ വരെയുണ്ട്. സാറ്റർഡേ ആകുമ്പോൾ നമ്മൾ ക്വിസാണ് കണ്ടക്ട് ചെയ്യുന്നത്, വൊക്കാബ് ക്വിസാണ്. അപ്പോൾ ഇന്നൊരു വലിയ പ്രത്യേകത ഉണ്ട് കേട്ടോ. നമ്മൾ 13th ഇയർ ഓഫ് അവർ സക്സസ്, അഡ 24/7 13ാമത്തെ വർഷത്തെ സക്സസ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണം. സോ പ്രൗഡ് എ മൊമെന്റ്. അപ്പം ഇതിൻ്റെ ഒരു അനുബന്ധിച്ച് നമ്മുടെ ബർത്ത്ഡേ പാർട്ടി ഓഫ് ദി ഇയറിൻ്റെ അനുബന്ധിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മൾ ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഡബിൾ വാലിഡിറ്റി ഓഫർ ഇന്നുണ്ട്. നിങ്ങൾക്ക് മഹാപാക്കുകൾക്കും ടെസ്റ്റ് പാക്കുകൾക്കും ഡബിൾ വാലിഡിറ്റി ഓഫർ ഇന്നും ഉണ്ട്. അപ്പോൾ നമുക്ക് 17% ഡിസ്കൗണ്ടോട് കൂടി ഡബിൾ വാലിഡിറ്റി ഓഫർ അവൈലബിൾ ആണ്. അപ്പോൾ അറിയാലോ, എൻ്റെ കോഡ് Y314 Y314 എന്ന കോഡ് അടിച്ചു കൊടുത്ത് കോഴ്സ് പർച്ചേസ് ചെയ്യാം, ആപ്പിലൂടെ അല്ലെങ്കിൽ വെബ്സൈറ്റിലൂടെ. അപ്പോൾ വെബ്സൈറ്റിൽ കയറി കിട്ടണേ, എക്സാംസിൽ പോയിട്ട് ഓൾ എക്സാംസ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ സ്റ്റേറ്റ് എക്സാംസ് ക്ലിക്ക് ചെയ്യുക. അവിടെ നിന്ന് കേരള എക്സാംസിലോട്ട് വരണം കേട്ടോ, കേരള സ്റ്റേറ്റ് എക്സാംസ്. അപ്പോഴാണ് നിങ്ങൾക്ക് നമ്മുടെ കോഴ്സ് മഹാപാക്കോ ടെസ്റ്റ് സീരീസോ എല്ലാം കിട്ടുക കേട്ടോ. ഓക്കെ, സോ നമ്മുടെ പുതിയ കോഴ്സുകൾ പരിചയപ്പെടുത്താം. കേരള ഹൈക്കോർട്ട് അസിസ്റ്റന്റ് മോക്ക് ടെസ്റ്റ് ഡിസ്കഷൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്തു, ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ദിവസം 3 ക്ലാസ്സുകളാണ്. ഒരു ക്ലാസ് ഇംഗ്ലീഷിന്, ഒരു ക്ലാസ് GKക്ക്, ഒരു ക്ലാസ് മാത്സ് ആൻഡ് റീസണിങ്ങിന്. ഓരോ മണിക്കൂർ വരുന്ന 3 ക്ലാസ്സുകൾ. ഡെയിലി 10 ദിവസത്തെ ക്ലാസ്സാണ്. നമ്മൾ ടെസ്റ്റ് സീരീസിൽ, ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ടെസ്റ്റ് സീരീസിലുള്ള 10 ലൈവ് മോക്ക് ടെസ്റ്റുകളുടെ ഫസ്റ്റ് 10 മോക്ക് ടെസ്റ്റുകളുടെ ഡിസ്കഷനാണ് നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതോടൊപ്പം ഡീറ്റെയിൽ ആയിട്ട് അതിനെപ്പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു പോകുന്നു എന്നാണ് ഈ കോഴ്സിൻ്റെ പ്രത്യേകത. 10 ദിവസമാണ്, 30 അവേഴ്സിൻ്റെ ക്ലാസ്സാണ്. ഇന്നലെ തുടങ്ങി, 14-ാം തീയതി തുടങ്ങി, 23-ാം തീയതി അവസാനിപ്പിക്കുന്നു. ഓക്കെ, അതുകൂടാതെ നമ്മുടെ SSCയുടെ ബാച്ച് തുടങ്ങാൻ പോവാണ് 23-ാം തീയതി. ടോപ്പേഴ്സ് ബാച്ച് CGL CHSന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നു. 2 മാസത്തെ ഒരു നല്ലൊരു ബാച്ചാണ്. 11 മണിക്കൊരു സെഷൻ, 11 മുതൽ 12:30, 3 മുതൽ 4 വരെ, 9 മുതൽ 10 അങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാൻ മടിക്കണ്ട. ഓക്കെ, അപ്പോൾ നമ്മുടെ ESICയുടെ ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ്. ഇന്നലെ നമ്മൾ ഷോർട്ട് വീഡിയോ ചെയ്തിരുന്നു, നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. ESICയുടെ അപ്ലൈ ചെയ്യുന്ന ലാസ്റ്റ് ഡേറ്റ് ഇന്നാണ്. അതിപ്പോൾ സ്റ്റെനോഗ്രാഫർ പോസ്റ്റ് ആയിക്കോട്ടെ, UDC ആയിക്കോട്ടെ, MTS ഓൺലൈൻ രജിസ്ട്രേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഇന്നാണ്. അപ്പോൾ ചെയ്യാനുള്ളവർ വേഗം ചെയ്യാൻ ഇന്ന് താമസിപ്പിക്കേണ്ട. നമ്മളതിൻ്റെ ക്രാഷ് കോഴ്സും ഉണ്ട്, ജോയിൻ ചെയ്യാൻ നമുക്ക് 5-ാം തീയതി നമ്മൾ ആരംഭിച്ചാണ് കേട്ടോ. 4 ക്ലാസ്സുകൾ ഡെയിലി പോകുന്നുണ്ട്. സൺഡേസിന് മാത്രം 2 ക്ലാസ്സുകൾ, 1 മണിക്കൂറിന് 4 ക്ലാസ്സുകളാണ് കേട്ടോ. അപ്പോൾ കൂടാതെ നമ്മുടെ ഡിഗ്രി ലെവൽ ബാച്ച് വരുന്നുണ്ട്. അപ്പോൾ 14-ാം തീയതി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതാണ്. ഇനിയിപ്പോൾ ചെറിയ മാറ്റം വരുമോ എന്നൊരു ഇതുണ്ട്. കാര്യം നമ്മുടെ ഈ കോഴ്സ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ 6 to 7:30 ഒരു സെഷൻ, 8:30 to 10 അങ്ങനെയാണ് പോകുന്നത്. ഡെയിലി നമ്മൾ 2 ക്ലാസ്സുകളാണ്, ആഴ്ചയിൽ 4 ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. പക്ഷേ നമ്മൾ ഒരു ലോങ് ബാച്ചാണ്, ഒരു 6 months ബാച്ച്. ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോഴല്ലേ എക്സാം. അപ്പോഴേക്കും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കോൺസെപ്റ്റ് ഓറിയൻ്റ് ആയിട്ട് പുതിയ രീതിയിൽ പഠിച്ചു പോകാം. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ആ കോട്ട്. ഇന്നത്തെ കോട്ട് ഇതാണ്: ഫിനിഷ് വാട്ട് യു സ്റ്റാർട്ട്. നീ എന്താ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് നീ ഫിനിഷ് ചെയ്യണം. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് അല്ലേ. നമ്മളൊരു കാര്യം തുടങ്ങി വെച്ചാൽ മാത്രം പോരാ, അത് പകുതിക്ക് ചുട്ടു പോകുക എന്ന് പറഞ്ഞാൽ വെൻ യു ഗിവ് അപ്പ് യു ഫെയിൽ. അതാണ്. അപ്പോൾ നമ്മൾ പകുതിയെ വെച്ചിട്ട് പോയിച്ച് അങ്ങ് സറണ്ടർ ചെയ്തിട്ട് നമ്മൾ ക്വിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ശരിയല്ല. സോ ഇന്നത്തെ നമ്മുടെ മോട്ടോ അല്ലെങ്കിൽ ഇന്നത്തെ നമ്മുടെ മെസ്സേജ് ഇതായിരിക്കണം: വെൻ യു ഫിനിഷ് സംതിങ് യു ഹാവ് ദ റെസ്പോൺസിബിലിറ്റി, വെൻ യു സ്റ്റാർട്ട് സംതിങ് യു ഹാവ് ദ റെസ്പോൺസിബിലിറ്റി ടു ഫിനിഷ് ഇറ്റ്. അല്ലേ, ഇന്ന് ആ ഒരു കോട്ടോടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദ ആർട്ടിക്കിൾ. അപ്പോൾ ഇന്ന് 2 ആർട്ടിക്കിളാണ്. ഒന്നൊരു പൊളിറ്റിക്കൽ ആർട്ടിക്കിളാണ്. നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മുടെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് എന്താ പറയുക, റിലീജിയസ് ആയിട്ട് കുറച്ച് ഹിജാബ് പ്രശ്നത്തെ പറ്റി വരുന്നു. മാത്രമല്ല നോർത്ത് സ്റ്റേറ്റിൽ, നോർത്ത് ഈസ്റ്റേൺ, നോർത്ത് വെസ്റ്റേൺ സ്റ്റേറ്റ്സിൽ ഇലക്ഷൻ പ്രൊപ്പഗാൻഡ പറയുമ്പോൾ കുറച്ചുകൂടെ
എന്താ പറയുക ഇൻറ്റൻറ്റ് ചെയ്യുന്നത് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പൊളിറ്റിക്കലായിട്ട് ഇച്ചിരി പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യയിൽ കുറച്ച് നാളായി. അതുപോലെ ആ റിലേറ്റഡ് ആയിട്ടുള്ള ആ കാര്യങ്ങളെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു പൊളിറ്റിക്കൽ ആർട്ടിക്കിളാണ്. അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കുക. അപ്പോൾ നമുക്ക് അത്യാവശ്യം നടന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ ഒരു ഐഡിയ കിട്ടും. അപ്പോൾ നമ്മൾ എന്തായാലും ആ പൊളിറ്റിക്കൽ ടോണുള്ള ആർട്ടിക്കിൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. മറിച്ച് നമുക്ക് വേറൊരു ആർട്ടിക്കിൾ ഉണ്ട്, നമ്മൾ IPL ഓപ്ഷനെ പറ്റിയുള്ള ആർട്ടിക്കിൾ ഉണ്ടല്ലേ. സോ അതൊരു നല്ല ആർട്ടിക്കിൾ, ഇറ്റ്സ് എ ഗുഡ് റീഡ്. അപ്പോൾ നല്ലൊരു ലിറ്റററി പീസ് പോലെ നമുക്ക് തോന്നും, അത് വായിക്കാനൊക്കെ ഒരു നല്ലതുണ്ട്. ആൻഡ് ഒരുപാട് വൊക്കാബ്സ് ആൻഡ് ഫ്രേസസ് ഉണ്ട്. ഇന്ന് നമ്മൾ അതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ദാറ്റ്സ് ആർട്ടിക്കിൾ വാട്ട് യു ഗോയിങ് ടു റീഡ്. പക്ഷേ മറ്റേ ആർട്ടിക്കിൾ പൊളിറ്റിക്കൽ സെൻസുള്ള ആർട്ടിക്കിൾ നിങ്ങളൊന്ന് വായിച്ചു വെക്കുന്നത് നല്ലതാണ്. സോ ഗിവ് ഇറ്റ് റീഡ് ആസ് വെൽ. കേട്ടോ? അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ഇഡിയംസ് ആൻഡ് ഫ്രേസസ്. ആദ്യത്തെ ഇഡിയംസ്, ഫ്രേസസ് ആൻഡ് വൺ വേർഡ് ഓഫ് കോഴ്സ് അതിൽ വരുന്നതാണ് പോളിമിക്. നമ്മുടെ ഇന്നത്തെ പൊളിറ്റിക്കൽ ആർട്ടിക്കിൾ വരുന്ന ഒരു കാര്യമാണ് പോളിമിക്. നമ്മുടെ പൊളിറ്റിക്കൽ പാർട്ടികൾക്കൊക്കെ ഉള്ള ഒരു പ്രത്യേകത, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടിയിൽ അല്ലെങ്കിൽ ഒരു ലീഡറിൻ്റെ ഏറ്റവും, നമ്മുടെ ഏതൊരു പൊളിറ്റിക്കൽ ലീഡറും ആയിക്കോട്ടെ, അവരെ എടുത്തു നോക്കിയാൽ ദേ ഹാവ് ദ ആർട്ട് ഓഫ് പോളിമിക്. അവരെല്ലാവരും ചെയ്യുന്നൊരു പരിപാടിയാണ് ഈ പോളിമിക്സ് യൂസ് ചെയ്യും. എന്താ പോളിമിക് എന്ന് പറഞ്ഞാൽ? ഇറ്റ്സ് എൻ അഗ്രസീവ് അറ്റാക്ക്. അത് വേർബൽ ആയിക്കോട്ടെ, റിട്ടേൺ ആയിക്കോട്ടെ. റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ വേർബൽ ആയിക്കോട്ടെ, വേർബൽ അല്ലെങ്കിൽ റിട്ടേൺ ആയിട്ടുള്ള അഗ്രസീവ് അറ്റാക്ക് ഓർ റെഫ്യൂട്ടേഷൻ ഓഫ് ഒപ്പീനിയൻസ് ഓർ പ്രിൻസിപ്പിൾസ് ഓഫ് അനദർ. അതായത് നമുക്ക് ഇഷ്ടമല്ല, നമുക്കിപ്പോൾ താല്പര്യമില്ലാത്തൊരു എൻ്റെ ഒപ്പീനിയനോട് എതിരെ നിൽക്കുന്ന, എൻ്റെ ഡിസിഷനോട് എതിരെ നിൽക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ പ്രിൻസിപ്പിൾസിനോട്, എൻ്റെ സിദ്ധാന്തങ്ങളോട് എതിര് നിൽക്കുന്ന, എൻ്റെ ഐഡിയോളജിയോസിനോട് എതിരെ നിൽക്കുന്ന എന്തെങ്കിലും കണ്ടാൽ അതിനെ ഞാൻ റിഫ്യൂട്ട് ചെയ്യാണ്, ക്രിട്ടിസൈസ് ചെയ്യാണ്, കണ്ണടിച്ച് അല്ലേ അതിനെ അങ്ങ് ക്രിട്ടിസൈസ് ചെയ്യാണ്. സോ ഇൻ ആൻ അഗ്രസീവ് വേ. അതൊരു അഗ്രസീവ് അറ്റാക്ക് ആണെങ്കിൽ ദാറ്റ് ഈസ് വാട്ട് പോളിമിക് മീൻസ്. കുറച്ച് കൂടിയാണ് അറ്റാക്ക് ആണ്, ക്രിറ്റിസിസം ആണ്, അതിനെയാണ് പോളിമിക് എന്ന് പറയാം. വൺ വേർഡ് കിട്ടിയെന്ന് വിശ്വസിക്കുകയാണ്. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു നമ്മുടെ ഒരു വൺ വേർഡാണ്, ബട്ട് ഇറ്റ്സ് യൂസ്ഡ് ഇൻ ആൻ ഇഡിമാറ്റിക് എക്സ്പ്രഷൻ. അതൊരു ഇഡിമാറ്റിക് എക്സ്പ്രഷനാണ്. ക്യാഷ് കൗ. ക്യാഷ് കൗ. ക്യാഷ് കൗ എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ പറയും കറവ പശു എന്ന് പറയും അല്ലേ. ക്യാഷ് കൗ എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന സാധനത്തിന് നമുക്ക് മലയാളത്തിൽ തരാം കറവ പശു. എന്നുവെച്ചാൽ എന്താ അത്? ഇതൊരു കറവ പശു എന്ന് പറയുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. എന്താ അതിൻ്റെ അർത്ഥം? എ ബിസിനസ് ഓർ ആൻ ഇൻവെസ്റ്റ്മെന്റ് ഓർ എ പ്രൊഡക്റ്റ്. അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ്, നമുക്കൊരു പ്രൊഡക്റ്റ് ഉണ്ട്, നമുക്കൊരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, നമുക്കൊരു ബിസിനസ് ഉണ്ട്, അത് that provides a steady income or profit. നമ്മൾ കറവ പശുക്കൾ എങ്ങനെയാണ്? വീട്ടിലൊരു പശുവിനെ വാങ്ങി വളർത്തിയേക്കാം എന്ന് പറയാറുണ്ടല്ലേ, നാട്ടിൽ പറയില്ലേ, ഒരു പശുവിനെ എങ്ങനെ വാങ്ങി വളർത്തിയിട്ടുണ്ട് നല്ലതാ. പണ്ട് വിജയനദാസിന് പറയേ നമുക്കൊരു പശുവിനെ വാങ്ങിയാലോ അല്ലേ, നാടോടിക്കാറ്റിൽ അല്ലെങ്കിൽ അവർ പറയുന്ന ഓർമ്മയുണ്ടോ? അതിൻ്റെ അകത്ത് അവർ പറയുന്നുണ്ട് നമുക്കൊരു പശുവിനെ വാങ്ങി വളർത്തിയാലോ. അതെന്താ? കറവ പശു അല്ലേ, ഒരു സ്റ്റഡി ഇൻകം ആണ്, ഒരു സ്റ്റഡി പ്രോഫിറ്റ് ആണ്. സോ എനി ബിസിനസ്, ഇൻവെസ്റ്റ്മെന്റ് ഓർ എ പ്രോഡക്റ്റ് ഇറ്റ് ഈസ് which provides a steady income or profit. അതിനെ നമ്മൾ വിളിക്കും ക്യാഷ് കൗ അല്ലെങ്കിൽ കറവ പശു. ഓക്കെ. അടുത്തതാണ് അണ്ടർ ദ ഹാമർ. അണ്ടർ ദ ഹാമർ എന്ന് പറഞ്ഞാൽ ഫോർ സെയിൽ അറ്റ് ആൻ ഓപ്ഷൻ. നമ്മളെ ഈ അറക്കാൻ കൊണ്ടുപോകാന്ന് പറയല്ലേ, നമ്മുടെ നാട്ടിൽ അറക്കാൻ കൊണ്ടുപോകുന്നില്ലേ, ആ അർത്ഥമാണ് അണ്ടർ ദ ഹാമർ എന്ന് പറഞ്ഞാൽ. ഫോർ സെയിൽ, വിൽക്കാനുള്ളതാ, ഇവനെ കൊണ്ട് ഇറക്കാനുള്ളതാ. ഫോർ സെയിൽ അറ്റ് ആൻ ഓപ്ഷൻ, അതിനെയാണ് അണ്ടർ ദ ഹാമർ എന്ന് പറയുക കേട്ടോ. ഇന്ന് കംപ്ലീറ്റ് IPL ഓപ്ഷന് റിലേറ്റഡ് ആയിട്ടുള്ള ഇഡിയംസ് ആൻഡ് എക്സ്പ്രഷൻസ് ആണ്. അനദർ വൺ ഇസ് ടൈഡ് ഓവർ. ടൈഡ് ഓവർ മീൻസ് ഹെൽപ്പ് സംബഡി ത്രൂ എ ഡിഫിക്കൽട്ട് പീരിയഡ്. നമ്മൾ ഭയങ്കര കഷ്ടപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലാണെന്ന് വിചാരിക്കുക, ഡിഫിക്കൽട്ട് ടൈമിലാണ് ഇവിടെ കടന്നു പോകണമെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഒരാളെ ഹെൽപ്പ് ചെയ്യണം, അല്ലെങ്കിൽ സസ്റ്റെയിൻ ചെയ്യണം അവരെ, അല്ലെങ്കിൽ അവരെ അസിസ്റ്റ് ചെയ്യാണ്. ദാറ്റ് ഇസ് ടൈഡ് ഓവർ. അസിസ്റ്റ്, സസ്റ്റെയിൻ ഓർ ഹെൽപ്പ് സംബഡി ത്രൂ എ ഡിഫിക്കൽട്ട് പീരിയഡ് എങ്കിൽ ദാറ്റ് ഇസ് ടൈഡ് ഓവർ എന്ന് പറയാം. ഓക്കെ. ടൈഡ് ഓവർ എന്ന യൂസേജ് ഓർത്ത് വെച്ചോളൂ കേട്ടോ. ഓക്കെ. അടുത്തത് സ്റ്റെപ്പ് അപ്പ്. സ്റ്റെപ്പ് അപ്പ് എന്ന് പറയുന്നതിന് രണ്ടർത്ഥമുണ്ട്. ഒന്നെന്താണ്? കം ഫോർവേഡ് ഫോർ എ പെർട്ടിക്കുലർ പേർപ്പസ്. ഒരു പ്രത്യേക ഒരു കാര്യത്തിന് വേണ്ടി സ്റ്റെപ്പ് അപ്പ് ചെയ്യുക അല്ലേ, ഒരു കാര്യത്തിലോട്ട് മുന്നോട്ട് വരികയാണ്, സ്റ്റെപ്പ് അപ്പ് ചെയ്യുക. ഹി സ്റ്റെപ്ഡ് അപ്പ് ആസ് ദി ന്യൂ പ്രസിഡന്റ് ഓഫ് ദി കമ്പനി, അല്ലെങ്കിൽ ഹി സ്റ്റെപ്ഡ് അപ്പ് ആസ് ദി ന്യൂ ചെയർമാൻ ഓഫ് അവർ ക്ലബ്, അങ്ങനെയൊക്കെ പറയില്ലേ ആ സംഭവം. another one is സ്റ്റെപ്പ് അപ്പ് എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് എമൗണ്ട് അല്ലെ, ഇൻക്രീസ് ചെയ്യുക, ഇന്റൻസിഫൈ ചെയ്യുക അല്ലെ, എമൗണ്ടോ അല്ലെങ്കിൽ ഇന്റൻസിറ്റിയോ സ്ട്രെങ്ത് ഒക്കെ ഇൻക്രീസ് ചെയ്യുക. കഴിഞ്ഞ ദിവസം നമ്മൾ സ്റ്റെപ്പ് അപ്പ് പറഞ്ഞിരുന്നു, ദാറ്റ് ഇസ് സ്റ്റെപ്പ് അപ്പ്. രണ്ട് മീനിങ് ഉണ്ട് സ്റ്റെപ്പ് അപ്പിന്. another one is once moment under the sun. അണ്ടർ ദ സൺ എന്ന് തന്നെ പറഞ്ഞില്ല, ഇൻ ദ സൺ എന്നും വരാം കേട്ടോ. ഈ അണ്ടറിന്റെ ഇതേ യൂസേജിൽ ഇൻ ദ സൺ എന്നും വരാം. ഇതൊരു ഇഡിമാറ്റിക്കൽ എക്സ്പ്രഷൻ ആണ്. വൺസ് മൊമെന്റ്, സംബഡീസ് മൊമെന്റ്, ആരുടെയും ഒരു മൊമെന്റ് ഇൻ ദ സൺ അല്ലെ അണ്ടർ ദ സൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സ്പോട്ട് ലൈറ്റ് വരുമ്പോൾ അങ്ങനെയല്ലേ, സണ്ണിന്റെ എന്ന് പറയുമ്പോൾ നമുക്കാണ് കുറച്ച് നേരത്തേക്ക് നമുക്ക് ആ സ്പോട്ട് ലൈറ്റ് കിട്ടുക.
അതായത് വെളിച്ചം മൊത്തം നമ്മുടെ ഇതാ. ദാറ്റ് മീൻസ് ആ പീരീഡ് ഓഫ് ബീങ് പോപ്പുലർ. കുറച്ച് നേരത്തേക്ക് നമ്മളൊന്ന് പോപ്പുലറായിട്ട് വെൽ നോൺ ആയിട്ടിരിക്കുന്ന ഒരു സമയമുണ്ടല്ലോ, ആ ഒരു കാലഘട്ടം അല്ലെങ്കിൽ ആ ഒരു പീരീഡ്, അതിനെയാണ് പറയുന്നത് വൺസ് മൊമെന്റ് അണ്ടർ ദ സൺ ഓർ വൺസ് മൊമെന്റ് ഇൻ ദ സൺ. അപ്പം ഇന്ന് നമുക്ക് കുറച്ചധികം ഇഡിയംസ് ഉണ്ട്, ആൻഡ് ഓഫ് കോഴ്സ് വൺ വേർഡ് ഇഡിയമാറ്റിക്കൽ എക്സ്പ്രഷൻസും ഉണ്ട്. ഓർത്ത് വെച്ചോളാം. പോളമിക് മീൻസ് അഗ്രസീവ് അറ്റാക്ക്. Cash cow, കറോപ്പശു. Under the hammer, for sale, at an auction. Tide over, help someone in a difficult situation എന്ന് പറയാം. Step up, increase എന്നൊരു അർത്ഥമുണ്ട്. Come forward for a particular purpose എന്നുണ്ട്. And once moment under the sun അല്ലെങ്കിൽ in the sun എന്ന് പറഞ്ഞാൽ a period of being popular. പോപ്പുലർ ആവുന്ന ആ ഒരു അവസ്ഥ, ആ ഒരു സമയം. That's it. Clear, I guess? Clear ആണല്ലോ? നമുക്ക് ഇന്നത്തെ synonyms, antonyms, related words-ലോട്ട് പോകാം കേട്ടോ. Moving on to next one. Okay? Yes. അപ്പോൾ എല്ലാവർക്കും കിട്ടുന്നുണ്ട്, സെറ്റാണെന്നൊക്കെ വിശ്വസിക്കുകയാണ്. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് വൺ ഇസ് ഫസ്റ്റ് സിനോണിം ഇന്നത്തെ കേട്ടോ, റോബസ്റ്റ്. നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്ത ഒരു വാക്കാണിത്, റോബസ്റ്റ്. റോബസ്റ്റ് ആണ് അല്ലേ, നമ്മുടെ പ്രേമ മൂവിയിലൂടെ റോബസ്റ്റ് ഭയങ്കര ഫേമസ് ആയിട്ടിരിക്കുന്ന ഒരു വാക്കാണ്. റോബസ്റ്റ് മീൻസ് സ്ട്രോങ് അല്ലെങ്കിൽ വിഗറസ്, സ്റ്റേഡി, ടഫ്, പവർഫുൾ എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ റോബസ്റ്റ് ആണെങ്കിൽ ഭയങ്കര ഹെൽത്തി ആണ്, സ്ട്രോങ് ആൻഡ് ഹെൽത്തി എന്നൊക്കെയാണ് റോബസ്റ്റ് എന്ന് പറയാം അല്ലേ. സ്ട്രോങ് ആൻഡ് ഹെൽത്തി, വിഗറസ്, സ്റ്റേഡി, ടഫ്, പവർഫുൾ എന്നൊക്കെ റോബസ്റ്റ് എന്ന വാക്കിന് അർത്ഥമുണ്ട് കേട്ടോ. ഓക്കെ, സോറി, ഒരു കാര്യം മാറിപ്പോയി. അഡ്ജക്റ്റീവ് ആണ് ഇത്, നോൺ അല്ലേ, അഡ്ജക്റ്റീവ് ആണ്. ടൈപ്പ് ചെയ്തപ്പം ഞാൻ ഇച്ചിരി ഒരു മാറ്റം വരുത്താൻ മറന്നുപോയി, മൈ മിസ്റ്റേക്ക്. ഓക്കെ, അഡ്ജക്റ്റീവ് ആണ്, ഇറ്റ്സ് നോട്ട് നൗൺ. റോബസ്റ്റ് എന്ന് പറയുമ്പോൾ അഡ്ജക്റ്റീവ് ആണ്. അടുത്ത വാക്ക് ഹെഫ്റ്റ്. ഹെഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, നൗണായിട്ടും നമുക്ക് വേർബായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യമാണ്. ഹെഫ്റ്റ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഓഫ് സംതിങ് എന്നാണ് അർത്ഥം. വെയിറ്റ്, നൗണായിട്ട് വെയിറ്റ് എന്ന് പറയാം. അപ്പം ഹെഫ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, വെയിറ്റ് ഉള്ള സാധനം നമ്മൾ ലിഫ്റ്റ് ചെയ്യുക എന്നല്ലേ പറയാം. സോ ഹെഫ്റ്റ് ഇസ് വെയിറ്റ് എന്ന നൗണാണ്. വേർബായിട്ട് അത് ഉപയോഗിക്കുമ്പോൾ ലിഫ്റ്റ് ചെയ്യുക അല്ലെ ഉയർത്തുക, റേസ്. അല്ലെങ്കിൽ റേസ് ഓർക്കണേ, റേസ് വരുമ്പോൾ റൈസ് മാറിപ്പോയത്. റൈസ് എന്ന് പറഞ്ഞാൽ ഉദിക്കുക അല്ലേ, ഉണരുക, ഉദിക്കുക എന്നൊക്കെയാണ്. പക്ഷേ റേസ് മീൻസ് ഉയർത്തുകയാണ്. ഹീവ്, അപ്ലിഫ്റ്റ് ചെയ്യുക, ലിഫ്റ്റ് ചെയ്യുക, അത് തന്നെയാണ് ഹീവ് എന്ന വാക്കിൻ്റെ അർത്ഥം. ഹോസ്റ്റ് ചെയ്യുക, ഫ്ലാഗ് ഒക്കെ ഹോസ്റ്റ് ചെയ്യുക എന്ന് പറയില്ലേ. സോ ദാറ്റ്സ് ഇറ്റ്. ഓർത്ത് വെച്ചാൽ ഹോസ്റ്റ് ചെയ്യുക. ആൻഡ് ഹെഫ്റ്റ് എന്ന വാക്കിൻ്റെ വേർബ് ആൻഡ് നൗൺ ഫോർമുലേഷൻ ഓർത്ത് വെച്ചോണം, മറക്കരുത്. ദ വൺ ഇസ് കോപ്പ്. നമുക്കറിയാം കോപ്പ്. കോപ്പിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ അറിയാലോ. ഇതിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ അറിയാലോ. ഫിക്സഡ് പ്രിപ്പോസിഷൻ ഉണ്ട് ഇതിൻ്റെ കൂടെ. കോപ്പ് വിത്ത്, കോപ്പ് അപ്പ് വിത്ത് അല്ല, കോപ്പ് വിത്ത് കേട്ടോ. അപ്പ് അവിടെ ഇല്ല, കോപ്പ് വിത്ത്, ഡീൽ വിത്ത് അല്ലേ എന്നൊരർത്ഥമാണ്. സോ കോപ്പ് എന്നുള്ള വാക്ക് ഈ പറയുന്ന മീനിങ് ഇതാണ്, വേർബാണ്. മീനിങ് ഡീൽ അല്ലെങ്കിൽ മാനേജ്, സർവൈവ്, സബ്സിസ്റ്റ് അല്ലെങ്കിൽ ഹാൻഡിൽ, കൈകാര്യം ചെയ്യുക അല്ലെ. മാനേജ് ചെയ്യുക, സർവൈവ് ചെയ്യുക, ഹാൻഡിൽ ചെയ്യുക. കോപ്പ് വിത്ത് സിറ്റുവേഷൻ എന്നൊക്കെ പറഞ്ഞാൽ സർവൈവ് ചെയ്യുക, സിറ്റുവേഷനെ സർവൈവ് ചെയ്യുക, സബ്സിറ്റ് ചെയ്യുക, അതിനെ മറികടക്കുക എന്നുള്ള അർത്ഥമാണ്. ഡീൽ ചെയ്യുക എന്നൊക്കെയാണ് കോപ്പ് എന്ന വാക്കിൻ്റെ അർത്ഥം. സോ ദാറ്റ്സ് ഇറ്റ്. കോപ്പ് വിത്ത് എന്ന് പറയും, ഡീൽ വിത്ത് എന്ന് പറയും. അതിന് രണ്ടിനും നമ്മൾ വിത്ത് എന്ന പ്രിപ്പോസിഷനാണ് ഉപയോഗിക്കുന്നത്. ബാക്കിയുള്ളതിൻ്റെ കൂടെ നമുക്ക് വേണ്ട ഹാൻഡിൽ സംതിങ്, അതിൻ്റെ കൂടെയൊക്കെ പ്രിപ്പോസിഷൻ ഉപയോഗിക്കും. നോ പ്രിപ്പോസിഷൻ, മാനേജ് എൻ്റെ കൂടെയൊക്കെ കേട്ടോ. യെസ്. അടുത്തത് വയബിലിറ്റി. വയബിലിറ്റി അനുഷ ഒരു കറക്ഷൻ ഉണ്ടേ, അപ്പ് അവിടെ വരില്ല കേട്ടോ. ഡോണ്ട് എവർ യൂസ് അപ്പ് വിത്ത് കോപ്പ് കേട്ടോ. ഇങ്ങനൊരു യൂസേജ് ഉണ്ടോ? നിങ്ങൾക്ക് ഉപയോഗിക്കാം കോപ്പ് വിത്ത്, കറക്റ്റാ. ഇങ്ങനൊരു യൂസേജ് ഉണ്ടോ? ഇല്ല. കോപ്പ് അപ്പ് വിത്ത് ഉണ്ടോ? അങ്ങനൊരു യൂസേജ് ഇല്ല കേട്ടോ. കോപ്പ് അപ്പ് വിത്ത് എന്നൊരു യൂസേജ് ഇല്ല. അതൊന്ന് കറക്റ്റ് ചെയ്തോണേ. ദർ ഇസ് നോ വേർഡ്, നോ യൂസേജ് ലൈക്ക് കോപ്പ് അപ്പ് വിത്ത് എന്നുള്ള യൂസേജ് ഇല്ല. കോപ്പ് വിത്ത് ഉണ്ട്, അതുപോലെ ഡീൽ വിത്ത് ഉണ്ട്. ഓർത്ത് വെച്ചോണേ, ആ ഒരു കറക്ഷൻ ഒന്ന് വരുത്തി വെച്ചോണം കേട്ടോ. അടുത്ത വൺ ഇസ് വയബിലിറ്റി. വയബിലിറ്റി എന്ന വാക്കിനർത്ഥം വയബിൾ ആണെന്ന് പറഞ്ഞാൽ ലൈവ്ലി ആണ് അല്ലേ എന്നൊക്കെ പറയില്ലേ. വയ എന്ന് ഞാൻ ഇന്നാളെ പറഞ്ഞിരുന്നു, വിവ എന്നുള്ള രീതിയിൽ പറഞ്ഞു. വയബിലിറ്റി ആണെങ്കിൽ ലൈവ്ലി ആണ് അങ്ങനെയൊക്കെ പറയില്ലേ. സോ ആ ഒരു അടുത്തുണ്ട് വയബിലിറ്റിക്ക്. ബട്ട് വയബിലിറ്റി എന്ന നൗണിന്റെ അർത്ഥം ഇതാണ്, വർക്കബിലിറ്റി. ഇത് വർക്കൗട്ട് ആവും, ഇത് വർക്കൗട്ട് ആവുന്ന കാര്യമാണ്. വയബിലിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു വർക്കബിലിറ്റി, എഫക്റ്റീവ്നെസ്, പൊട്ടൻഷ്യാലിറ്റി എന്ന് പറയും. വയബിലിറ്റി എന്ന് പറഞ്ഞാൽ വർക്കബിലിറ്റി. വയബിൾ എന്നാണ് അഡ്ജക്റ്റീവ് കേട്ടോ. വയബിൾ എന്നാണ് അഡ്ജക്റ്റീവ് യൂസേജ്, അത് ഓർത്തോണം. വയബിലിറ്റി അല്ലെ എബിലിറ്റി എന്ന് പറയുമ്പോൾ വയബിൾ. വയബിലിറ്റി എന്ന് പറയുമ്പോൾ നൗണാണ്. വയബിൾ എന്ന് പറയുമ്പോൾ അപ്പോൾ വർക്കബിൾ, ഇഫക്റ്റീവ്, പൊട്ടൻഷ്യൽ എന്നൊക്കെ ഉള്ള അർത്ഥം. ഓക്കെ, എന്നർത്ഥം വരും. അടുത്തത് അണ്ടർപിന്നിങ്. അണ്ടർപിന്നിങ് എന്ന് പറഞ്ഞാൽ ഫൗണ്ടേഷൻ. അണ്ടർപിന്നിങ് എന്ന് പറഞ്ഞാൽ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ
ബേസ്, സപ്പോർട്ട്, സ്ട്രെങ്ത് എന്നൊക്കെയാണ് അർത്ഥം. മനസ്സിലായോ? ഫൗണ്ടേഷൻ, ബേസ്, സപ്പോർട്ട്, സ്ട്രെങ്ത് എന്നൊക്കെയാണ് അണ്ടർപിന്നിങ് എന്ന വാക്കിന്റെ അർത്ഥം. ഓർത്ത് വെച്ചോണം കേട്ടോ. നോൺ ഫോർമുലേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണിത്, അണ്ടർപിന്നിങ് എന്ന് പറയുന്നത്. കോപ്പ് വിത്ത് ഉപയോഗിക്കില്ല, കോപ്പ് അപ്പ് വിത്ത്. യെസ്, ഓർത്ത് വെച്ചോണേ. മറക്കരുത്, അണ്ടർപിന്നിങ് എന്ന യൂസേജ് നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഈ പറയുന്ന നമ്മൾ ഫിനാൻസ് റിലേറ്റഡ് ആയ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, ബിസിനസ് റിലേറ്റഡ് ആയി എപ്പോഴും പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് അണ്ടർപിന്നിങ് എന്ന് പറഞ്ഞാൽ. ഒരു കറക്റ്റ് ഫൗണ്ടേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ബേസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് ഉണ്ട്, സ്ട്രെങ്ത് ഉണ്ട് എന്നൊക്കെയാണ് അണ്ടർപിന്നിങ് എന്ന വാക്കിൻ്റെ അർത്ഥം കേട്ടോ. അതൊരു നൗൺ ഫോർമുലേഷൻ ആണ്, ഓർത്ത് വെച്ചോണം. ഓക്കെ, ഇതൊരു ING അണ്ടർപിൻ ചെയ്യുക, അണ്ടർപിന്നിങ് എന്നുള്ള രീതിയിലല്ല, ഇതൊരു നൗൺ ഫോർമുലേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ, ഓർത്ത് വെച്ചോളാം. ഫിനാൻസിലൊക്കെ റിലേറ്റഡ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കാൻ നോർമലി, അല്ലാതെ ഉപയോഗിക്കാൻ വെച്ച ഫോർമൽ വേർഡ്, അതിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനൊന്ന് പരിചയപ്പെടുത്തിയെന്ന് മാത്രം ഈ വാക്ക് ഇന്നത്തെ ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. സോ ദാറ്റ്സ് ഇറ്റ്. റോബസ്റ്റ്, ഹെഫ്റ്റ്, കോപ്പ്, വൈബിലിറ്റി, അണ്ടർപിന്നിങ് മറന്നുകൊണ്ട. ഓക്കെ, അടുത്തോട്ട് പോവാം. നെക്സ്റ്റ് വൺ ഇസ് ബോൾസ്റ്റർ. ബോൾസ്റ്റർ നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്താണ്. ബോൾസ്റ്റർ എന്ന വാക്ക് സെന്റൻസ് എന്തേ പോരാത്ത എന്ത് പറ്റി? സെന്റൻസ് ഒന്നും ഇല്ലല്ലോ. ഷീസ് ഓൾവേസ് റോബസ്റ്റ് ഇൻ എനി ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. യെസ് യെസ്, ഗ്രേറ്റ്. അടുത്ത ബോൾസ്റ്റർ. ബോൾസ്റ്റർ എന്ന് പറഞ്ഞാൽ സ്ട്രെങ്തൻ അല്ലെ, സ്ട്രെങ്തൻ ചെയ്യുക, ശക്തിപ്പെടുത്തുക അല്ലെ, സപ്പോർട്ട് ചെയ്യുക, റീഇൻഫോഴ്സ് ചെയ്യുക, ഫോർട്ടിഫൈ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ ബൂസ്റ്റ് ചെയ്യുക അല്ലെ, ബൂസ്റ്റ്, സപ്പോർട്ട് ചെയ്യുക, ബൂസ്റ്റ് ചെയ്യുക എന്നൊക്കെ അർത്ഥമുണ്ട് ബോൾസ്റ്റർ എന്ന വാക്കിന്റെ അർത്ഥം അല്ലെ. നമ്മളത് ഡിസ്കസ് ചെയ്തിട്ടുള്ള വാക്കുമാണ്. ആൻഡ് അടുത്ത വാക്കാണ് മെയ്ഡൻ. മെയ്ഡൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? നമ്മൾ എപ്പോഴും മെയ്ഡൻ സ്പീച്ച് എന്നൊക്കെ പറഞ്ഞാൽ മെയ്ഡൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് പറയും? കന്നി എന്ന് നമ്മൾ പറയില്ലേ, കന്നി കച്ചവടം കേട്ടോ. മെയ്ഡൻ ആണ്, കന്നി എന്നാണ് അർത്ഥം. കന്നിയാണ് എന്ന് പറയില്ല, ആദിത്യ അഡ്ജക്റ്റീവ്. കന്നിയാണ്, മെയ്ഡൻ സ്പീച്ച് എന്നൊക്കെ പറയാം, മെയ്ഡൻ ഇൻവെസ്റ്റ്മെന്റ് എന്നൊക്കെ പറയും, മെയ്ഡൻ ജോബ് എന്നൊക്കെ പറയും. കന്നി ജോബാട്ടോ, ആദ്യത്തെയാണ് എന്നൊക്കെ പറയില്ലേ, കന്നി കാര്യങ്ങളൊക്കെ പറയും. സോ ദാറ്റ്സ് ഇറ്റ്. ഫസ്റ്റ് അല്ലെങ്കിൽ ഇനിഷ്യൽ, ആദ്യത്തെ, തുടക്കകാരൻ അല്ലേ. ഇനാഗുറൽ, തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ. ഇപ്പതാ നമ്മളിതാ ഇനാഗുറലിലാണ്, തുടക്കുന്നതാണ്. അല്ലെങ്കിൽ വേറൊരു അർത്ഥം കൊണ്ടുണ്ട് മെയ്ഡന്, അൺവെഡ് അല്ലെങ്കിൽ അൺമാരിഡ് എന്നൊരു അർത്ഥം കൊണ്ടുണ്ട് കേട്ടോ. അൺവേഡ് അല്ലെങ്കിൽ അൺമാരിഡ് എന്നും മെയ്ഡന് അർത്ഥമുണ്ട്. അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ ആണ് ഇതൊക്കെ കേട്ടോ. ഐ വോണ്ട് ശരത്തെ അവിടെ വേർബ് എന്തിയേ? ഐ വോണ്ട് എനി സിനിസ്റ്റർ ഡീലിങ്സോ? ഐ വോണ്ട് ഡാഷ് എനി സിനിസ്റ്റർ ഡീലിംഗ്. അവിടുത്തെ മെയിൻ വേർബ് എന്തിയേ ശരത്തെ? ഡീലിങ്സ് കോപ്പ് വിത്ത് ദീസ് കൈൻഡ്സ് ഓഫ് ക്രിമിനൽസ്. ഐ വോണ്ട് ഡാഷ് എനി സിനിസ്റ്റർ ഡീലിങ്സ്. ഓക്കെ, ഐ വോണ്ട് എന്ത്? ഐ വോണ്ട് അലൗ എനി സിനിസ്റ്റർ ഡീലിങ്സ് ടു. ഐ വോണ്ട് അലൗ അല്ലെ, ഐ വോണ്ട് അലൗ എനി സിനിസ്റ്റർ ഡീലിങ്സ് വെറും കോപ്പ് വിത്ത് അല്ല, ടു കോപ്പ് വിത്ത് ദീസ് കൈൻഡ്സ് ഓഫ് ഇത്. ഓർത്ത്, ഹെഫ്റ്റി അഡ്ജക്റ്റീവ് ആണ്. അതെ, ഹെഫ്റ്റി അഡ്ജക്റ്റീവാ. ഹെഫ്റ്റി എന്ന് പറഞ്ഞാൽ ഒരുപാട് എന്ന അർത്ഥത്തിലല്ലേ ഹെഫ്റ്റി. ആ മീനിങ് വേറെയാ ഹെഫ്റ്റി എന്ന് പറയുമ്പോൾ. മനസ്സിലായോ? ഹെഫ്റ്റി എന്ന് പറയുമ്പോൾ നോക്കിയേ, അതൊന്ന് എഴുതി വെച്ചേക്കാം ഇവിടെ കേട്ടോ. ഹെഫ്റ്റ് എന്ന് പറഞ്ഞ വെയിറ്റ് ആൻഡ് വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് ഇതാണ്. പക്ഷെ ഹെഫ്റ്റി എന്നൊരു വാക്കുണ്ട്, പക്ഷെ ഹെഫ്റ്റി എന്ന വാക്കിന്റെ അർത്ഥം, ഹെഫ്റ്റി ഈസ് ആൻ അഡ്ജക്റ്റീവ്, ഒരുപാട് എന്നുള്ള അർത്ഥമാണ്. ഹെവി, ഒരുപാട് നല്ല ഹെവി. ഹെഫ്റ്റി എന്ന് പറഞ്ഞാൽ ഹെവി, അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ലാർജ്. ഓക്കെ, എന്നൊക്കെ അർത്ഥമുണ്ട്. ഓക്കെ, അതൊന്ന് ഓർത്ത് വെച്ചോളൂ. അടുത്തത് ഫ്രേ. ഫ്രേ എന്ന വാക്കിന്റെ അർത്ഥം ഇതാണ്, ഡിസ്പ്യൂട്ട്. നാളെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, എനിക്കൊന്ന് ഒരു മാസമൊക്കെയാണ് നമ്മളിത് ഇതേ വാക്ക് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ്. അപ്പം ഫ്രേ എന്ന വാക്കിന്റെ അർത്ഥം ഡിസ്പ്യൂട്ട്. ഓക്കെ, വേർബായിട്ട് ഉപയോഗിക്കുക ഫ്രേ, പക്ഷെ വേർബായിട്ട് ഡിസ്പ്യൂട്ട് ഫൈറ്റ് ചെയ്യാന്നൊരു അർത്ഥമല്ല, അതൊന്ന് മനസ്സിലാക്കിക്കോണേ. നൗൺ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ അതിന്റെ അർത്ഥം ഡിസ്പ്യൂട്ട്, ആർഗ്യുമെന്റ്, ഫൈറ്റ് എന്നൊക്കെയാ. നൗൺ ആയിട്ട് ഇവയൊക്കെ നൗൺ ഫോർമുലേഷൻ ആണ്. പക്ഷേ വേർബായിട്ട് ഇവയൊക്കെ നൗൺ ഫോർമുലേഷനിലാണ് ഫ്രേ എന്ന അർത്ഥം. ഫ്രേ എന്ന വേർബ് ഉപയോഗിക്കുമ്പോൾ ഫൈറ്റ് ചെയ്യുക എന്നൊരു അർത്ഥമില്ല. ഫ്രേ എന്ന വേർബ് ഉപയോഗിക്കുമ്പോൾ അതിന്റെ മീനിങ് ഇങ്ങനെയാണ്, അൺട്രാവൽ ചെയ്യുക, വെയർ ചെയ്യുക എന്നൊക്കെയാണ്. അൺട്രാവൽ, വെയർ ചെയ്യുക, ധരിക്കുക എന്നൊക്കെ ഒരു അർത്ഥമാണ് കേട്ടോ വരുന്നത് ഫ്രേ എന്ന വാക്കിന്റെ അർത്ഥം. ഓർത്ത് വെച്ചോണം. ഫ്രേക്ക് നൗൺ ഫോർമുലേഷനിൽ ഡിസ്പ്യൂട്ട്, ഫൈറ്റ്, ആർഗ്യുമെന്റ് എന്നൊക്കെ ഉണ്ട്, കോമ്പറ്റീഷൻ എന്നൊക്കെ ഉണ്ട്. പക്ഷെ അത് വേർബായിട്ട് വരുമ്പോൾ ഒരിക്കലും ഇങ്ങനെ ഉപയോഗിക്കില്ല. ദാറ്റ്സ് ഇറ്റ്. ക്ലിയർ? അടുത്തിലോട്ട് പോവാം. റീറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞ ഒരു കാര്യം. റീറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ കീപ്പ് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെ. യു റീറ്റെയിൻ ദ സക്സസ്, യു റീറ്റെയിൻ ദ പേസ് റീറ്റെയിൻ ചെയ്യുക അല്ലെ. യു റീറ്റെയിൻ ദ കോൺസെൻട്രേഷൻ, യു റീറ്റെയിൻ ദ റൺ എന്നൊക്കെ പറയാം. അതായത് ആ രീതിയിൽ തന്നെ പൊക്കോട്ടെ, കീപ്പ് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക, കണ്ടിന്യൂ ചെയ്യുക, റിസർവ് ചെയ്യുക, ഹോൾഡ് ഫാസ്റ്റ് ടു സംതിങ് അല്ലേ, ഹോൾഡ് ഫാസ്റ്റ് ടു എന്നൊക്കെ
അർത്ഥം ഈ പറയുന്ന റീറ്റെയിൻ എന്ന വാക്കിനുണ്ട്, വേർബാണ്. അടുത്ത വാക്ക് റിപ്ലിക്കേറ്റ്. റിപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? റിപ്ലിക്കേറ്റ് മീൻസ് വേർബാണ്. റിപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കോപ്പി ചെയ്യുക അല്ലേ? നമ്മളൊരു കാര്യം കോപ്പി ചെയ്തെടുക്കുകയാണ്. അതിന്റെ റിപ്ലിക്ക. റിപ്ലിക്ക പറഞ്ഞാൽ കോപ്പി അല്ലേ? അതാണ് നൗണ്. അപ്പോൾ റിപ്ലിക്കേറ്റ് ചെയ്യാൻ മീൻസ് വേർബ് ആണ്. കോപ്പി ചെയ്യാം, റിപ്രൊഡ്യൂസ് ചെയ്യുക, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക, റീക്രിയേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് റിപ്ലിക്കേറ്റ് അല്ലേ? റിപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ കോപ്പി ചെയ്യുക, റിപ്രൊഡ്യൂസ് ചെയ്യുക, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ റിക്രിയേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് റെപ്ലിക്കേറ്റ്. റെപ്ലിക്ക എന്ന് നിങ്ങൾ കേട്ടില്ലേ? ദാറ്റ്സ് എ നൗൺ. റെപ്ലിക്ക ഓഫ് സംതിങ്, അതിന്റെ ഒരു മോഡൽ എന്നൊക്കെ നമ്മൾ പറയില്ല. ഇതിന്റെ ഒരു റെപ്ലിക്ക ആണ് ഇത് എന്ന് പറയില്ല. അത് നൗൺ ഫോർമുലേഷൻ. റെപ്ലിക്കേറ്റ് വേർബ് ഫോർമുലേഷൻ. ഓക്കെ, ക്ലിയർ ഐ ഗെസ്? യെസ്. ഹെവി ടാക്സസ്, ഹെഫ്റ്റി ടാക്സസ്, that's പറഞ്ഞ. A robust man can handle the situations easily. Yes. Robust action is needed for reducing water pollution. Yes. India has won its maiden trophy in 1983 World Cup. All right. Your vocab underpinning should be robust so that you crack any competitive exams easily. Yes, Prasida. Though it is their maiden branch in Kerala, they have a robust underpinning in many other states of India. Great. ലിങ്കന്റെ സ്പെല്ലിംഗ് ശ്രദ്ധിച്ചേ. ലിങ്കൻ ആണോ അതോ ലിങ്കൻ ആണോ? വിച്ച് ഷുക്ക്. ഒരു പ്രശ്നമുണ്ടേ. ലിങ്കൻ ഗേവ് എ മെയ്ഡൻ സ്പീച്ച് വിച്ച് ഷുക്ക്. ഷുക്കിന് ഈ ഇല്ല. ഷെയ്ക്കിന്റെ പാസ്റ്റൻസ് ആണ് ഷുക്ക്. അതിൽ ഈ ഇല്ല കേട്ടോ ശരത്തെ. ലിങ്കന്റെ സ്പെല്ലിംഗ് ആണെങ്കിൽ ലിങ്കൻ ആണ് ഉദ്ദേശിച്ചതെങ്കിൽ നമ്മുടെ ലിങ്കന്റെ സ്പെല്ലിംഗിൽ ഇതില്ല. കെ ഇല്ല. COLN ആണ് ലിങ്കൻ. LINCOLN ലിങ്കൻ. ഓക്കെ. ആൻഡ് അടുത്തത് have viability in coping with problems heft her to a position in the company. Great. All right. Viability. അപ്പോൾ അവള് ഹെഫ്റ്റ് ചെയ്തു എന്നല്ലേ? അപ്പോൾ എങ്ങനെ കൊടുക്കാം? അതുല്യ അതിനെ ഒന്നെങ്കിൽ ഹെഫ്റ്റഡ് എന്ന് കൊടുക്കുക, പാസ്റ്റൻസ് കൊടുക്കുക, അല്ലെങ്കിൽ ഹെഫ്സ് പ്രസന്റ് ടെൻസിൽ കൊടുക്കുക. കാര്യം സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വേർബും സിംഗുലർ ആയിരിക്കണം. വയബിലിറ്റി ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അപ്പോൾ സിംഗുലർ ആണ്, വേർബ് സിംഗുലർ ആയിരിക്കണം. ഹെഫ്സ് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ പാസ്റ്റൻസ് കൊടുക്കാം. പാസ്റ്റൻസ് സിംഗുലറും പ്ലൂറലിനും എല്ലാത്തിനും ഇത് തന്നെയല്ലേ? ED ഫോർമുലേഷൻ അല്ലെങ്കിൽ V2 അല്ലേ? അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. അനുഷ ശ്രദ്ധിക്കണേ. അല്ല അനുഷയല്ലോ, അതുല്യ. യെസ്, സോറി അനുഷ. റോബസ്റ്റ് ആക്ഷൻ ഓഫ് ദ ടെറസ് ഷോ. അവിടെ അനുഷയ്ക്ക് ഇത് ശ്രദ്ധിക്കണേ. റോബസ്റ്റ് ആക്ഷൻ ഓഫ് ദി ടെറസ്. റോബസ്റ്റ് ആക്ഷൻ, ആക്ഷൻ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. സിംഗുലർ സബ്ജക്റ്റാ. അപ്പൊ ഷോസ് കൊടുക്കാം അല്ലെങ്കിൽ ഷോഡ് കൊടുക്കാം. രണ്ടുപേരും ശ്രദ്ധിക്കണേ. അതുല്യ, അനുഷ. സിംഗുലർ ആയതുകൊണ്ട് സിംഗുലർ സബ്ജക്റ്റിന് സിംഗുലർ വേർബ്. ആദ്യത്തെ റൂൾ ഓഫ് കോൺകോർഡ്. ഷോസ് അല്ലെങ്കിൽ ഷോ ദാറ്റ് വി ഹാവ് ടു ഡീൽ വിത്ത് ദം ബൈ ബോൾസ്റ്ററിംഗ് ദ ബോർഡേഴ്സ്. കേട്ടോ. Though it was his maiden speech on stage, he delivered it beautifully. Yes, it was my maiden business. Yeah. ഇല്ല ഗൗതം, മെയ്ഡിന് വീട്ടുജോലിക്കാരി എന്നൊരു അർത്ഥമില്ല. അത് മെയ്ഡാണ് കേട്ടോ. അത് മെയ്ഡാ ഗൗതം, അത് മെയ്ഡാണ്. മെയ്ഡ് എന്ന് പറഞ്ഞാൽ വീട്ടുജോലിക്കാരി കേട്ടോ. നമ്മുടെ വീട്ടിൽ മെയ്ഡ് എന്ന് നമ്മൾ പറയില്ലേ? ഉണ്ട്, മെയ്ഡ്. ഷീസ് ദ മെയ്ഡ് എന്ന സെർവന്റ് എന്നർത്ഥം. മാറിപ്പോയത്, അത് തമ്മിൽ മാറിപ്പോയത് കേട്ടോ. അത് മാറിപ്പോരുത്, ഒന്ന് ശ്രദ്ധിച്ചാൽ. മെയ്ഡ് ഇസ് സെർവന്റ് ആൻഡ് അതായത് ഫീമെയിൽ സെർവന്റിനെയാണ് മെയ്ഡ് എന്ന് നമ്മൾ പറയാം കേട്ടോ. ഷീസ് മൈ മെയ്ഡ് എന്ന് പറയുമ്പോൾ ഇൻ ഓർഡർ ടു, അല്ലെങ്കിൽ ഞങ്ങളുടെ മെയ്ഡ് ആണെന്ന് പറയാം. ഇൻ ഓർഡർ ടു ബോൾസ്റ്റർ ഹിസ് അണ്ടർപിന്നിംഗ്, he checked the viability of his workers, whether they were able to cope with the situation as it was his maiden project. All right. Our nation should retain its precious heritage of our country. അങ്ങനെ വേണ്ട പാർവതി, അവിടെ ഓഫ് അവർ കൺട്രി വേണ്ട. എന്താണെന്നറിയോ? നോക്കിക്കേ. അവർ നേഷൻ ഷുഡ് റീറ്റെയിൻ ഇറ്റ്സ്, അതിന്റെ എന്ന് പറഞ്ഞു. പിന്നെ ഓഫ് അവർ കൺട്രി പറയുമ്പോൾ അത് സൂപ്പർഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആയി മാറും. ഓർക്കണേ. അവർ നേഷൻ ഷുഡ് റീറ്റെയിൻ ദ പ്രഷ്യസ് ഹെറിറ്റേജ് ഓഫ് ദ കൺട്രി, ഓഫ് അവർ കൺട്രി ആണെങ്കിൽ ഓക്കെ ആണ്. ഇല്ലെങ്കിൽ ഇതാ അല്ല കൊടുത്തേക്കുന്നത്. അപ്പൊ ഇറ്റ്സ് ആണ് കൊടുത്തെങ്കിൽ അതിൻ്റെ എന്ന്, പിന്നെ അതിൻ്റെ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഓഫ് അവർ കൺട്രി എന്ന് കൊടുക്കണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ കൊടുക്കാം. അവർ നേഷൻ ഷുഡ് റീറ്റെയിൻ ഇറ്റ്സ് പ്രഷ്യസ് ഹെറിറ്റേജ്. ഓക്കെ. യാ. ഇറ്റ് വാസ് ഹെർ മെയ്ഡൻ പ്രസന്റേഷൻ. ഷി ബോൾസ്റ്റേർഡ് ഇറ്റ് വിത്ത് റിച്ച് കണ്ടന്റ്സ്. യെസ്. മെയ്ഡൻ പ്രസന്റേഷൻ ഒരു കോമ ഇട്ട് കൊടുക്കുക. അപ്പോഴല്ലേ ഇത് വരിക പ്രവീണ. ഒരു അല്ലെങ്കിൽ ആൻഡ് ഇങ്ങനെ കൊടുക്കാം. ഇറ്റ് വാസ് എ മെയ്ഡൻ പ്രസന്റേഷൻ ആൻഡ് ഷീ bolstered it, അല്ലെങ്കിൽ it was a maiden presentation, comma, she bolstered it with rich contents. A king must capable to retain ആണോ ഗൗതം? a king must be capable. എവിടെ പോയി അവിടുത്തെ ബി ഫോർമുലേഷൻ? a king capable അല്ല, a king must be capable അല്ലേ? മസ്റ്റ് കഴിഞ്ഞിട്ട് ഒരു ബി ഫോർമുലേഷൻ വേണം, എന്നാലല്ലേ ബി ആക്ഷൻ വേർബുകളുടെ കൂടെ അല്ലോ, നമ്മുടെ സ്റ്റേറ്റീവ് വേർബുകളുടെ കൂടെ അല്ലേ അഡ്ജക്റ്റീവ് വരുന്നത്. പഠിച്ചല്ലേ നമ്മളിത്? ഒന്ന് റിവൈസ് ചെയ്ത് നോക്കിയേ. എ കിങ് മസ്റ്റ് ബി കേപ്പബിൾ ടു റീറ്റെയിൻ ദ പീസ്ഫുൾ ആൻഡ് ഹാർമണി എന്ന് പറയില്ല, പീസ് ആൻഡ് ഹാർമണി ഇൻ കൺട്രി.
പീസ്ഫുൾ അല്ല, പീസ്ഫുൾ അബ്ജക്റ്റീവ് ആയില്ലേ. പീസ് ആൻഡ് ഹാർമണി ഓഫ് കൺട്രി കേട്ടോ, ഇൻ കൺട്രി. ദ ഹോൾ ഫാമിലി വേർ, ദ ഹോൾ ഫാമിലി വേർ അല്ല കേട്ടോ ശരത്തെ, ഫാമിലി സിംഗുലറാ. ബിക്കോസ് എന്താ, അതൊരു കളക്റ്റീവ് നൗൺ അല്ലേ. ഫാമിലീസ് എന്ന് പറഞ്ഞ പ്ലൂറൽ ഫാമിലീസ്, ഒന്നിലധികം ഫാമിലി. ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ ഹോൾ ഫാമിലി എന്ന് പറഞ്ഞാൽ എൻറ്റയർ ഫാമിലി, ഒരു ഫാമിലിയാ. അപ്പോൾ ആ എൻറ്റയർ ഫാമിലി, ഒരു ഫാമിലി മുഴുവൻ എന്നാ. അപ്പോൾ വാസ് ആണ് കേട്ടോ. ദ ഹോൾ ഫാമിലി വാസ് അറസ്റ്റഡ് ഫോർ റിപ്ലിക്കേഷൻ ഓഫ് കറൻസി നോട്ട്സ്. കേട്ടോ ശരത്തെ, ശ്രദ്ധിക്കാം കേട്ടോ. ഫോറിൻ വേർഡ്സ് എസ് എയിൽ യൂസ് ചെയ്യാൻ പറ്റുമോ? ഫോറിൻ വേർഡ്സ് എസ് എയിൽ യൂസ് ചെയ്യാം അഞ്ജീഷ്. ഫോറിൻ വേർഡ്സ് ഒഫീഷ്യൽ വേർഡ്സ് തന്നെയാണ്, ഫോറിൻ വേർഡ്സ് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. ബട്ട് ഫ്രേസൽ വേർബ്സ് ഇഡിയംസ് ആണ് ഉപയോഗിക്കരുത് ഞാൻ പറഞ്ഞത് കേട്ടോ. ദ ടോക്ക് വിത്ത് ഹിം ഓൾവേസ് എൻഡ്സ് ടു എ ഫ്രേ. എൻഡ്സ് ടു എ ഫ്രേ അല്ല, എൻഡ്സ് ഇൻ എ ഫ്രേ കേട്ടോ. എൻഡ്സ് ഇൻ എ ഫ്രേ എന്തിൽ അവസാനിക്കുന്നു? എൻഡ്സ് ഇൻ എ ഫൈറ്റ്, എൻഡ്സ് ഇൻ എ ഫൈറ്റ് അല്ലേ, അങ്ങനെ നമ്മൾ പറയാം. സോ ഇൻ എ ഫ്രേ, ഡോണ്ട് സേ ടു എ ഫ്രേ, ഇൻ എ ഫ്രേ കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ, ഒരു ഇതിലോട്ട് കയറി, ഫൈറ്റിലോട്ട് കയറിയതാണെങ്കിൽ എൻറ്റർ ഇൻ ടു എ ഫ്രേ എന്നും പറയാം. ഇൻ എ ഫ്രേ എന്ന് പറഞ്ഞാൽ എൻഡ്സ് ഇൻ എ ഫ്രേ, ഇൻ എ ഫ്രേ, ഇൻ എ ഡിസ്പ്യൂട്ട്, ഇൻ എ ഫൈറ്റ് എന്നൊക്കെ പറയാം. സോ ഇൻ എ ഫ്രേ, ഇൻ എ ഡിസ്പ്യൂട്ട്, എൻറ്റർ ഇൻ ടു എ ഫൈറ്റ് എന്നും പറയാം അല്ലെ, എൻറ്റർ ഇൻ ടു എ ഫ്രേ പറയാം. അതുപോലെ തന്നെ എൻഡ്സ് ഇൻ എ ഫ്രേ, അതിൽ അവസാനിച്ചു, എൻഡ്സ് ഇൻ സംതിങ് എന്നാണ് നമ്മൾ പറയാം. ഡോണ്ട് സേ എൻഡ്സ് ടു സംതിങ് കേട്ടോ. സോ ഷീസ് കീപ്പിംഗ് എ ഡിസ്റ്റൻസ് വിത്ത് ഹിം. ഓൾ റൈറ്റ്. Rahul Tiwadia's underpinning price hefted to 9 crore for Delhi's auctioneers' tactics retained his value in high. All right. Yes, yes. വാല്യൂ ഇൻ ഹൈ എന്ന് പറയില്ല, വാല്യൂ ഹൈ പറഞ്ഞാൽ മതി കേട്ടോ. വാല്യൂ എന്ന് പറയുന്ന നൗണാ, അതിന് അബ്ജക്റ്റീവ് ആയിട്ട് ഹൈ കൊടുത്താൽ മതി. ഇൻ എന്ന് പറഞ്ഞ പ്രൊപ്പോസിഷനാ, പ്രൊപ്പോസിഷന് ശേഷം ഒബ്ജക്റ്റ് വരണം. ഇൻ ഹൈ പ്രൈസോ, ഇൻ ഹൈ എമൗണ്ടോ ഒക്കെ പറഞ്ഞാൽ കുഴപ്പമില്ല. ഇന്ന് കഴിഞ്ഞിട്ട് ഒരു നൗൺ നിർബന്ധമായിട്ടും വരണം. നൗണിലെ പ്രോനൗൺ ഇന്നെന്ന് പറഞ്ഞ ഉദ്ദേശം മനസ്സിലായി. പ്രൊപ്പോസിഷന് ശേഷം എപ്പോഴും ഒബ്ജക്റ്റ് വേണം, ഒബ്ജക്റ്റ് വന്നാൽ പോരാ. ഓക്കെ ഹരി. DNA replication is natural process and cell division. Yes. In budget, not exactly bubble with. In budget, not exactly double with. Budget, not exactly bubble with new and also replicate things in past. In the budget, things do not exactly bubble with new and that replicates things in past. അങ്ങനെ കൊടുക്കുക. ആ ഒരു ചെറിയൊരു വേരിയേഷൻ ഉണ്ട്, അത് മൊത്തം ഒരു ഗ്രാമാറ്റിക്കലി എററാണ്. സെയിൽസ്മാൻ ഹാസ് ടു റീറ്റെയിൻ ഹിസ് മാനേഴ്സ് ടുവേർഡ്സ് customers. Okay. Replicating his of artworks is punishable. All right. The fray between the siblings bolstered when the party was about to begin. Yeah. He made the underpinning of his maiden work robust and envisaging a better career. All right. Even though the COVID cases are rising, the government is trying to retain balance in economy. Yes. In order to retain his job, he works heavily. അവിടെ ഹെഫ്ലി എന്ന് പറഞ്ഞാൽ ലാർജ്ലി എന്നാണോ ഉദ്ദേശിക്കുന്നത്? ഹെവിലി. ഹെഫ്റ്റിക്ക് ഹെഫ്റ്റ്ലി എന്ന് പറയില്ല, ഹെഫ്റ്റ്ലി എന്ന് പറയില്ല, ഹെഫ്റ്റിലി എന്നാ പറയുക. അതിൻ്റെ അഡ്വേർബൽ എക്സ്പ്രഷൻ ഞാൻ ഒന്ന് പറയാവേ. ഹെഫ്റ്റിലി ആന്ന് തോന്നുന്നു അത്. അതിൻ്റെ അഡ്വേർബൽ എക്സ്പ്രഷൻ ഇല്ലേ, ഹെഫ്റ്റ് വരുമ്പോൾ ഹെഫ്റ്റിലി എന്ന് പറഞ്ഞ അഡ്വേർബ്. സ്പെല്ലിംഗ് ശ്രദ്ധിക്കണം. ഹെഫ്റ്റിലി, ഹെഫ്റ്റി അല്ല അഡ്ജക്റ്റീവ്, അപ്പം അതിൻ്റെ കൂടെ എൽ വൈട്ട് കൊടുക്കണം. ഹെഫ്റ്റിലി എന്ന് കൊടുക്കണം കേട്ടോ, അതാണ് അഡ്വേർബ്. സ്ട്രോങ്ലി എന്നുള്ള അർത്ഥമുണ്ട് ഹെഫ്റ്റിലിക്ക് കേട്ടോ. ഓക്കെ, ഇവിടം വരെ എത്തി ഞാൻ. ഓക്കെ, ആ സെന്റൻസ് എനിക്ക് പോയല്ലോ. I lost it. Yes. It has become hard to retain the positive attitude towards imminent HCA exam. All right. In last budget, Finance Minister Nirmala Sitharaman came up with many projects such as cryptocurrency that can bolster our country economy. Okay. Fray between China and USA was main topic of discussion in certain days. All right. As he feared that he would soon be exposed, he made robust evidence and created replicated copies to retain himself from further fray. All right. Replica of documents created a fray among family members. All right. Bolster your rapport. Subsequently, you can resolve the fray between you and your girlfriend. In short, you can retain your relationship. All right. Unless you retain your English communication with others, it becomes Greek and Latin to you. Very good. That's great sentence.
Youth should bolster their principles so that they will not sway towards wrong decisions in directions in their life. Yes, Justin, yes. We should retain our studies to get top rank in exams. All right. When I was in the hostel, I'm the mediator to solve the fray between Tina and Laya. All right. That's great. His thesis regarding Milton's Paradise Lost replicates the famous work in the internet. All right. First version of coronavirus replicates now as vaccination process holding up. As vaccination process is holding up. Keto, is Vana Hasina. The yellow metal investments got bolstered on safe haven appeal amid the lingering sinister situation in Ukraine. All right. The viability of room fresheners retains only for a few minutes. He retained a definite amount from his salary as savings. All right. In Quad meeting, ministers discussed to bolster the protection of Indo-Pacific region. Yes. The fray between states regarding water resources needs a permanent solution. India ought not to have frayed with other nations. അവിടെ പ്രശ്നമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ഫ്രേ എന്ന് അനുഷ ശ്രദ്ധിക്കണേ, ഫ്രേ എന്ന് പറയുന്ന ഡിസ്പ്യൂട്ട് എന്ന അല്ലെ ഫൈറ്റ് എന്നുള്ള വേർബിൽ ഉപയോഗിക്കില്ല. അത് അൺറാവൽ എന്നുള്ള യൂസേജിലാണ് ഉപയോഗിക്കുക. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഇതല്ലേ, ഇന്ത്യ ought not to have frayed with, fight with other nations അല്ലേ, ആ അർത്ഥമില്ല കേട്ടോ. ഫ്രേക്ക് വേർബിൽ ആ അർത്ഥമല്ല കേട്ടോ, മീനിങ് വ്യത്യാസമുണ്ടേ. വിഗ്രസ് സപ്പോർട്ട് ത്രൂ ബഡ്ജറ്റ് അലൊക്കേഷൻ ഇസ് ആൻ ഇമീഡിയറ്റ്. അവിടെ ഫൈറ്റ് എന്ന് തന്നെ കൊടുത്തോട്ടോ, ഫോർട്ട് വിത്ത് കൊടുത്താൽ മതി, ഫ്രൈഡ് വിത്ത് അല്ല ഫോർട്ട് വിത്ത് കൊടുക്കുക കേട്ടോ. വിഗ്രസ് സപ്പോർട്ട് ത്രൂ ബഡ്ജറ്റ് അലൊക്കേഷൻ ഇസ് ആൻ എക്സാമ്പിൾ ഇമീഡിയറ്റ് റിക്വയർമെന്റ് ടു ഇൻക്രീസ് AOI index of India. Many countries try to retain their financial stability in the wake of pandemic. Fray between Russia and Ukraine has had washed our Sensex locks globally. Yes, the fray between students retained until a robust comment. It's not command. Comment was given by the teacher. Command. It's not comment. Yes, command was given by the teacher to stop it. Yes. Noun formula ആണോ ഉദ്ദേശിച്ചത്? അനുഷ noun formula ആണ് ഉദ്ദേശിച്ചതെങ്കിൽ ഇത് തെറ്റല്ലേ? noun formula ആണ് ഹാവ് കഴിഞ്ഞിട്ട് എങ്ങനെയാ ഫ്രൈഡ് വിത്ത് വരിക? noun formulationൽ ED formulation അല്ല, ഫ്രേ എന്നല്ലേ ഉപയോഗിക്കുള്ളൂ കേട്ടോ. noun formula മാത്രമേ നമ്മൾ ഉപയോഗിക്കുള്ളൂ, അതൊന്ന് ശ്രദ്ധിക്കണേ, വെരി ഇമ്പോർട്ടൻറ്റ് കേട്ടോ. O2 വന്നാൽ V1 വരണ്ടേ? വരണം. ഹാവ് വന്നില്ലേ? O2 ഹാവ് വന്നില്ലേ? O2 കഴിഞ്ഞിട്ട് ഹാവ് വന്നില്ലേ? ഹാവ് V1 ആണ് കേട്ടോ കിഷോറെ, ഹാവ് V1 ആ. ഹാവ് ഫാമിലിയിൽ ഹാസിന്റെയും ഹാഡിന്റെ ഒക്കെ V1 ഫോർമുലേഷൻ അല്ലേ ഹാവ്, നമ്മൾ പഠിച്ചതല്ലേ. I always have a fray with my family regarding studies. Okay, all right. Some composers are replicating the music, which is not a good trend in the film industry. Yes, everyone saying that, everyone is saying that. Everyone singular അല്ലേ, അപ്പോൾ അവിടെ നമ്മുടെ മെയിൻ വേർബിന്റെ കൂടെ കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നെങ്കിൽ മെയിൻ വേർബിന്റെ കൂടെ ഓക്സിലറി വേർബ് വേണം. ഏത് ഓക്സിലറി വേർബ്? ബി ഫോർമുലേഷൻ. അപ്പോൾ പ്രസന്റ് ടെൻസ് ആണെങ്കിൽ ഈസ്, ആം, ആർ ഉപയോഗിക്കാം. വാസ് വേറെ പ്രസന്റ് ടെൻസിലാണ് ഉപയോഗിക്കാം. ഫ്യൂച്ചറിലോട്ട് വരുമ്പോൾ വിൽ ബി, ഷാൽ ബി വരും. അങ്ങനെ ഓർക്കണേ, ആശ മറക്കല്ലേ അത്. എവ്രി വൺ ഇസ് സെയിങ് ദാറ്റ് ഐ ആം ദ റിപ്ലിക്ക ഓഫ് മൈ എൽഡർ സിസ്റ്റർ. ഓക്കെ, അല്ലെങ്കിൽ എവ്രി വൺ ഇസ് സെയിങ് പറയണ്ടാവും, അല്ലെങ്കിൽ എവ്രി വൺ സെസ് എന്ന് പറഞ്ഞാലും കറക്റ്റ്. എവ്രി വൺ എല്ലാവരും പറയാറുണ്ട്. Okay, all right. Okay, Anisha, all right. Noted. The government should take strict actions to stop trade, which bolsters the militant activities in disputed areas. Yes. Moving on to next one, potent. Potent എന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾക്ക് അറിയായിരിക്കും, പവർഫുൾ. അഡ്ജക്റ്റീവ് ആണ്. സ്ട്രോങ്, വിഗറസ്, മൈറ്റി എന്നൊക്കെയാണ് അർത്ഥം. പൊട്ടന്റ് ആണ്. ഹിസ് പൊട്ടന്റ് എന്ന് പറഞ്ഞാൽ അയാൾക്ക് അത്ര പവർ ഉണ്ട് എന്ന് പറയും. ഹി ഹാസ് ദ പൊട്ടൻഷ്യൽ അല്ലേ. പൊട്ടൻഷ്യൽ നമ്മൾ പറയില്ലേ, പൊട്ടൻഷ്യൽ നൗൺ പറയില്ലേ, പൊട്ടൻഷ്യൽ. ഹി ഹാസ് എ പൊട്ടൻഷ്യൽ, എബിലിറ്റി, അതിനുള്ള സ്ട്രെങ്ത് ഉണ്ട്, അതിനുള്ള വിഗർ ഉണ്ട് എന്നൊക്കെ പറയില്ലേ, ദാറ്റ് പൊട്ടൻറ്റ്. അതിന്റെ അഡ്ജക്റ്റീവ് യൂസേജ് ആണ് പൊട്ടന്റ് എന്ന യൂസേജ്. പൊട്ടന്റ് ആണ് ഏബിൾ എന്നർത്ഥം, എബിലിറ്റി എന്നുള്ളതാണ് പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ. അപ്പോൾ പൊട്ടന്റ് എന്ന് പറഞ്ഞാൽ പവർഫുൾ, സ്ട്രോങ്, വിഗറസ്, മൈറ്റി എന്നൊക്കെയാണ് അർത്ഥം. നെക്സ്റ്റ് വൺ ഇസ് അലായ്. യു നോ അലായ്? അലായ് മീൻസ് പാർട്ട്ണർ അല്ലെങ്കിൽ കമ്പാനിയൻ എന്നാണ് അർത്ഥം. വേർബ് ഫോർമുലേഷൻ, നൗൺ ഫോർമുലേഷൻ അല്ലേ. വേർബിലോട്ട് വരുമ്പോൾ കമ്പൈൻ ചെയ്യുക, മേർജ് ചെയ്യുക, മാരി ചെയ്യുക എന്നൊക്കെ അർത്ഥം അലായ്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ഒരു മാസമായെന്ന് തോന്നുന്നത് പഠിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോൾ വീണ്ടും അടുത്ത ഇതിലോട്ട് വരുന്നത്. അടുത്തത് വൗച്ച്. വൗച്ച് ചെയ്യുക മീൻസ് അസേർട്ട് ചെയ്യുക. ഐ വൗച്ച് എന്ന് പറഞ്ഞാൽ ഐ അസേർട്ട്, ഐ ക്ലെയിം, ഐ കൺഫേം, വെരിഫൈ, അഫേം. അസേർട്ട് ചെയ്യുക, സ്ട്രോങ് ആയിട്ട് നമ്മളൊരു കാര്യത്തെ ഉറപ്പിച്ച് പറയുന്നതിനെയാണ് വൗച്ച് ചെയ്യുക മീൻസ്. വൗച്ച് ചെയ്യുക, അസേർട്ട് ചെയ്യുക, ക്ലെയിം ചെയ്യുക, കൺഫേം ചെയ്യുക, വെരിഫൈ ചെയ്യുക അല്ലെങ്കിൽ അഫേം ചെയ്യുക എന്നാണ് വൗച്ച് എന്ന വാക്കിന്റെ അർത്ഥം. മറക്കണ്ട കേട്ടോ. അടുത്താണ് റൂത്ത്ലെസ്. ഇറ്റ് വാസ് റൂത്ത്ലെസ് മർഡർ. ഇറ്റ് വാസ് റൂത്ത്ലെസ് ടു ഡു ദാറ്റ് ടു ഹിം. അങ്ങനെ ഒരിക്കലും ചെയ്യരുത് അവനെ പോലെ ഒരാളോട്. ഇറ്റ്സ് റൂത്ത്ലെസ് എന്ന് പറഞ്ഞാൽ മേഴ്സിലെസ്, ഒരു നിഷ്കരുണം എന്നൊക്കെ പറയില്ലേ. പിറ്റ്ലെസ്,
ക്രൂവൽ അല്ലെങ്കിൽ ഹാർട്ട്ലെസ്, അതിനാണ് റൂത്ത്ലെസ് എന്ന് പറയാം. ഓർത്തനെ. ഓക്കെ, അടുത്ത് ബോണഫിഡേ. ബോണഫിഡേ അറിയായിരിക്കുമല്ലോ. ബോണഫിഡേ ഞാൻ ഒരുപാട് തവണ നിങ്ങളെ പരിചയപ്പെടുത്തിയുള്ള ഇറ്റ്സ് എ ഫ്രഞ്ച് വേർഡ്. ഫ്രഞ്ച് വേർഡാണ്. ഫ്രഞ്ച് ആണ് ആള്, നമ്മുടെ ആളല്ല. ഫ്രഞ്ച് വേർഡാണ് ബോണഫിഡേ. ബോണഫിഡേ മീൻസ്, കാരണം നിങ്ങൾക്കറിയാലോ ബോണ വെച്ചിട്ട് ഇന്നലെ പഠിച്ചില്ലേ ബോനോമി അല്ലേ, നമ്മൾ പറഞ്ഞേ ബൊനോമി എന്ന് പറഞ്ഞു, ബൊനാമി പറഞ്ഞു. ബൊനാമി എന്ന് പറഞ്ഞാൽ ഗുഡ് ഫ്രണ്ട് എന്ന് പറഞ്ഞു, റിയൽ ഫ്രണ്ട്, ഗുഡ് ഫ്രണ്ട് എന്ന ബൊനാമി അല്ലേ. ഇന്നലെ ഞാൻ പറഞ്ഞു ബൊനോമി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് ഫ്രണ്ട്ലിനെസ് എന്നാണ് നമ്മൾ പറഞ്ഞു ഇന്നലെ. പിന്നെ നിങ്ങൾക്കറിയാം ബോണഫിഡേ എന്ന് പറഞ്ഞാൽ ബോൺ വോയാഷ്. ബോൺ വോയാഷ് എന്ന് പറഞ്ഞാൽ ഹാവ് എ വണ്ടർഫുൾ ജേർണി, കേട്ടിട്ടില്ലേ? അതൊക്കെ ഫ്രഞ്ചാണ്. അപ്പോൾ ബോൺ വെച്ചിട്ട് വന്ന ഓർത്തോ അത് ഫ്രഞ്ചാണ്. അത് നമ്മുടെ ഫോറിൻ വേർഡ്സിൽ പെടുന്നതാണ്, ഫോറിൻ ഫ്രേസിൽ പെടുന്നതാണ് എന്ന് ഓർത്തണം. ബോണഫിഡേ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ അഡ്ജക്റ്റീവ് യൂസേജ് ആണ്. ബോണഫിഡേ മീൻസ് ബോൺ എന്ന വാക്കിൻ്റെ അർത്ഥം ഗുഡ് എന്നാണ് കേട്ടോ. ഇതാണ് റൂട്ട്. ബോൺ എന്ന വാക്കിന് റൂട്ടുണ്ട്, ഗുഡ് എന്നാണ്. ഹാവ് എ ഗുഡ് ജേർണി എന്നാണ് അർത്ഥം. അപ്പോൾ ഇവരുടെ ബോണ എന്ന് പറഞ്ഞാൽ ഗുഡ് എന്നാണ് റൂട്ട് വേർഡാണ്, ഒന്ന് ഓർത്ത് വെച്ചോണേ. ഗുഡ് എന്നാണ് റൂട്ട് വേർഡ്. പിന്നെ ബോണഫിഡേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജെന്വിൻ ആണ്, റിയൽ ആണ്, ഒത്തന്റിക് ആണ്, അല്ലെങ്കിൽ ട്രൂ, ആക്ച്വൽ എന്നൊക്കെയാണ്. ഒത്തന്റിക് ആണെന്നൊക്കെ പറയില്ല, അതാണ് ബോണഫിഡേ എന്ന് പറയാം. ബോണഫിഡേ നമ്മൾ ലീഗൽ ടേമിൽ അഡ്വേർബ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. ലീഗൽ ടേമിൽ അഡ്വേർബ് ആയിട്ട് ബോണഫിഡേ ഉപയോഗിക്കണം. അഡ്വേർബ് ആയിട്ട്, ഇത് അഡ്ജക്റ്റീവ് ആണ് കേട്ടോ. ബോണഫിഡേ ഡോക്യുമെന്റ്സ് എന്നൊക്കെ പറയും. ഓക്കെ, ഇനി അടുത്തത്, ഇനി ബോണഫിഡേയുടെ ഓപ്പോസിറ്റ് ഉണ്ട് മാലഫിഡേ. മാലഫിഡേ മാലഫിഡേ എന്ന് പറയുന്നത് ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ. ഇതിന്റെ ഓപ്പോസിറ്റ് ആണ്. സോ മാൽ എന്ന വാക്കിന്റെ അർത്ഥം ഓർത്തോണേ. മാൽ എന്ന വാക്കിന്റെ അർത്ഥം ഒരു നെഗറ്റീവ് മീനിങ് ആണ്. മാൽ ന്യൂട്രീഷൻ, മാൽ പ്രാക്ടീസ് എപ്പോഴും ഞാൻ പറയാറുള്ളത് ഇറ്റ്സ് എ നെഗറ്റീവ് മീനിങ്. അപ്പോൾ ആ നെഗറ്റീവ് കൊണോട്ടേഷൻ ഉള്ള ഒരു വാക്കാണെന്നുള്ള കാര്യം ഒന്ന് മറന്നുകൊണ്ട് മാലഫിഡേ, മാൽ ന്യൂട്രീഷൻ എന്നൊക്കെ നമ്മൾ മാൽ പ്രാക്ടീസ് ഒക്കെ പറയില്ല, അതാണ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ബോണഫിഡേ ഗുഡ് എന്നാണ്, ഫ്രഞ്ച് വേർഡാണ്, അത് മറക്കരുത് കേട്ടോ, വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. ഓക്കെ, യെസ്. യുവർ ടീം വൺ ദ ഗെയിം ബിക്കോസ് യു ആൻഡ് യുവർ people bolstered themselves. Great. There is a fray among the siblings regarding the property. Okay, one replica of the document should be retained by you. All right. അലിയുണ്ട്, അലിയുണ്ട്, അത് വേറെ മീനിങ് ആണ് കേട്ടോ. ഓക്കെ, ഓൾ റൈറ്റ്, അത് വേറെ. ഓൾ റൈറ്റ്, അതൊന്ന് ആലോചിച്ച് നോക്കുക കേട്ടോ. ബോണഫിഡേ, മാലഫിഡേ, യെസ്, ആ ഓപ്പോസിറ്റ് മറന്നുകൊണ്ട് കേട്ടോ. പ്രൈമ ഫേഷ്യലി ഇറ്റ് അപ്പിയേഴ്സ് ലൈക്ക് എ പിറ്റിലെസ് ഹോമിസൈഡ്. ഗ്രേറ്റ്. മെലഡി, മെലഡി വാക്കുകൾ ഓർത്ത് നോക്കുക. അലിയുണ്ട്, അലിയുടെ മീനിങ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക, മലയാളത്തിലൊരു വാക്ക് അതിന് കൃത്യമായിട്ട് പറയുമല്ലോ. നമ്മൾ നാരോ ഒരു ഏരിയ ഇല്ലേ നമ്മുടെ, എന്താ പറയുക, പാസേജ്, അതാണ് അലി. മാറിപ്പോരുത്, ഈ അലിയും ആ അലിയും മാറിപ്പോരുത്. ദിസ് ഇസ് അലി അബൌട്ട് ഹീസ് ടോക്കിംഗ് അബൌട്ട്. ഇവിടെ നമ്മുടെ അലി എന്ന് പറയുന്നത് ഈ അലിയാണ്. കിഷോർ ചോദിച്ച അലി ഇതാണ്. അലി നൗൺ ആണ് കേട്ടോ. ആ അലി നൗൺ ആണ്, നൗൺ തന്നെയാണ്. അലി മീൻസ് പാസേജ്, ഒരു നാരോ പാസേജ് ആണ്, അതിനെയാണ് നമ്മൾ അലി എന്ന് പറയാം കേട്ടോ. പാസേജ് ആണ് എന്ന് പറയാം, ചെറിയ ഒരു ഇതിലൂടെ ഒരു നാരോ പാസേജ്, അതിനെയാണ് നമ്മൾ അലി എന്ന് പറയാം കേട്ടോ. പാസേജ് എന്നുള്ളതാണ്. പാത്ത്, പാസേജ്, ലൈൻ എന്നൊക്കെ വേണമെങ്കിൽ അതിന് പറഞ്ഞു. പക്ഷേ ഈ അലി എന്ന് പറഞ്ഞാൽ അലായി. ഇത് അലി, ഇത് അലി, ദിസ് ഇസ് അലായി. അലായി കേട്ടോ, ഇത് അലായി എന്നുള്ള വാക്കാണ്. അലായി എന്ന വാക്ക് പാർട്ട്ണർ എന്ന് പറയും കേട്ടോ. അലായി നമ്മൾ അലയൻസ് എന്ന് പറയില്ലേ, നമ്മൾ അലയൻസ് പറയില്ലേ, ദാറ്റ് ഇസ് അലായി കേട്ടോ. ഇത് അലായി, ഇത് ആലി. ആലി അലയൻസ്, സോറി, അലയൻസിലെ അലിയാണ്, അലയൻസ് ആണ് കേട്ടോ. ഇതാണ് നമ്മളെ അലയൻസിലോട്ട് കൊണ്ടുപോകുന്നത്. നമ്മളൊരു അലയൻസ്, ഒരു രണ്ട് കൺട്രീസുമായിട്ട്, രണ്ട് സ്റ്റേറ്റ്സുമായിട്ട് അലയൻസ് ഉണ്ട്, കണക്ഷൻ ഉണ്ടെന്ന് പറയില്ലേ, ദാറ്റ്സ് അലയൻസ്. ആ വാക്കാണ് ഈ അലയുമായിട്ട് കൂട്ടിച്ചേർന്നത്. കമ്പാനിയൻഷിപ്പ് അല്ലേ നമ്മൾ പറയില്ലേ, അലയൻസ്, ദാറ്റ്സ് ഇറ്റ്. ക്ലിയർ ഐ ഗസ്? സോ ലെറ്റ്സ് മൂവ്. അപ്പോൾ നെക്സ്റ്റ് വൺ ഇസ് അണ്ടർപിന്നിങ് ഓഫ് മൈ സക്സസ് ഇസ് ബോൾസ്റ്റർ. ഈസ് ബോൾസ്റ്റർ ആണോ ആശ? ഈസ് ബോൾസ്റ്റേർഡ് അല്ലേ, ബോൾസ്റ്റേർഡ്. ഈസ് കഴിഞ്ഞിട്ടുണ്ട് V3 ഫോർമുലേഷൻ കൊടുത്തോ, ഓർ യു കെൻ യൂസ് V4 ING ഫോം, അല്ലാതെ യു കെ നോട്ട് യൂസ് V1 വിത്ത് ദം അല്ലേ. അണ്ടർപിന്നിങ് ഓഫ് മൈ സക്സസ് ഇസ് ബോൾസ്റ്റേർഡ് ഫ്രം ദ പ്രോബ്ലംസ് ഐ ഹാഡ് ഫേസ്ഡ്. ഇറ്റ് ഈസ് റൂത്ത്ലെസ് ടു സേ ദാറ്റ് ദ ഫിനാൻസ് മിനിസ്റ്റർ വൗച്ച് അല്ല, ഇറ്റ് ഈസ് റൂത്ത്ലെസ് ടു സേ ദാറ്റ് ദ ഫിനാൻസ് മിനിസ്റ്റർ വൗച്ചസ്. ഒന്നെങ്കിൽ ഫിനാൻസ് മിനിസ്റ്റർ സിംഗുലർ, അതിൻ്റെ കൂടെ സിംഗുലർ വേർബ് കൊടുക്കണം, ഫസ്റ്റ് റൂൾ ഓഫ് കോൺകോർഡ്. അല്ലെങ്കിൽ യു കെൻ യൂസ് പാസ്റ്റ് ടെൻസ്, സിംഗുലറിനും പ്ലൂറലിനും പാസ്റ്റ് ടെൻസ് ആകുമ്പോൾ നോ പ്രോബ്ലം, V2 കൊടുത്തോ. ഫിനാൻസ് മിനിസ്റ്റർ വൗച്ച് അഗൈൻസ്റ്റ് ഗവൺമെന്റ് ഇൻ ദ കോർട്ട്, അങ്ങനെ കൊടുക്കാം കേട്ടോ. ശരത്. പോലീസ് അതോറിറ്റീസ് വൗച്ച് ദാറ്റ് റാം ആൻഡ് ഹിസ് അലൈ ആർ
behind the crimes. Okay. Air India allied with Tata Airlines after 65 years. Great. നമ്മളത് ഡിസ്കസ് ചെയ്തായിരുന്നു. I'm watching that a potent ally is the base of success of an enterprise. Prices അല്ല, of an enterprises അല്ല. ഞാൻ ഇന്നലെയും പറഞ്ഞു, പ്രവീണ ശ്രദ്ധിക്കണേ, എ അല്ലെങ്കിൽ ആൻ എന്നുള്ളത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്, ശ്രദ്ധിക്കണേ, എ അല്ലെങ്കിൽ ആൻ, both are articles അല്ലെ, both are articles, indefinite articles ആണ്. You can use it with singular countable noun. സിംഗുലർ ആയ കൗണ്ടബിൾ നൗണിന്റെ കൂടെ മാത്രമേ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. യു കനോട്ട് യൂസ് ഇറ്റ് വിത്ത് പ്ലൂറൽ നൗൺ. എയും ആനും പ്ലൂറലിന്റെ കൂടെ ഉപയോഗിക്കില്ല, ബിക്കോസ് ഇറ്റ് ഇസ് ഒന്ന്, ഒരു എന്നാണ് അർത്ഥം. ആൻഡ് കൗണ്ടബിൾ ആയിരിക്കണം. അൺകൗണ്ടബിളിന്റെ കൂടെ ഉപയോഗിക്കുമ്പോൾ എ അഡ്വൈസ്, എ ഇൻഫർമേഷൻ, ആ ഫേർണിച്ചർ ഒന്നും പറയാൻ പാടില്ല. അൺകൗണ്ടബിളിന്റെ കൂടെ ഉപയോഗിക്കാൻ പറ്റില്ല. സോ കൗണ്ടബിൾ ആയിരിക്കണം. ആൻഡ് ഇറ്റ് മസ്റ്റ് ബി എ നൗൺ. ആർട്ടിക്കിളിന് ശേഷം ഒരു നൗൺ നിർബന്ധമായിട്ട് വന്നിരിക്കണം. സോ സിംഗുലർ കൗണ്ടബിൾ നൗണിന്റെ കൂടെ മാത്രമേ എ ആൻ ഉപയോഗിക്കുള്ളൂ. ദാറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, മറക്കാതെ ഓർത്ത് വെച്ചോളൂ കേട്ടോ. ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് കേട്ടോ. അപ്പോൾ എ എന്റർപ്രൈസസ് പറയില്ല, എ എന്റർപ്രൈസസ് പറയില്ല, എ അല്ലെങ്കിൽ ആൻ എന്റർപ്രൈസസ് പറയില്ല, അതിനെന്ത് വേണം, എന്റർപ്രൈസ് എന്ന് കൊടുക്കുക. ബട്ട് യു ആർ നോട്ട് ദാറ്റ്. ഓക്കെ. ഷീ ഈസ് good ally for me in studies. Great. Russia vowed that it would attack Ukraine unless US and its allies would hold back. Great. He was an one പറയില്ല വീണ. He was an എന്ന് പറഞ്ഞ പിന്നെ ആ വണ്ണിന്റെ ആവശ്യമില്ലല്ലോ, അപ്പൊ ആനും കട്ട് ചെയ്തു. He was one of the ally in my business. One of the ally അല്ല, one of the allies. One of the കഴിഞ്ഞിട്ടേ, remember when you use one of the, എപ്പോഴും ഉപയോഗിക്കുന്നത് പ്ലൂറൽ ആയിരിക്കണം കേട്ടോ. വൺ ഓഫ് ദ, വൺ ഓഫ് മൈ എന്നൊക്കെ നമ്മൾ ഉപയോഗിക്കില്ലേ. വൺ ഓഫ് ദ കഴിഞ്ഞിട്ട് എപ്പോഴും പറയേണ്ടത് പ്ലൂറൽ നൗൺ ആയിരിക്കണം. വെരി ഇമ്പോർട്ടൻറ്റ്. വൺ ഓഫ് മൈ ഫ്രണ്ട്സ്, വൺ ഓഫ് ദ അലൈസ് ഒക്കെ പറയണം കേട്ടോ. സോ he was one of the allies in my business. കേട്ടോ വീണ. Ram is my ally and he is potent and bona fide in his character. All right. She dare not to ഫൈറ്റ് അല്ല, ഷി ഡെയർ നോട്ട് ഫൈറ്റ് വിത്ത് ഹർ അലൈ കേട്ടോ. അനുഷ ഇപ്പം ഉപയോഗിച്ചിരിക്കുന്ന ഡെയർ എന്താ, മോഡൽ ഓക്സിലറിയാ. കാരണം എന്താ, ഡെയർ നോട്ട് നെഗറ്റീവിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡെയർ എപ്പോഴും എന്തായിരിക്കണം, മോഡൽ ഓക്സിലറി ആണ്. അപ്പോൾ ഡെയർ നോട്ട് കഴിഞ്ഞിട്ട് ടു ഇൻഫിനിറ്റീവ് ഉപയോഗിക്കുന്നത്, ടു ഫൈറ്റ് യൂസ് ചെയ്യരുത്, ഡെയർ ഫൈറ്റ് അല്ലെ, ഡെയർ നോട്ട് ഫൈറ്റ്. ഷി ഡെയർ നോട്ട് ഫൈറ്റ് വിത്ത് ഹർ അലൈ ബിക്കോസ് ഷി ഡസന്റ് നോ ഹൗ പൊട്ടന്റ് ഷി ഈസ് കേട്ടോ. ഷി ഡെയർ നോട്ട്, ഡെയർ എന്ന വാക്കും നീഡ് എന്ന വാക്കും അതുപോലെ മറന്നു പോരുത്. ഡെയർ ആൻഡ് നീഡ് വളരെ കെയർഫുൾ ആയിട്ട് ഉപയോഗിക്കേണ്ട വാക്കുകളാണ്. നീഡിനും ഡെയറിനും ഒരേ യൂസേജ് ആണ്. അവ നെഗറ്റീവിൽ നമ്മൾ ഉപയോഗിക്കണം, നെഗറ്റീവിന്റെ കൂടെ. അതായത് നോട്ട് എന്ന യൂസേജിൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഓൾവേസ് യൂസ്ഡ് എസ് എ മോഡൽ. അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ മോഡലായിട്ട് നമ്മൾ ഉപയോഗിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഈ ടു ഇൻഫിനിറ്റ് ഉപയോഗിക്കാം. മെയിൻ വേർബ് ആയിട്ടാണ് വരുന്നതെങ്കിൽ അതിൻ്റെ കൂടെ നമുക്ക് ഇത് മോഡലായിട്ട്, അപ്പോൾ നെഗറ്റീവ് ഇതിൽ ഉപയോഗിക്കുന്ന മോഡലായിട്ടാണ്. മോഡലിന് ശേഷം വരേണ്ടത് V1 ആണ്. അല്ലാത്തപ്പോൾ നമ്മൾ മെയിൻ വേർബ് ആയിട്ട് ഉപയോഗിക്കുന്നെങ്കിൽ ടു ഇൻഫിനിറ്റ് കറക്റ്റ് ആണ് കേട്ടോ. മനുഷ്യ ഓർക്കണേ, അതൊന്ന് റിവൈസ് ചെയ്യുക. എല്ലാവരും നമ്മൾ പഠിച്ചതാണ്, ഒന്ന് റിവൈസ് ചെയ്യുക മോഡൽസിന്റെ. വി ഷുഡ് വാച്ച് ബിഫോർ വി സബ്മിറ്റ് അവർ അപ്ലിക്കേഷൻ. ഓക്കെ. I feel very happy when I talk to a bona fide person, but it's very difficult to find such a person nowadays. Yes, Justin. He's potent enough to watch the conversation with officials. Great. The ruthless behavior of his ally made Rohan to think whether the relationship is bona fide or not. Great. Here comes our common ally. ശരത്തെ അവിടെ അലൈ നോക്കിയേ. ഈ അലി സ്പെല്ലിംഗ് മാറിപ്പോയി നോക്കിക്കേ. അലിക്ക് ALE, അലിക്ക് ALLEY ആണ്. ശരത്ത് ഉദ്ദേശിച്ചത് അലൈ ആണ്. അലൈക്ക് ഇ ഇല്ല, അലൈ ALLY കേട്ടോ. ശരത്തെ സ്പെല്ലിംഗ് നോക്കിയേ. സ്പെല്ലിംഗ് മാറിയപ്പോൾ കംപ്ലീറ്റ് മീനിങ്ങും മാറി. വെറും ഒരു സ്പെല്ലിംഗ് ആണ്, ബട്ട് കംപ്ലീറ്റ് മീനിങ് മാറി. അങ്ങനെ ഒരു വേർഡ് ഉണ്ട്, പണിവാളിയില്ലേ. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോണേ. ഇറ്റ് കംസ് ലൈക്ക് ഹോമോണിം ആയിട്ട് ഡിഫറെന്റ് സ്പെല്ലിംഗ് ആയിട്ടുള്ള രണ്ട് വാക്കുകൾ വന്നേക്കാണ് കേട്ടോ. ശ്രദ്ധിക്കാം. ഓക്കെ. യെസ്. ഔറംഗസേബ് ദ ലാസ്റ്റ് എംപയർ അല്ല. ഔറംഗസീബ് ഇസ് നോട്ട് എൻ എംപയർ. ഔറംഗസീബ് ഇസ് എൻ എംപറർ. മാറിപ്പോരുത്. എംപയർ എന്ന് പറഞ്ഞാൽ രാജ്യം അല്ലെ. എംപയർ എന്ന് പറഞ്ഞാൽ സാമ്രാജ്യം. എംപയർ സാമ്രാജ്യം. എംപററോ എന്താ? എംപറർ ആണ് ആ ഭരണകർത്താവ് അല്ലെ, എംപറർ. ഡോണ്ട് സേ ഔറംഗസീബ് ഇസ് എൻ എംപയർ. ഹി ഈസ് എൻ എംപറർ കേട്ടോ. ഔറംഗസീബ് ദ ലാസ്റ്റ് എംപറർ in Mughal dynasty as a ruthless person. A bona fide friend does not show ruthless behavior. NATO is one of the potent forces which is a great opponent for Russia. All right. The government's readiness to implement 5G was vouched by finance minister's declaration on the spectrum auction. Yes, you would won the case because of bona fide
up to you. Bonafide up to you ഇല്ല. Bonafide എന്ത്? Bonafide documents, bonafide evidence എന്താണല്ലേ? Bonafide is an adjective formulation, noun അല്ല കേട്ടോ. അപ്പോൾ ഓഫ് എന്ന് പറയുമ്പോൾ എന്താ ശരത്തെ? ഓഫ് ഇസ് എ പ്രിപ്പോസിഷൻ. പ്രിപ്പോസിന് ശേഷം ഒരു ഒബ്ജക്റ്റ് വേണം, നൗണോ പ്രൊനൗണോ അല്ലെങ്കിൽ അല്ലേ ജെറണ്ടോ ഒക്കെ ഉപയോഗിക്കാം. അപ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ബോണഫിഡെ ഇസ് ആൻ അഡ്ജക്റ്റീവ്. ആ അഡ്ജക്റ്റീവിന്റെ കൂടെ ഒരു നൗൺ കൊടുത്ത് ബോണഫിഡെ എവിഡൻസ് കൊടുത്തു. അപ്പോൾ കറക്റ്റാണ്. ഷി മേക്സ് ഹിം ആസ് ഹെർ അലൈ ആസ് ഹി ഈസ് എ ബോണഫിഡെ. ഹീസ് എ ബോണഫിഡെ എന്ത്? ഓക്കെ, ഹീസ് എ ബോണഫിഡെ പേഴ്സൺ ആൻഡ് നോട്ട് റൂത്ത്ലെസ്. അങ്ങനെ കൊടുക്കുക. ഹീസ് എ ബോണഫിഡെ കഴിഞ്ഞിട്ട് നൗൺ വേണം. ബോണഫിഡെ പേഴ്സൺ കേട്ടോ, അതില്ല. ഹീസ് എ ബോണഫിഡെ പേഴ്സൺ ആൻഡ് നോട്ട് റൂത്ത്ലെസ് കേട്ടോ, അങ്ങനെ കൊടുത്തു. സ്റ്റുഡൻസ് ആർ ബോണഫിഡെ ഇൻ ദർ പ്രോജക്ട് വർക്ക്സ്. ഓക്കെ, ഐ വൗച്ച്. അവിടെ എഴുത്ത് എന്നുള്ള രീതിയിൽ വരുന്നതുകൊണ്ടാണ് വർക്ക്സ് വരെ, ഇല്ലെങ്കിൽ വർക്ക് ഇസ് എൻ അൺകൗണ്ടബിൾ നൗൺ കേട്ടോ, അത് മറക്കരുത്. കൃതി അങ്ങനെയുള്ള രീതിയിൽ വരുന്നതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, in COP26 meeting, Prime Minister vouches that our country will reach net zero carbon emission in 2070. Yes. UPCM vouch fake ruthless allegations amongst Kerala, West Bengal and some other states. Yes. Yogi, alle. All right. Yes. In order to sign sworn statement, one must be bona fide. Yes. The terrorists acted ruthlessly with people to show how potent they are. Her ruthless nature made me avoid her as my ally in business. Okay, very good. Albeit everyone regarded him as potent and ruthless, from whom one cannot ally with views, while a few asserted his bona fide side, that he was the only one who always hefted his voice for the needed. Great. All his remarks regarding contemporary issues sounds ruthless, which actually creates a lot of Kishore, which actually creates ഈസും പിന്നെ ഈസ് ബി ഫോമുലേഷൻ അല്ലേ. ബി ഫോമുലേഷനിലൂടെ ഒന്നെങ്കിൽ ING അല്ലെങ്കിൽ നമ്മുടെ ED ഫോമുലേഷൻ ഉപയോഗിക്കുള്ളൂ. അപ്പോൾ ഈസ് കഴിഞ്ഞിട്ട് ഈസ് ആക്ച്വലി ക്രിയേറ്റഡ് എന്ന് വന്നാലും അത് പാസീവ് ഫോമിലോട്ട് വരണം. അപ്പോൾ അത് ക്രിയേറ്റഡ് അവിടെ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് കൊടുക്കണം? ഈസ് ആക്ച്വലി ക്രിയേറ്റിംഗ് എ ഡൗട്ട് കൊടുത്തു. അല്ലെങ്കിൽ ഇങ്ങനെ കൊടുക്കാം, വിച്ച് ആക്ച്വലി ക്രിയേറ്റ്സ് എ ഡൗട്ട്. which actually രണ്ട് രീതിയിൽ എഴുതാം. which actually creates a doubt or which is actually creating a doubt whether he is bona fide or not. കേട്ടോ, ചുവരോട് ശ്രദ്ധിക്കണേ. always watch a potent and bona fide ally to work with. All right, that's it. She dares to say, അത് correct Anusha, very good. She dares to say how ruthless her friend is. Yes, we are grateful for ma'am's bona fide passion in the job. Oh, thank you. The date of exam is vouched, confirmed. പറയാം, കറക്റ്റ് ആണ്. പറയാം സന്ദീപ്, കറക്റ്റ് ആണ്. കൺഫേം എന്നല്ല അർത്ഥമല്ലേ. സോ വൗച്ച് എന്ന് പറഞ്ഞാൽ കൺഫേംഡ് ആണ്. ഇസ് ഫോർ വൗച്ച്ഡ്, റൈറ്റ്. ഐ വൗച്ച് ദിസ് ഫോർ ദ ബോണഫിഡ് ഗവൺമെന്റ് പർപ്പസ്. ഓൾ റൈറ്റ്. ഹർ റൂത്ത്ലെസ് ബിഹേവിയർ is destroy Alasha is destroying the relationship of her ally. Is destroy Allah is destroying ING form. ഞാൻ നേരത്തെ പറഞ്ഞു നിർത്തിയുള്ളത് അല്ലേ. Your ruthless politics more potent than that of my father's. Your ruthless politics is നിന്റെ പൊളിറ്റിക്സ് അല്ലേ. അപ്പോൾ അവിടെ വരുമ്പോൾ എന്ത് വരും? ആറ് കൊടുക്കണം. ഈസ് വരില്ല. പൊളിറ്റിക്സ് എന്ന സബ്ജക്റ്റ് ആണ്, ഈസാണ്. പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ നിന്റെ ഐഡിയോളജി, പൊളിറ്റിക്കൽ ചിന്താഗതികൾ എന്നാണ്. അപ്പോൾ എന്ത് വരണം? യുവർ റൂത്ത്ലെസ് പൊളിറ്റിക്സ് ആർ മോർ പൊട്ടന്റ് ദാൻ ദാറ്റ് ഓഫ് മൈ ഫാദേഴ്സ്. നിന്റെ പൊളിറ്റിക്കൽ ചിന്താഗതി വളരെ റൂത്ത്ലെസ് ആണ് അല്ലേ. അപ്പോൾ എന്ത് കൊടുക്കുക? ശരത്തെ അവിടുത്തെ വേർബ് കൊടുക്കുക ആർ. യുവർ റൂത്ത്ലെസ് പൊളിറ്റിക്സ് ആർ മോർ പൊട്ടന്റ്, powerful than my fathers. Today these bona fide friends are bury the hash. bury the hash എന്ന് പറയില്ല. bury the hash എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അത് bury the hash ഉപയോഗിക്കാം, പക്ഷെ ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. അതിന്റെ യൂസ് കറക്റ്റ് അല്ല കേട്ടോ. ഡീം, അടുത്ത വാക്ക് ഡീം. ഡീം മീൻസ് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഡീം എന്ന് പറഞ്ഞാൽ കൺസിഡർ ചെയ്യുക, റിഗാർഡ് ചെയ്യുക, ജഡ്ജ് ചെയ്യുക, കൗണ്ട് ചെയ്യുക. കൗണ്ട് സംതിങ് അല്ലെ, റേറ്റ് സംതിങ്, അതാണ് ഡീം എന്ന വാക്കിന്റെ അർത്ഥം. നെക്സ്റ്റ് വൺ ഇസ് വേർബാണ്, ഓർത്തോണം. ആംപ്ലി, നമ്മൾ ആംപിൾ എന്ന വാക്ക് പറഞ്ഞിട്ടുണ്ട്. ആംപിൾ അല്ലെ, ആംപിൾ എന്ന വാക്ക് ഞാൻ പറഞ്ഞ് നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള. ആംപിൾ എന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവ് ഫോമുലേഷൻ ആണ്, അതിന്റെ അഡ്വേർബാണ് ആംപ്ലി. ആംപിൾ മീൻസ് ഇനഫ്, പ്ലെന്റി, ഫുൾ, സഫിഷ്യന്റ് എന്നൊക്കെ പറയും, അഡിക്വേറ്റ് അല്ലെ ആംപിൾ. അപ്പോൾ ആംപ്ലി എന്ന് പറഞ്ഞാൽ ഇനഫ്. ഇനഫ് എന്ന് പറയുന്ന അഡ്ജക്റ്റീവ് ആണ്, അഡ്വേർബും ആണ്. അതുകൊണ്ട് രണ്ട് രീതിയിൽ ഉപയോഗിക്കാം നമുക്ക്. പിന്നെ പ്ലെന്റിഫുള്ളി അഡ്വേർബ്, ഫുള്ളി അഡ്വേർബ്, സഫിഷ്യന്റ്ലി അഡ്വേർബ്. ഓക്കെ, വേറൊരു ആംപിൾ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ പറയുന്നു ആംപിൾ. റിമെമ്പർ, ഈ ആംപിൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ആംപിൾ. ഈ ആംപിൾ ഓർക്കുന്നുണ്ടോ? ആംപിൾ ഓർക്കുന്ന എത്ര പേര് ഓർക്കുന്നുണ്ടോ നോക്കി. നമ്മൾ എഡിറ്റോറിയൽ സെഷൻ ഡിസ്കസ് ചെയ്താണ്, മാറിപ്പോകുന്ന വാക്കാണ് അല്ലെ. ആംപിൾ ആൻഡ് ആംപിൾ എന്താണ് വ്യത്യാസം ഒന്ന് പറയാവോ? ആര് പറയും നോക്കട്ടെ.
Yeah. Today, these bona fide friends are buried. Hashe barila to. Adha njan paranjallo. For the upliftment of company, we need bona fide and potent employees. I'm confident that my allies are potent into the businesses we do together. Okay. She has a ruthless attitude with my pets. Okay. മുസിന കറക്റ്റ് ആണ്. പറഞ്ഞേ, ആരെങ്കിലും പറഞ്ഞേ എന്താണ് ആംപിൾ ആംപിളിന്റെ വ്യത്യാസം? ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് പാർട്ടിസാൻ. നൗൺ ആയിട്ടും ഉപയോഗിക്കാം, അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാക്കാണ് പാർട്ടിസാൻ. പാർട്ടിസാൻ എന്ന് പറഞ്ഞാൽ സപ്പോർട്ടർ, ഫോളോവർ എന്നൊക്കെ പറയും നൗൺ ആയിട്ട് വരുമ്പോൾ. അഡ്ജക്റ്റീവ് ആയിട്ട് വരുമ്പോൾ അതിന്റെ മീനിങ് മാറി കേട്ടോ. അഡ്ജക്റ്റീവ് ആയിട്ട് വരുമ്പോൾ അതിന്റെ മീനിങ് മാറി. എന്താ അഡ്ജക്റ്റീവ് ആയിട്ട് വരുമ്പോൾ അതിന്റെ മീനിങ് ബയസ്ഡ് ആണ്, പാർഷ്യൽ ആണ്, പ്രജുഡിസ്ഡ് ആണ്. അത് എന്താണ് സബ്ജക്റ്റീവ് ആണ്. മനസ്സിലായോ? സബ്ജക്റ്റീവ്, അതായത് ഒരു കാര്യത്തോട് മാത്രം ഒരു ചേരിത്തിരിവുണ്ടോ നമുക്ക് എങ്കിൽ സബ്ജക്റ്റീവ് ആണോ, നമ്മൾ പാർഷ്യൽ ആണോ എങ്കിൽ നമുക്ക് ഒബ്ജക്റ്റീവ് ആണെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ മൾട്ടിപ്പിൾ പെർസ്പെക്റ്റീവിലൂടെ നമ്മൾ ചിന്തിക്കും. സബ്ജക്റ്റീവ് എന്ന ഒരു വശം മാത്രം ചിന്തിക്കുന്നതിനാണ് നമ്മൾ സബ്ജക്റ്റീവ് എന്ന് പറയുക. അല്ലെങ്കിൽ പാർഷ്യൽ, ഒരു ഭാഗത്തോട് മാത്രം നമുക്കൊരു ചേരിതിരിവില്ലേ, ബയസ്ഡ്, പ്രജുഡിസ്ഡ് ആണ്, അതിനെ പാർട്ടിസാൻ എന്ന് പറയും. അത് പാർട്ടിസാൻ അപ്രോച്ച്, പാർട്ടിസാൻ ബിഹേവിയർ എന്നൊക്കെ പറഞ്ഞാൽ. പാർട്ടിസാൻ എന്ന നൗണിൽ ഉപയോഗിക്കുവാണെങ്കിൽ അത് സപ്പോർട്ടർ, ഫോളോവർ എന്നാണ് അർത്ഥം. അത് മറന്നു പോകരുത് കേട്ടോ. ഓക്കെ, യെസ്. ഓക്കെ, യെസ്, ക്ലിയർ? യാ, വെരി ഗുഡ്. ഉലാത്ത അല്ലെ, ആംബിളി എന്ന് പറഞ്ഞാൽ സ്ട്രോൾ അല്ലെ, സ്ട്രോൾ ചെയ്യുക, അതായത് നടക്കുക, ചുമ്മാ ഇങ്ങനെ ഉലാത്ത, വാക്ക് അല്ലെ, സ്ട്രോൾ അല്ലെ വാക്ക് എന്നാണ് നമ്മുടെ ആംബിൾ എന്ന വാക്കിന്റെ അർത്ഥം അല്ലെ. നൗണായിട്ടും വേർബായിട്ടും ആംബിൾ നമുക്ക് ഉപയോഗിക്കാം. നൗണായിട്ടും വേർബായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാക്കാണ് അത്. യാ, ഇറ്റ്സ് നോട്ട് ലവ്. ഓക്കെ, ഇറ്റ്സ് നോട്ട് ലവ്. യാ, ക്ലിയർ? യാ, ഇല്ല, ആംപിൾ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയില്ല. അത് ഈ ആംപിൾ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് അല്ല, ആംപിൾ ഓപ്പർച്യൂണിറ്റീസ് എന്നാ പറയുന്നത്. ആംപിൾ ഓഫ് പറയില്ല, അഡ്ജക്റ്റീവ് അല്ലേ, അതിന് ആംപിൾ ഓഫ് എന്ന് പറയില്ല കിഷോറെ. ആംപിൾ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയും, ആംപിൾ. ഓക്കെ, യാ, യെസ്, ക്ലിയർ ഐ ഗെസ്. അപ്പൊ എല്ലാവരും പറഞ്ഞു. He got his PhD from deemed university in humanity. That's why his behavior is ruthless. All right. Ruthless intention of China made the whole world affected and suffered badly. All right. The nascent entrepreneur confidently presented the project and showed how potent it was. Right. Right. Great. He consider me as his friend. He consider me alla. He considers me. He is a singular subject. Singular subject is singular verb ആണ്. കോൺകോണിന്റെ ഫസ്റ്റ് റൂൾ ആണ്, മറക്കരുത് കേട്ടോ. I am deemed to be an assistant professor in the deemed University of Kerala. All right. Sonder. Yes. Sonder blue wings. You remember that. Very good. അതൊക്കെ നമ്മൾ ആംബിളിന് പറഞ്ഞ വാക്കാണ് അല്ലേ. ആംബിളിന് നമ്മൾ പറഞ്ഞ വാക്കാണ്. അപ്പോൾ ഈ പറയുന്ന വാക്ക് മറക്കണ്ട കേട്ടോ. ആംബിൾ എന്ന വാക്ക് മറക്കേണ്ട. ഒരുപാട് തവണ നമുക്ക് തെറ്റ് വരാനുള്ളതാണ്. ഓക്കെ, ചാൻസ് ഒന്ന് ഓർക്കുക. ആംപിൾ ആൻഡ് ആംപിൾ മാറിപ്പോരുത് കേട്ടോ. പെട്ടെന്ന് ആംപിൾ കാണുമ്പോഴേ ആംപിൾ മിസ് പഠിപ്പിച്ചോ ഇനഫാന്ന് വിചാരിക്കരുത്. ബി ആണെങ്കിൽ അതിന്റെ മീനിങ് നടത്തമെന്ന, ബി നടത്തവും. പി ആണെങ്കിൽ അതിന് ഇനഫ്, ധാരാളം, പ്ലെന്റി. പി പ്ലെന്റി വെച്ച് കണക്ട് ചെയ്യാം. പി പ്ലെന്റി, ബി നടത്തം. ഓക്കെ, ഓർത്ത് വെച്ചോ കേട്ടോ. ബി എന്നുള്ളത് നോക്കണ്ട, പി നോക്കിക്കോ. പി വെച്ചിട്ട് നിങ്ങൾ കണ്ടത്. പി ആണെങ്കിൽ അതിന്റെ അർത്ഥം പ്ലെന്റി ആണ്. അങ്ങനെ ഒരു അർത്ഥത്തിൽ പഠിച്ചു നോക്കുക, ഇല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂസ് ആവൂലേ. അതുകൊണ്ട് അടുത്താണ് ആർബിറ്റർ. ആർബിറ്റർ എന്ന് പറഞ്ഞാൽ നൗണായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ്. അത് അഡ്ജൂഡിക്കേറ്റർ, അതായത് തമ്മിൽ മീഡിയേറ്റ് ചെയ്യുന്ന ഒരാൾ, ജഡ്ജ് ചെയ്യുന്ന ഒരാൾ, നടുക്ക് ഒരു കാര്യം പ്രശ്നത്തിന് ഇടയ്ക്ക് ജഡ്ജ് ചെയ്യില്ലേ, ആർബിറ്റർ. എന്ന് പറഞ്ഞാൽ അഡ്ജൂഡിക്കേറ്റർ, ആർബിട്രേറ്റർ എന്ന് പറയും. അല്ലെങ്കിൽ ജഡ്ജ്, മീഡിയേറ്റർ, അമ്പയർ, റഫറി എന്നൊക്കെ പറയില്ലേ, ആർബിറ്റർ. അടുത്ത വാക്ക് ബിറേറ്റ് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. റിബ്യൂക്ക് ചെയ്യുക, അതായത് ക്രിട്ടിസൈസ്, വളരെ ഇതായിട്ട് നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുന്ന പറയില്ല. ബിറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ക്രിട്ടിസൈസ് ചെയ്യുക, റിപ്രിമാൻഡ് ചെയ്യുക, റിപ്രോച്ച് ചെയ്യുക. റിപ്രിമാൻഡ് ആൻഡ് റിപ്രോച്ച് വളരെ ഹൈലി ഒഫീഷ്യലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ് കേട്ടോ. റിപ്രിമാൻഡ് ലോ റിലേറ്റഡ് ആയിട്ടൊക്കെ നമ്മൾ പറയാറുണ്ട്, റിപ്രോച്ച്, റിപ്രിമാൻഡ് എന്നൊക്കെ. അപ്പോൾ ബിറേറ്റ് എന്ന വാക്കിനകത്ത് റിബ്യൂക്ക് ഓർ ക്രിട്ടിസൈസ് എന്ന വാക്ക്, അല്ലെങ്കിൽ റിപ്രിമാൻഡ്, റിപ്രോച്ച് എന്ന വാക്ക് മറന്നുകൊണ്ട് കേട്ടോ. യെസ്. വെൻ ഷി ഗെറ്റ് ആംപ്ലി ഫീഡിങ് ദെൻ ഷീസ് പ്ലീസ്. ആംപ്ലി സ്പീഡിങ് അല്ല, ആംപിൾ എന്ന് പറയുന്നത് ആണ് അഡ്ജക്റ്റീവ്. ആംപിൾ ഫീഡിങ് എന്ന് കൊടുക്കും കേട്ടോ. വെൻ ഷി ഗെറ്റ് അല്ല, വെൻ ഷി ഗെറ്റ്സ്, കിട്ടുമ്പോൾ. വെൻ ഷി ഗെറ്റ്, ഷീ സിംഗുലർ അല്ലേ, അപ്പോൾ സിംഗുലർ വേർബ് കൊടുക്കുക. വെൻ ഷി ഗെറ്റ്സ് ആംപിൾ ഫീഡിങ്, ആവശ്യത്തിന് ഫീഡിങ് കിട്ടുമ്പോൾ ഷീ സ്ലീപ്സ് വെൽ കേട്ടോ. കൊച്ചിനെ പറ്റിയല്ലേ പറയുന്നത്, അപ്പോൾ അങ്ങനെ പറയണം. വെൻ ഷി ഗെറ്റ്സ് ആംപിൾ, PLE അഡ്ജക്റ്റീവ് അവിടെ കേട്ടോ. ഫീഡിങ് നൗൺ ആയിട്ടാണ് ഉപയോഗിച്ചേക്കുന്നത്, അപ്പോൾ അതിനെന്ത് കൊടുക്കണം, ആംപിൾ ഫീഡിങ് കൊടുക്കുക. ആംപ്ലി ഫീഡിങ് അല്ല, ആംപിൾ ഫീഡിങ്. അല്ലെങ്കിൽ ഇങ്ങനെ കൊടുത്താലും മതി മുഹ്സിന. ഇനി അതിനെ മാറ്റം, അഡ്വേർബായിട്ട് മുഹ്സിനയ്ക്ക് ഉപയോഗിക്കണോ? വെൻ ഷീ ഈസ് ഫെഡ്, അവർക്ക് കൊടുത്തിട്ടുണ്ട് അല്ലേ. വെൻ ഷീ ഈസ് ഫെഡ് വേർബായിട്ട് കൊടുക്കും. വെൻ ഷീ ഈസ് ഫെഡ് ആംപ്ലി, ഷീ സ്ലീപ്സ് വെൽ. ഓക്കെ, വെൻ ഷീ ഈസ് ഫെഡ് ആംപ്ലി ഷീ സ്ലീപ്സ് വെൽ. ഓക്കെ,
Our officer has a partisan behavior, so some of our colleagues cannot deem her as a superior officer. All right. Virat Kohli has got a partisan of fans in social media. അവിടെ ഉദ്ദേശിച്ച പാർട്ടിസാൻ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് എന്താ? സപ്പോർട്ടർ ഓഫ് ഫാൻസോ, ഫോളോവർ ഓഫ് ഫാൻസ് എന്ന് പറയോ? ഇല്ല, ഇങ്ങനെ കൊടുത്താൽ മതി. വിരാട് കോഹ്ലി ഹാസ് ഗോട്ട് എ ലോട്ട് ഓഫ് പാർട്ടിസാൻസ് ഇൻ സോഷ്യൽ മീഡിയ. അവിടെ ഫോളോവേഴ്സ് പിന്നെ എടുത്ത് പറയണ്ട കേട്ടോ നീതു. വിരാട് കോഹ്ലി ഹാസ് ഗോട്ട് എ ലോട്ട് ഓഫ് ഫോളോവേഴ്സ് അല്ലെങ്കിൽ മെനി പാർട്ടിസാൻസ് കൊടുത്തു. കറക്റ്റാ? ഓക്കെ. ഇറ്റ് വാസ് ഷോക്കിംഗ് വെൻ ഹിസ് ഹിസ്റ്ററി ആംപ്ലിഫൈഡ് മീ. ഓ, അത് വേറെ ആംപ്ലിഫയർ. ഓക്കെ. റൈറ്റ്. യാ, ആർബിട്രേറ്റർ രണ്ട് കറക്റ്റ് ദേവമയ. അതെ, ആർബിട്രേറ്റർ അത് എഴുത്തരാലോ. ഡൗട്ട് വരുന്ന കാര്യം ചോദിച്ചാൽ അപ്പോൾ പറഞ്ഞു, അതൊരു പ്രശ്നമില്ല. അത് രണ്ടും അത് തന്നെ. ആർബിട്രേറ്റർ എന്ന് പറഞ്ഞാലും ഈ അർത്ഥം തന്നെ കേട്ടോ. ആർബിറ്റർ ഒക്കെ ഒരേ മീനിങ് ആണ്. Ambassadors act as arbitrators between two countries. Yes, if you need to deem your own actions, then you will not be ample to face off. You will not be ample. You will not be enough എന്ന് പറയോ? You will not be able to face struggles in your. You will not be enough. Something will not be enough. Okay. Meaningful, grammatically correct. Meaningfully ആലോചിക്കുക. You will not be enough. നീ മാത്രം പോരാ. ഓ, അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, കറക്റ്റാ. Voters should use it correct ആണ് അനുഷ. Voters should deem political graph of candidates before voting. Okay. Ashoka loved to be a partisan of Christianity. Okay. The partisans of Buddhism lead a simple life. Yes. ഗവർണറിന്റെ സ്പെല്ലിംഗ് NER അല്ല, ഗവർണർ OR ആണ്. GOVERNOR. സൗമ്യ berates Chief Minister for legal appointment of kins of politicians in the university. Yeah. Honorable High Court berated the behavior of police towards street vendors. All right. The number of persons who are a partisan. Number of persons who are partisans, who are followers, alle, who are followers of Gandhi's way of politics has diminished to few. Angane. Okay. Correct. The number of persons എന്ന് പറയുമ്പോൾ സിംഗുലർ ആണ്. പക്ഷേ അതിന് ശേഷം വരുന്നത് ദ നമ്പർ ഓഫ് പേഴ്സൺസ് ശേഷം വരുന്നതും നമ്മളെല്ലാം ഈ പറയുന്ന സിംഗുലർ ആയിട്ട് ഉപയോഗിക്കുന്ന ഈ ഫ്രേസൽ വെർബുകളുടെ കൂടെ ഫ്രേസസിന്റെ കൂടെ ഉപയോഗിക്കുന്നതിന് ശേഷം ഒരു ക്ലോസ് ആ വരുന്നതെങ്കിൽ എന്ത് വരണം? അവിടെ പ്ലൂറിൽ വരണം. അപ്പൊ കറക്റ്റ്. അത് ദ നമ്പർ ഓഫ് പേഴ്സൺ ഹു ആർ കറക്റ്റ്. അപ്പൊ ദ നമ്പർ ഓഫ് പേഴ്സൺസ് ഹു ആർ എ പാർട്ടിസാൻ എന്ന് പറയില്ല. ദ നമ്പർ ഓഫ് പേഴ്സൺ ഹു ആർ പാർട്ടിസാൻസ് എന്ന് കൊടുക്കാം കേട്ടോ. അങ്ങനെ കൊടുക്കണം. ദ നമ്പർ ഓഫ് പേഴ്സൺസ് ഹു ആർ ദ നമ്പർ എന്നല്ലാതെ കൊടുക്കുമ്പോൾ ഓർക്കണം സിംഗുലർ. ദ നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പറിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ദ നമ്പർ ഓഫ് പേഴ്സൺസ് ഹു ആർ എ പാർട്ടിസാൻ അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹു ആർ കഴിഞ്ഞിട്ട് പിന്നെ അത് കൊടുത്തേക്കുന്നത് എന്താ? ഹു ആർ പാർട്ടിസാൻസ് ഓഫ് ഗാന്ധീസ് വേ ഓഫ് പൊളിറ്റിക്സ് ഹാസ് ഡിമിനിഷ്ഡ് ടു ഫ്യൂ. ഓക്കെ. ദെൻ ഷീ ഗോട്ട് ആംപിൾ കോൺഫിഡൻസ്. ആംപ്ലി കോൺഫിഡൻസ് അല്ല, ഷീ goes at amply confidence അല്ല ഗൗതം, അതൊന്ന് മാറ്റണം. ഷീ ഗോട്ട് കോൺഫിഡൻസ് ആംപ്ലി വെൻ ഷീ സോ ഹർ ബോയ്ഫ്രണ്ട് ആസ് ഇന്റർവ്യൂവർ. കോൺഫിഡൻസ് ഇനഫ് അഡ്ജക്റ്റീവിന് ശേഷമാണ് അഡ്വേർബ് വരേണ്ടത്. ഇങ്ങനത്തെ ഉള്ള അഡ്വേർബ് ഡിഗ്രി അഡ്വേർബ് വരുമ്പോൾ ഷീ ഗോട്ട് കോൺഫിഡൻസ് ഇനഫ് വെൻ ഷീ എന്നുള്ള കൊടുക്കും. ഓക്കെ. Deeming her partisan behavior, the arbiter berated her. Okay. Okay. Our mother is arbiter between us. Okay. Ward member is working as arbiter in his ward for solving the dispute. To solve ആണെങ്കിൽ ഓക്കെ ആണ് കേട്ടോ. To infinitive ആണെങ്കിൽ to solve കറക്റ്റ് ആണ് ആശ. അല്ലെങ്കിൽ for solving, for is preposition ശേഷം gerund വരാം അല്ലെ. For solving disputes among the people. Nascent kids interested in cricket needs amply coaching. Needs ample coaching. ആംപ്ലി കോച്ചിങ് അല്ല, ആംപ്ലി ഇസ് അഡ്വേർബ് കേട്ടോ. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ആംപ്ലി അഡ്വേർബ് അല്ല നീതു. ഇവിടെ നീതു ഉദ്ദേശിക്കുന്നത് കോച്ചിങ്, ആവശ്യത്തിന് കോച്ചിങ് വേണം. അപ്പൊ എന്ത് കൊടുക്കണം? ആംപിൾ കോച്ചിങ്. അഡ്വേർബ് ആയിട്ട് ഉപയോഗിക്കരുത്, അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുക. ടു uplift that in that spot. The adjudicator berated the officer for her partisanry എന്ന് പറയില്ല സുവർണ. പാർട്ടിസാൻ അഡ്ജക്റ്റീവ് പാർട്ടിസാൻ തന്നെയാ. പാർട്ടിസാൻ എന്നുള്ളതാണ് അഡ്ജക്റ്റീവ്. പാർട്ടിസാൻ അപ്രോച്ച് റിഗാർഡിംഗ് ദി കേസ്. കൃഷിക്കാരെ ആരതി അത് പാർട്ടിസാൻ അല്ല, അത് ആർട്ടിസാനാണ്. അത് ആർട്ടിസാൻ എന്ന് നമ്മൾ പറയാം കേട്ടോ. ഒരു സെക്കൻഡ്, ഞാനേ അതൊന്ന് ക്ലിയർ ആക്കട്ടെ. ഞാനത് ഓർക്കുന്നുണ്ട്. കൃഷിക്കാരെ നമ്മൾ
പാർട്ടിസാൻ നല്ല വിളിക്കാറ്. അതൊന്ന് ശരിക്കും ഒന്ന് ശ്രദ്ധിച്ച് പറയാം. ആർട്ടിസാൻ എന്നാ അതിന് അവർ പറയാറ്. എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് എങ്ങാണ്ടാ പറയുന്നത്. പാർട്ടിസാൻ എന്നല്ല, ആർട്ടിസാൻ എന്നാ പറയാം. വർക്കറിനെ അല്ലേ? അത് ആർട്ടിസാനാ. വർക്കേഴ്സിനെ ഉദ്ദേശിക്കുന്നത് അല്ലേ? വർക്കേഴ്സിനെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വർക്കേഴ്സിനെ ഉപയോഗിച്ച് ആർട്ടിസാനാണ് കേട്ടോ. മറക്കരുതേ, പാർട്ടിസാൻ അല്ല, ആർട്ടിസാനാണ്. മാറിപ്പോരുത് കേട്ടോ. ചെറിയ ഇത് മതി, നമുക്ക് പെട്ടെന്ന് മാറുവേ, അതുകൊണ്ടാണ്. ഒന്ന് ഓർത്ത് വെച്ചോ അത്. എവിടെ എത്തി? He was berated for the wrong calibration. Okay. World Bank has played a vital role as arbiter in dispute between India and Pakistan in Indus Valley policy. Her husband amply partisan. അവിടെ എന്താ പാർട്ടിസൻ വേർബ് അല്ല. അപ്പൊ അവിടെ പാർട്ടിസൻ എന്ന് കൊടുക്കില്ല. സപ്പോർട്ടഡ് ഹെർ ആണോ? അവിടെ വേർബ് അല്ല പാർവതി, ഇറ്റ്സ് നോട്ട് എ വേർബ്. പാർട്ടിസൻ വേർബ് അല്ല. അപ്പൊ ഫോളോവ്ഡ് അല്ലെ സപ്പോർട്ടഡ് കൊടുത്തു. ആംപ്ലി സപ്പോർട്ടഡ് ഹെർ. അപ്പോൾ ആംപ്ലി സപ്പോർട്ടഡ് ഹെർ അല്ല. ഹർ ഹസ്ബൻഡ് supported her amply even when she was berated by others. Okay, even when she was berated by others. കേട്ടോ, India cannot let any other country to be India cannot let എന്ന് പറയുന്ന വേർബിന് ശേഷം ഒരിക്കലും ടു ഇൻഫിനിറ്റ് വരാൻ പാടില്ല. India cannot let any other country be the arbitrator for the issue of Kashmir. ലെറ്റിന് ശേഷം ശ്രദ്ധിക്കണേ, ലെറ്റ് എന്ന വേർബിന് ശേഷം ഒരിക്കലും ടു ഇൻഫിനിറ്റ് വരത്തില്ല. ലെറ്റ് സംബഡി വിൻ ദ ഇലക്ഷൻ. ലെറ്റ് സംബഡി ടു വിൻ അല്ല. ലെറ്റ് സംബഡി ടു ഗോ അല്ല. ലെറ്റ് സംബഡി ഗോ. ലെറ്റ് സംബഡി വിൻ. ലെറ്റ് സംബഡി പാർട്ടിസിപ്പേറ്റ്. ലെറ്റ് സംബഡി കോമ്പീറ്റ്. ലെറ്റ് സംബഡി ടീച്ച്. ലെറ്റ് സംബഡി സ്റ്റഡി. ഓക്കെ, ക്ലിയർ ഐ ഗെസ്? കേട്ടോ കിഷോറെ? ദ സപ്ലൈ ഓഫ് ഗുഡ്സ് വാസ് ആംപിൾ ഫോർ ദി landless for the day. Okay, landless ഒറ്റ വാക്കല്ലേ? landless ഒറ്റ വാക്ക് കേട്ടോ. He submitted the work before the board of directors in ample confidence. That's great. All right. ആവശ്യത്തിന് കോൺഫിഡൻസ്. യെസ്. Mothers have the right to berate her children for their wrong actions. No. berate എന്ന് പറഞ്ഞാൽ അത് നെഗറ്റീവ് മീനിങ്ങാ. ബിറേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നില്ല, ക്രിട്ടിസൈസ് എന്ന് പറയില്ലേ, അമ്മ സ്കോൾഡ് എന്ന് പറയില്ലേ, പക്ഷെ വളരെ മോശമായിട്ട് സ്കോൾഡ് ചെയ്തത്. സ്കോൾഡ് എന്നൊരു അർത്ഥമുണ്ട് ഇതിന്, പക്ഷെ ഇത് നെഗറ്റീവ് സെൻസാ. അപ്പൊ പേരൻസ് ഒരിക്കലും കുട്ടികളെ ഇങ്ങനെ ബിറേറ്റ് ചെയ്യരുത്. ബിറേറ്റ് മീൻസ് എക്സസീവ് സ്കോൾഡിംഗ് ആണ്, വളരെ മോശമായ രീതിയിൽ സ്കോൾഡ് ചെയ്യാന്ന് പറയാം. അപ്പോൾ ബിറേറ്റ് ഇസ് എ നെഗറ്റീവ് വേർഡ്. ഒരിക്കലും ബിറേറ്റ് ചെയ്യുക, റേറ്റ് കുറയ്ക്കുക എന്നാണ് അർത്ഥം. നമ്മൾ ഒരാളുടെ റേറ്റ് അവരെന്താ നെഗറ്റീവായിട്ട് റേറ്റ് ചെയ്യുക എന്നാണ് ബിറേറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം. സോ ഒരിക്കലും അത് ഉപയോഗിക്കരുത് കേട്ടോ. പേരൻസിന് മദേഴ്സിന് അങ്ങനെ ഉണ്ടെന്ന് പറയരുത് കേട്ടോ. മനുഷ്യ മനസ്സിലായോ? ബിറേറ്റ് ഇസ് എ നെഗറ്റീവ് വേർഡ്, സോ യു കനോട്ട് യൂസ് ദാറ്റ് ഇൻ ദാറ്റ് സെൻസ്. ഡോണ്ട് ബി എൻ ആർബിട്രർ ഇൻ അവർ റൈറ്റ്. ഓക്കെ, വാട്ട് ഡസ് ഇറ്റ് മീൻസ്? വാട്ട് ഡസ് ഇറ്റ് മീൻസ് അല്ല, വാട്ട് ഡസ് ഇറ്റ് മീൻ ഡീംഡ് യൂണിവേഴ്സിറ്റി. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എന്താണ് ഡീംഡ് യൂണിവേഴ്സിറ്റി എന്ന് മീൻ ചെയ്ത്? വാട്ട് ഡസ് ഡീംഡ് യൂണിവേഴ്സിറ്റി മീൻ എന്ന്. വാട്ട് ഡസ് ഡീംഡ് യൂണിവേഴ്സിറ്റി മീൻ അങ്ങനെ വേണം ചോദ്യം ചോദിക്കാൻ കേട്ടോ. എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ വാട്ട് ഡസ് ഡീംഡ് യൂണിവേഴ്സിറ്റി മീൻ. ഡീംഡ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ റെക്കഗ്നിഷൻ കിട്ടിയ, കൺസിഡറേഷൻ കിട്ടിയ, റിഗാർഡ് കിട്ടിയ, അതിനെ ജഡ്ജ് ചെയ്തിപ്പെട്ടു. ഓക്കെ, ഡീം ചെയ്തു, അതിന് ഇത് കിട്ടിയിട്ടുണ്ട്, ക്രെഡിറ്റ് കിട്ടി, അക്രെഡിറ്റഡ് ആണെങ്കിൽ അത് ഡീംഡ് യൂണിവേഴ്സിറ്റി കേട്ടോ. അതാണ് ഡീംഡ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. കൺസിഡർ ചെയ്തേക്കുന്നതാണ്, നമ്മൾ കൺസിഡേർഡ് ആണ്. അതിന് ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് കൺസിഡറേഷൻ, അണ്ടർ കൺസിഡറേഷനിൽ പൊക്കോണ്ടിരിക്കുകയാണ്. എന്താണ്, നമ്മൾ ചില യൂണിവേഴ്സിറ്റികൾക്ക് ഇപ്പം MG യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ അത് ഡീംഡ് യൂണിവേഴ്സിറ്റി അല്ല. ഇൻ ദ സെൻസ് കൺസിഡറേഷൻ കിട്ടാൻ വേണ്ടി അങ്ങനെ എന്തോ ഒരു അർത്ഥമുണ്ട് അതിന്. ചെറിയ എന്തോ വ്യത്യാസമുണ്ട്, കറക്റ്റായിട്ട് ഞാൻ പറയുന്നില്ല. എന്തോ കൺസിഡറേഷൻ കിട്ടാണ്ട്, എന്തോ റേറ്റിംഗ് റിലേറ്റഡ് കാര്യമാണ് ഡീംഡ് യൂണിവേഴ്സിറ്റി കേട്ടോ. ദ പേഴ്സൺ, അത് നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം. ദ പേഴ്സൺ ഹു വാസ് ഡീംഡ് ടു ബി ആർബിട്രർ ഓഫ് ദ ഇഷ്യൂ വാസ് മർഡേർഡ്. ഓക്കെ, യെസ്. പാർട്ടിസാൻ എന്ന വാക്ക് പെസൻസ്, ശരിയാ. വർക്കേഴ്സ് എന്താണ്, ലാൻഡിൽ വർക്ക് ചെയ്യുന്നവരാണ് പെസൻസ് എന്ന് നമ്മൾ പറയും. പെസൻസ് പറയും, അല്ലെ പെസൻട്രി എന്നൊക്കെ പറയും. അത് പാർട്ടിസാൻ അല്ല. കറക്റ്റ് ആണ്. താങ്ക് യു പ്രവീണ പറഞ്ഞതിന്. അത് പെസൻസ് ആണ്, പെസൻട്രി എന്നൊക്കെ പറയുന്നത് കേട്ടോ. അല്ലാതെ സ്കിൽ വർക്കേഴ്സിന് ആർട്ടിസാൻ നമ്മൾ പറയാറ് കേട്ടോ. The arbiter pointed out ample information that one must not be a partisan while they deal with the customers, for it might result in beatification. People are berated police alla. People berate police people are berated by police. Police people are berated ചെയ്തുണ്ടെന്ന് പറയാണ്. ഓക്കെ, people are berated by police. People are always അവിടെ ഇടണം മെയിൻ വേർബിന് മുമ്പ്. People are always berated by police. അല്ലെങ്കിൽ ഇങ്ങനെ കൊടുക്കാം, people always berate police. പോലീസിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നു എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. ഇതൊന്ന് ഓർത്ത് വെച്ചോളാം. പാസീവ് ആണെങ്കിൽ ആരെ ചെയ്യുന്നു എന്നുള്ളതാണ് കേട്ടോ. He charged contempt of court because he charged അല്ല, he is charged with contempt of court because he is more like berated എന്നല്ലേ.
ഹീസ് ചാർജ്ഡ് വിത്ത് അല്ലേ, അവൻ ചാർജ് ചെയ്യപ്പെട്ടു എന്നാണോ, എന്നെങ്കിൽ ഹീസ് ചാർജ്ഡ് വിത്ത് കൊടുക്കണം ശരത്തെ. അല്ലെങ്കിൽ ഹീ ചാർജ് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ബിക്കോസ് ഹീസ്, അത് കറക്റ്റാ. ഹീസ് ചാർജ് വിത്ത് അതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനെയാണ് കേട്ടോ. വെൻ യു ആർ റെഗുലർ വിസിറ്റർ ഇൻ ദ എഡിറ്റോറിയൽ സെഷൻ യു ആർ ഗെറ്റിംഗ് ആംപ്ലി വൊക്കാബുലറി അല്ല, ആംപിൾ വൊക്കാബുലറി കേട്ടോ. വൊക്കാബുലറി നൗൺ അല്ലേ, അപ്പോൾ ആംപിൾ ആണ് അതിന്, അഡ്ജക്റ്റീവ് ആണ് അതിൻ്റെ കൂടെ വരേണ്ടത്. ആംപിൾ വൊക്കാബുലറി, ആവശ്യത്തിന് വൊക്കാബുലറി. He seemed to have become a partisan of the monk who has come to the town recently. Okay, the principal investigator berated his PhD thesis. Okay, Meera, hi. Okay, yes. Note ചേർത്താൽ മതി. Great, Anisha. Yes, the partisans of the hero made a fuss in the theater, which was berated by the public. USA is a partisan of Ukraine. Degree graduation is ample to work as a civil servant. Yes. The credibility of politician reflects in his partisan. Yes. Berate noun അല്ല, berate verb കേട്ടോ. berate verb തന്നെയാണ് കേട്ടോ, noun അല്ല. The whole world berated China that they were spread അല്ല, berated China that they were spreading COVID-19 pandemic കേട്ടോ. ആശ ഞാൻ ഇപ്പോഴും പറയുകയാണ്, ബി ഫോമുലേഷൻ ആണ് വേറെ, അതിൻ്റെ കൂടെ ING ഫോം വേറെ, സ്പ്രെഡിങ്. അൺലെസ് ദ ക്യാപിറ്റൽ ഫോർവേഡഡ് partisan to this team, we would win the game easily. Okay. Supreme Court urges to central government to deem children who lost their parents at the time of pandemic by providing ample money. അതിന് ചെറിയൊരു മാറ്റമുണ്ട്. സുപ്രീം കോർട്ട് urges to അല്ല, സുപ്രീം കോർട്ട് urges central government to deem children who lost parents during the pandemic and provide ample money for them. അങ്ങനെ കൊടുക്കാം. ചെറിയ മാറ്റമുണ്ടേ. Film stars are berated by people. Okay. Recently, Yogi Adityanath berates some state governments including Kerala. Yes, PG is an amply അല്ല, PG is an ample qualification for job in engineering college കേട്ടോ, acquired job in engineering college. PG is an ample qualification for എന്നാണ് കേട്ടോ വേണ്ടത്. വീണ, ആംപിൾ എന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവ് തന്നെ നിൽക്കാൻ പറ്റില്ല, അതിൻ്റെ കൂടെ ഒരു നൗൺ വേണം നിർബന്ധം. ആംപ്ലി എന്ന അഡ്വർബ് അവിടെ ഉപയോഗിക്കാൻ പറ്റൂല കേട്ടോ. ആംപിൾ opportunities were given to him to correct his mistakes. Okay, the arbiters judgment was wrong, so the partisans started to berate him. Okay, the director arbitrated and berated. Arbitrated കേട്ടോ, arbitrated വിനീത. Berated the manager for losing the project. Losing the project അല്ല, ലൂസിംഗിന്റെ സ്പെല്ലിംഗ് മാറി പോരുതേ. വിനീത് ഉദ്ദേശിച്ച് ലൂസിംഗ് ഇതാ, ലൂസിംഗ് ദ ഗെയിം, ഇറ്റ്സ് ലൂസിംഗ്. ഇത് ആ ലൂസിംഗിന്റെ അർത്ഥം എന്താ? ലൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഫ്രീ ആക്കുക, ലൂസിംഗ് എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെടുത്തുക അല്ലെ. എന്നാ ഇത് ലൂസ്, മറ്റേ ലൂസിന്റെ അർത്ഥം എന്താ? ഫ്രീ ചെയ്യുക, അയച്ചുവിടുക, സെറ്റ് ഫ്രീ, അഴിച്ചുവിടുക എന്നാണ് അർത്ഥം കേട്ടോ. അപ്പൊ മാറിപ്പോരുത്. there is some people അല്ല, there are some people, കുറച്ച് ആൾക്കാരുണ്ട്. there are some people who berate movies, who always berate movies കേട്ടോ. ഓൾവേസ് അവസാനം കൊണ്ടുവരുന്നത് അത് ഫ്രീക്വൻസിയുടെ അഡ്വേർബ് ആണ്, അത് മെയിൻ വേർബിന് തൊട്ട് മുമ്പേ കൊണ്ടു കൊടുക്കണം കേട്ടോ. ബെറേറ്റിന്റെ നൗണോ അതാണ് ചുറ്റിൻ്റെ ചോദിച്ചു. ഒരു സെക്കൻഡ് ഇപ്പൊ പറയാവേ. ഷി വാസ് ബെറേറ്റഡ് ഇൻ ഫ്രണ്ട് ഓഫ് എ ഫാമിലി മെമ്പേഴ്സ് വിച്ച് urged her to leave the house. Yeah, we should be partisans of editorial discussion class by giving likes and share. Oh, that's great. Beratification ഞാൻ നോക്കിയിട്ട് പറയാം കേട്ടോ, അതൊന്നും ഉണ്ടോ നോക്കട്ടെ. ഡീംഡ് തരം താഴ്ത്ത് എന്ന മീനിങ് ഉണ്ടോന്നോ? ഇല്ലില്ല. ഡീംഡ് എന്ന് പറഞ്ഞാൽ കൺസിഡർ ചെയ്യാവുന്നേ ഉള്ളൂ. ഡീംഡ് കഴിഞ്ഞിട്ട് നെഗറ്റീവ് കൊടുക്കാം, ഡീംഡ് റോങ് എന്നോ എന്ന് കൊടുത്ത് കൺസിഡർ റോങ് എന്നോ അല്ലെങ്കിൽ കൺസിഡേർഡ് ലോ എന്നൊക്കെ കൊടുക്കാം. ഓക്കെ, യെസ്. ഷോ മി സം ലവ് ആൻഡ് സപ്പോർട്ട് പീപ്പിൾ. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചേ. യെസ്, ബെറേറ്റിംഗ് നമ്മൾ ഒരുപാട് പേര് വാച്ച് ചെയ്യുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കണ്ട ഇൻ ബിറ്റ്വീൻ കേട്ടോ. കാര്യം ഞാൻ ഇത് വായിച്ചുകൊണ്ടിരിക്കുന്നതിലേക്ക് സമയമില്ല ഇതൊന്നും പറയാൻ. ബെറേറ്റിംഗ് എ ചിൽഡ്രൻ, കമ്പയറിംഗ് ദം വിത്ത് അതർ children is bad habit indeed. Yes. Berating your children and comparing, അവിടെ കൊടുക്കണം into and comparing them with your other children കേട്ടോ. It is not a berate. We should go through the editorial. Berate എന്നുള്ളത് verb മാത്രമാണ്, noun അല്ല കേട്ടോ. അപ്പൊ ബെറേറ്റിന്റെ ഞാനൊന്ന് നോക്കട്ടെ, ബെറേറ്റിന്റെ noun form ഒന്ന് നോക്കട്ടെ കേട്ടോ. ഓക്കെ, അത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. വേർബായിട്ടേ
നമ്മൾ ഉപയോഗിക്കുകയുള്ളൂ. ബിറേറ്റിന്റെ നൗൺ ഫോം ബിറേഷൻ. യെസ്, നൗൺ ഫോം ഇതാണ് ബിറേഷൻ. ബിറേറ്റിന്റെ നൗൺ ഫോം ഇതാണ് ബിറേഷൻ. ഇതാണ് നൗൺ ഫോം കേട്ടോ, മറക്കരുത്. ബിറേഷൻ എന്നാണ് നൗൺ ഫോം. ബിറേറ്റ് എന്നുള്ള നൗൺ ഫോം അല്ല, വേർബ് മാത്രമാണ്. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് സെറ്റ്. ലാസ്റ്റ് സെറ്റ് ആണ് prudent. prudent means wise, judicious, sagacious, sage അല്ലെ. sagacious നല്ല വൈസ് ആയിട്ട് ഒരാളെ നമ്മൾ പറയും sage എന്ന് പറയും. sage അല്ലെ, sage noun. sagacious wise, wisdom ഉള്ള ആളെയാണ് sagacious എന്ന് പറയാം. sensible, prudent എന്ന വാക്കിന്റെ അർത്ഥം വേറെ. ഓക്കെ, അപ്പൊ wise, judicious, sagacious, sensible എന്ന് പറയുന്നതാണ് നമ്മുടെ prudent എന്ന വാക്കിന്റെ അർത്ഥം. അടുത്ത tacit. tacit എന്ന് പറഞ്ഞാൽ ഇംപ്ലൈഡ് ആണ്. ഇറ്റ്സ് നോൺ ടു അസ്, അൺസ്പോക്കൺ ആണ്, പക്ഷെ നമുക്ക് അറിയാം അതാണെന്ന്. അണ്ടർസ്റ്റുഡ്, ഇംപ്ലിസിറ്റ്, ഇൻഫേർഡ് എന്നാണ് ടാസിറ്റ് എന്ന വാക്കിന്റെ അർത്ഥം. അഡ്ജക്റ്റീവ് ആണ്. അടുത്തത് അക്യൂസിയൻസ്. അക്യൂസിയൻസ് എന്ന് പറഞ്ഞാൽ ഇന്നാളെ ഞാൻ പറഞ്ഞിരുന്നു കൺസെന്റ്, അഗ്രിമെന്റ്, അക്സെപ്റ്റൻസ് എന്നൊക്കെയാണ് അക്യൂസിയൻസ് എന്നാണ് അർത്ഥം. അത് ഒരു റിലക്റ്റന്റ് അക്സെപ്റ്റൻസ് ആണ്. ഒരു എന്താ പറയുക, നമുക്കൊരു തിരിച്ചു പറയാൻ മടി കാണിച്ചുകൊണ്ട് നമ്മൾ ഓക്കെ അടിയറവ് പറയുന്ന ഒരു അർത്ഥമില്ലേ അക്യൂസിയൻസ്. ഏറെക്കുറെ കംപ്ലയൻസുമായിട്ട് അതിന് ബന്ധമുണ്ട്. കംപ്ലയൻസ് പറഞ്ഞാൽ നമ്മൾ അതിനോട് ഒബേ ചെയ്യുവാണ്, എതിർപ്പൊന്നും ഇല്ലാതെ അതിനെ ഒബേ ചെയ്യുന്നില്ലേ അല്ലെ, അതിന് നമുക്ക് അക്യൂസിയൻസ് എന്ന് പറയാം. അല്ലാതെ അക്യൂസിയൻസിന്റെ കൺസെന്റ്, എഗ്രിമെന്റ് എന്നൊക്കെ അർത്ഥമുണ്ട് കേട്ടോ, അത് ഓർത്തോണം. അടുത്ത വാക്കാണ് പെർസിസ്റ്റന്റ്. പെർസിസ്റ്റന്റ് എന്ന വാക്കിന്റെ അർത്ഥം ടെനേഷ്യസ് ആണ്, പെർസിവിയറിംഗ് ആണ്. അതായത് നമുക്ക് നല്ല ഡിറ്റർമിൻഡ് ആയ ഒരാളാണ്, പെർസിസ്റ്റന്റ് ആയിട്ടുള്ളതാണ്, പെർസിവിയറിംഗ് ആയിട്ടുള്ള ഒരാളാണ്, അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യുന്ന, കോൺസ്റ്റന്റ് ആയിട്ടുള്ള എന്നാണ് പെർസിസ്റ്റന്റ് എന്ന വാക്കിന്റെ അർത്ഥം. മറന്നു പോരുത് കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആയ വാക്കാണ്, മറന്നു പോരുത്. വെരി ഇമ്പോർട്ടന്റ്. പെർസിസ്റ്റന്റ് മീൻസ് ടെനേഷ്യസ്, പെർസിവിയറിംഗ്, കണ്ടിന്യൂവൽ, കോൺസ്റ്റന്റ്. ഓക്കെ, അതെ അതെ. ഡീം, നീന, ഡീം എന്ന് പറയുന്നത് നമ്മുടെ ഫോർമൽ യൂസേജ് ആണ്, മോസ്റ്റ്ലി ഫോർമൽ യൂസേജ് ആണ്. യെസ്, യാ. ഓക്കെ, പെർസിസ്റ്റന്റ് സ്റ്റഡീസ് വിൽ ആംപ്ലി റിവാർഡ്. ഇങ്ങനെ കൊടുക്കാം, പെർസിസ്റ്റന്റ് സ്റ്റഡീസ് വിൽ റിവാർഡ് ആംപ്ലി. അത് കൊടുത്തു കേട്ടോ. റിവാർഡ്, ആംപ്ലി എങ്ങനെ, മാനറിന്റെ അഡ്വേർബാണ് ആംപ്ലി. മാനർ എങ്ങനെ, അബണ്ടന്റ്ലി, സഫിഷ്യന്റ്ലി എന്നല്ലേ, അല്ലെ പ്ലെന്റിഫുള്ളി എന്നൊക്കെയാണ് നമ്മുടെ ആംപ്ലി എന്ന വാക്കിന്റെ അർത്ഥം. അപ്പോൾ അത് മാനർ അഡ്വേർബ്. മാനർ അഡ്വേർബ് വേർബിന് ശേഷമാണ് കൊടുക്കണ്ടേ. ലൈക്ക് പെർസിസ്റ്റന്റ് സ്റ്റഡീസ് വിൽ റിവാർഡ് ആംപ്ലി, ഒരുപാട് റിവാർഡ് കിട്ടും അല്ലെ എന്നുള്ളത്. യാ. Then social media is the main platform which acts as an arbiter between government and citizens. Yes, clear. Okay, clear I guess. അപ്പോൾ അടുത്ത ആർട്ടിക്കിളോട്ട് പോയാലോ. ഇന്നത്തെ ആർട്ടിക്കിൾ ഇതാണ്, ക്യാഷ് കൗ. അപ്പോൾ ആർട്ടിക്കിളിന്റെ ടൈറ്റിൽ ഇതാണ്, ക്യാഷ് കൗ. അപ്പൊ നമുക്കൊന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്തേ. ഒരുപാട് പേരുണ്ട്, നമ്മുടെ 85 ആൾക്കാർ ലൈവ് വ്യൂവേഴ്സ് ആണ്. ഇപ്പോൾ ആകെ 53 പേര് എനിക്ക് ലൈക്ക് തന്നിട്ടും. ഓക്കെ, സി ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട് പീപ്പിൾ. ഇത്രയും നേരം ഇങ്ങനെ നിങ്ങളുടെ ആൻസേഴ്സ്, നിങ്ങൾക്ക് ഡൗട്ട്സ് ഒക്കെ ഞാൻ കറക്റ്റ് ചെയ്ത് തന്നല്ലേ. സോ ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട് ബൈ ഷെയറിംഗ് ആൻഡ് ലൈക്കിംഗ് ഓഫ് വീഡിയോ. ഓക്കെ, ക്യാഷ് കൗ അതാണ് നമ്മുടെ ഇന്നത്തെ ടൈറ്റിൽ. അപ്പൊ നമുക്ക് പോവാം. ഇന്ന് ആംപ്ലി വരുന്ന ഒരു സെന്റൻസ് പറയാം. ആംപ്ലി വരുന്ന സെന്റൻസ് പറയുന്നതിൽ ഒരു പ്രശ്നമില്ല. ഓക്കെ, ആംപ്ലി വരുന്ന സെന്റൻസ് പറയുന്നതിൽ ഒരു പ്രശ്നമില്ല, പറയാലോ. ആംപ്ലി എന്ന് പറഞ്ഞാൽ ദാ okay, yeah, we should work amply to succeed. We should work amply to succeed. അതായത് ഒരുപാട് വർക്ക് ചെയ്യണം. We have to work fully, we have to work abundantly, we have to work sufficiently. മനസ്സിലായോ? We should work amply to succeed. മതിയോ? കിട്ടിയില്ലേ ഒരു സെന്റൻസ്? വളരെ സിമ്പിൾ ഒരു സെന്റൻസ്. I guess that is clear too. Yes, a good teacher has to be a prudent one. Yes. He was suspended for imprudent behavior to his head for a long period of time. My ally watched me that he will retain and bolster made an attempt for starting a bakery. Okay. Yes. Great. മതി അനുഷ, എസ് എ പിക്ക് എടുത്ത് അയച്ചാൽ മതി. ഓക്കെ, ഞാൻ കറക്റ്റ് ചെയ്തോണ്ടിരിക്കാം കേട്ടോ. അപ്പോൾ അയച്ചതൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇന്ന് കറക്റ്റ് ചെയ്യും എന്തായാലും. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ക്യാഷ് കൗ. അപ്പൊ എന്താ നോക്കാം. IPL is economically robust with its domestic spirit and international flavor. IPL-നെ പറ്റിയാന്ന് പറഞ്ഞല്ലോ. അപ്പൊ നമുക്ക് നോക്കാം. ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ക്യാഷ് കൗ. അപ്പൊ ഒരു കറവപ്പശു ആണ് നമ്മുടെ IPL കേട്ടോ. നമുക്ക് നോക്കാം. ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് നടക്കുന്ന ഒരു ബിസിനസ് ആണ് ഈ പറയുന്ന IPL, അറിയാലോ, അതിന്റെ ഓപ്ഷൻ. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദാറ്റ്. IPL is economically robust, economically strong, powerful with its domestic spirit and international flavor. ഡൊമസ്റ്റിക് ആയിക്കോട്ടെ, ഇന്റർനാഷണൽ ഫ്ലേവർ ആയിക്കോട്ടെ, എല്ലായിടത്തും ഒരുപാട് ഇക്കണോമിക്കലി സ്ട്രെങ്ത് നമുക്ക് കിട്ടുന്ന ഒരു മേഖലയാണ് IPL auction. Okay, Indian Premium League IPL auction held over the weekend at Bengaluru reflected financial heft and
fresh hopes that a league, domestic in spirit and international in flavor, can cope with 2 pandemic years and still remain economically robust is a pointer to its marketing viability and strong financial underpinnings. ഒന്ന് ആലോചിച്ച് നോക്കിയേ, വേറെ ഒരിടത്തുമില്ല IPL ഓപ്ഷൻ പോലെ ഇത്രയും, അതായത് IPL ഓപ്ഷൻ കഴിഞ്ഞ ദിവസം വീക്കെൻഡിൽ ബാംഗ്ലൂരിൽ നടന്നു. അത് വളരെ ഫിനാൻഷ്യലി വളരെ ഹെഫ്റ്റ് ആയിരുന്നു, അതായത് ഫിനാൻഷ്യലി നല്ല സ്ട്രോങ് ആയിരുന്നു അല്ലേ, അത് നല്ല സ്ട്രോങ് ആയിരുന്നു, വെയിറ്റ് ഉള്ളായിരുന്നു, ഫിനാൻഷ്യൽ വെയിറ്റ് ഉള്ളായിരുന്നു. അതുപോലെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അത് വളരെ ഫ്രഷ് ഹോപ്സ് നമുക്ക് തരുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല ഇതിന്റെ ഡൊമസ്റ്റിക് സ്പിരിറ്റും ഇന്റർനാഷണൽ സ്പിരിറ്റും എടുത്തു നോക്കിയേ, ഇറ്റ് ക്യാൻ കോപ്പ് വിത്ത്, ഇറ്റ് ക്യാൻ ഡീൽ വിത്ത് 2 പാൻഡമിക്സ്, 2 പാൻഡമിക്സിനൊക്കെ ഡീൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പറ്റും. ആൻഡ് ഇപ്പോഴും അത് കഴിഞ്ഞിട്ട് പോലും ഇപ്പോഴും അത് ഇക്കണോമിക്കലി റോബസ്റ്റ് ആണ്, വളരെ സ്ട്രോങ് ആണ്. അതൊരു പോയിന്ററാണ്, അതൊരു ഇൻഡിക്കേറ്ററാണ്. ഇറ്റ്സ് എ പോയിന്റർ ടു ഇറ്റ്സ് മാർക്കറ്റിംഗ് വയബിലിറ്റി. അപ്പം നമ്മുടെ അത് അങ്ങനെ ഒരു ഇപ്പോഴും അത് സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നു എന്നുള്ളത് ഒരു ഇൻഡിക്കേഷൻ ആണ്. ഇറ്റ്സ് എൻ ഇൻഡിക്കേഷൻ, അല്ലെങ്കിൽ ഇറ്റ്സ് എൻ ഇൻഡിക്കേറ്റർ, ഇറ്റ്സ് എ സൈൻ ടു ഇറ്റ്സ് മാർക്കറ്റിംഗ് വയബിലിറ്റി. വയബിലിറ്റി എന്ന് പറയുമ്പോൾ അതിന്റെ വർക്കബിലിറ്റി അല്ലെങ്കിൽ ഇഫക്റ്റീവ്നെസ്, അതിന്റെ ഇഫക്റ്റീവ്നെസ്സിന് ഒന്ന് ആലോചിക്കുക. അപ്പോൾ അത് വർക്കൗട്ട് ആവുന്ന ഒരു പരിപാടിയാണ് IPL എന്ന് നമുക്ക് മനസ്സിലായി. ആൻഡ് സ്ട്രോങ് ഫിനാൻഷ്യൽ അണ്ടർപിന്നിങ്സ്, അതിന് ഒരുപാട് സ്ട്രോങ് ഫിനാൻഷ്യൽ ആയിട്ട് ഫൗണ്ടേഷൻ ഉണ്ട്, ബേസ് ഉണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. ഫൗണ്ടേഷൻ, അണ്ടർപിന്നിങ്, കണ്ടോ അണ്ടർപിന്നിങ് നൗണാന്ന് ഞാൻ പറഞ്ഞേ, കണ്ടോ അണ്ടർപിന്നിങ്സ് നൗണിന് മാത്രമല്ല എസ് വരുള്ളൂ, പ്ലൂറൽ വരത്തുള്ളൂ, കണ്ടോ. നിയർലി റുപ്പീസ് 552 crore, 552 crore rupees, 551.7 crore rupees to be precise. ശരിക്കും പറഞ്ഞാൽ 551.7 crore rupees to be precise was spent by 10 franchises. 10 ഫ്രാഞ്ചൈസർ, 10 ബ്രാഞ്ചുകൾ, പലയിടത്തുള്ള ബ്രാഞ്ചുകളിലുള്ള ആൾക്കാരിൽ 10 പേര് ഇത്രയും കോടി രൂപ, 552, ഏറെക്കുറെ അപ്രോക്സിമേറ്റ്ലി 552 കോടി രൂപ ഇതിനു വേണ്ടി മുടക്കി എന്ന് പറയുമ്പോൾ they sought to bolster their squads with a bouquet of flowers. Bouquet of players നെ കൊണ്ട് അവരുടെ സ്ക്വാഡ് ബോൾസ്റ്റർ ചെയ്തു, സ്ട്രെങ്തൻ ചെയ്തു എന്ന് പറയാം. നോക്കാം, ഓർക്ക, they strengthened their squads with a bouquet of players with varied skill sets. അതാണ് നമ്മുടെ IPL നടക്കുക. we know that surely, ഉറപ്പായിട്ടും. the IPL has come a long way since Adam Gilchrist admitted to feeling like a cow after the maiden auction ahead of inaugural edition in 2008. 2008-ലെ maiden edition-ൽ അതിലെ ആദ്യത്തെ ഇതിൽ തന്നെ ആഡം ഗിൽക്രിസ്റ്റ് പറഞ്ഞു, ഐ ഫീൽ ലൈക്ക് എ കൗ ആഫ്റ്റർ ഞാനൊരു നമ്മുടെ ഒരു കന്നുകാലിയെ പോലെ എനിക്ക് ഫീൽ ചെയ്യുവാന്ന് അങ്ങേര് പറഞ്ഞു. ഗിൽക്രിസ്റ്റ് പറഞ്ഞതാണ്, ഞാനൊരു കന്നുകാലിയെ പോലെ, നമ്മളെ ചന്തയിൽ വിൽക്കുന്ന കന്നുകാലിയെ പോലെ അല്ലെ, ഇതൊരു ക്യാഷ് കൗ ആണ് അല്ലേ, നമ്മളവരെ വിൽക്കുന്നത് അങ്ങനെയല്ലേ, പൈസയ്ക്ക് വിൽക്കുകയാണ് അല്ലേ. അപ്പോൾ നല്ല ഐ ഫീൽ ലൈക്ക് എ കൗ എന്ന് പറഞ്ഞിരുന്നു 2008-ൽ. Cut to the present. ഇപ്പോഴെത്തുവാണെങ്കിൽ players kept a tab through live television. ഇത് വളരെ വലിയൊരു ഷോ ആയി, they put a big show അല്ലേ. Cut to the present, players kept a tab through live television and were quick to react through their social media handles. With 2 new teams in the fray, in the fight, Gujarat Titans and Lucknow Super Giants and other squads in the rebuilding phase after retaining a few stars, it was not surprising that 204 players went under the hammer, with 67 of them being overseas cricketers. Even the health crisis of original, അപ്പോൾ നോക്കിയേ, അപ്പോൾ ഒന്ന് പറഞ്ഞു വരുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ഇവരെ പറ്റി എടുക്കുവാണ്, നമ്മുടെ പ്ലേയേഴ്സിനെ പറ്റി എടുക്കുവാണ്. പ്ലേയേഴ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വരെ എടുത്തു, കട്ട് ടു ദ പ്രസന്റ് എടുത്ത് നോക്കി, ഇപ്പോൾ പോലും ഓരോരുത്തരും അതിന് ടാബ് വെക്കും, ഓരോ ടെലിവിഷനിൽ സോഷ്യൽ മീഡിയയിലൊക്കെ അപ്പോൾ അത് പോസ്റ്റ് ചെയ്യുന്നു. അവരുടെ റിയാക്ഷൻ ഒക്കെ വളരെ ക്വിക്കാണ്, മേക്ക് ദ ക്വിക്ക് റിയാക്ഷൻ ത്രൂ ദ ഹാൻഡിൽസിന്റെ ഇവർ എന്ത് ചെയ്തു, ക്വിക്ക് റിയാക്ഷൻസ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട്. പുതിയ 2 ടീംസ് ഇത്തവണ വരുന്നുണ്ട് അല്ലേ, നമുക്കറിയാം പുതിയ 2 ടീംസ് കോമ്പറ്റീഷനിൽ വരുന്നുണ്ട്. ദേ ആർ കമ്മിങ് ഇൻ ടു എ ഫൈറ്റ്. ഗുജറാത്ത് ടൈറ്റൻസ്, അതുപോലെ തന്നെ നമ്മുടെ ലക്നൗ, പുതിയ ആൾക്കാരാണ് അല്ലെ, അവർ പുതിയ ആൾക്കാരാണ്. ലക്നൗ സൂപ്പർ ജയൻസ് വരുന്നു. ആൻഡ് മറ്റ് സ്ക്വാഡ്സ് കൂടെ എടുക്കുമ്പോൾ ദേ ആർ റീബിൽഡിംഗ് ദ ഫേസ്. ഒന്ന് പുതിയ സ്റ്റാർസിന്റെ, പുതിയ കുറച്ച് ആൾക്കാരുടെ, ഫ്യൂ സ്റ്റാർസിന്റെ ഇതിനെ റീബിൽഡ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതൊരു വലിയ സർപ്രൈസ് ആയിട്ടുള്ള കാര്യമുണ്ട്. 204 പ്ലേയേഴ്സ്, 204 പ്ലേയേഴ്സ് were എന്താ പറയാ, they were under the hammer, they were for sale. 204 പേര് were under hammer, they were for sale. ഓപ്ഷനിൽ അവര് വിൽക്കാൻ വേണ്ടി അവർ ഇതായിരുന്നു. വിത്ത് 67 ഓഫ് ദം, അതിൽ 67 പേര്, ഈ 204 പേരിലെ 67 പേര് ഓവർസീസ് ക്രിക്കറ്റേഴ്സ് ആണ്. ആലോചിച്ച് നോക്കണം, ഫോറിൻ ക്രിക്കറ്റേഴ്സ് ആണ്, നമ്മുടെ ഇന്ത്യക്കാരല്ല. ഓവർസീസ് ക്രിക്കറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഫോറിൻ ക്രിക്കറ്റേഴ്സ് ആണ് അവർ. Even the health crisis of original auctioneer Hugh Edmunders was tided over as his replacement Charu Sharma stepped up to the task as well. അപ്പോൾ ഈ ഓപ്ഷണർ ആയിട്ടുള്ള ഹ്യൂ എഡ്മിയാൻഡേഴ്സിനെ
എന്ത് ചെയ്യൂ, അങ്ങേർക്ക് പറ്റിയില്ല, അതുകൊണ്ട് അങ്ങേർക്ക് പകരം അയാൾക്ക് വരാൻ പറ്റില്ല, അതുകൊണ്ട് അയാളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അയാളെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, റിപ്ലേസ്മെന്റ് ആയിട്ട് അയാളെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി, ഞാൻ പറഞ്ഞില്ല ടേക്ക് ഓവർ സംതിങ്, അതാണ് ടൈഡ് ഓവർ. അപ്പോൾ അങ്ങേരെ ഹെൽപ്പ് ചെയ്യാൻ, ഇന്നൊരു ഡിഫിക്കൽട്ട് ടൈമിൽ അയാളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി, അയാളെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചാരു ശർമ്മ സ്റ്റെപ്പ് അപ്പ് ചെയ്തു. ഹി കെയിം ഫോർവേഡ്, അല്ലേ, സ്റ്റെപ്പ് അപ്പ് ചെയ്യുക, കം ഫോർവേഡ്. ആൻഡ് വിക്കറ്റ് കീപ്പർ ബാറ്റിൽ ഇഷാൻ കിഷൻ സ്നാപ്ഡ് അപ്പ് അറ്റ് 15.25 crore ബൈ മുംബൈ ഇന്ത്യൻസ്. അപ്പോൾ അങ്ങനെ ഇഷാൻ കിഷനെ ആരെടുത്തു? മുംബൈ ഇന്ത്യൻസ് മേടിച്ചു. എത്ര രൂപയ്ക്ക്? 15.25. ഒന്ന് ആലോചിച്ച് നോക്കണേ. ഇവരുടെ ഇന്ത്യയിലെ ക്രിക്കറ്റ് പോലെ വേറെ ഒരു സ്പോർട്ടിനും പൈസ എറിയാറില്ല, അല്ലേ? സോ ദാറ്റ് എക്സ്പെൻസീവ് ഇസ് ക്രിക്കറ്റ്. IPL പ്രത്യേകിച്ച് ഇന്ത്യൻ പ്രീമിയം ലീഗ്, അല്ലേ? ദേ ബൈ ആൻഡ് ദ മോസ്റ്റ് എക്സ്പെൻസീവ് ബൈ, ഏറ്റവും എക്സ്പെൻസീവ് ബൈ അതായിരുന്നു. ആൻഡ് at 23, the jargon player is seen as someone who can replicate MS Dhoni's template. പിന്നെ ഈ പറയുന്ന 23 വയസ്സുള്ള നമ്മുടെ ഇഷാൻ കിഷനെ പറയുന്നത് ധോണിയെ റിപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും, ധോണിക്ക് പറ്റുന്ന ഒരാളാണ്, അല്ലേ? ധോണിക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് കൊണ്ടുവരാൻ പറ്റുന്ന ഒരാളാണെന്നാണ് പറയുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ. ഇത്രയും എന്താ പറയുക, പൈസ എറിയുന്ന ഒരു പരിപാടി ഞാൻ എൻ്റെ ലൈഫ് കണ്ടിട്ടില്ല. വേറൊരു സ്പോർട്ടിന് വേണ്ടി നമ്മൾ പൈസ മുടക്കാറില്ല. ദ ഓപ്ഷൻ ഓൾസോ റിഫ്ലക്റ്റഡ് ടീം കൾച്ചേഴ്സ് വിത്ത് ഡിഫെൻഡിംഗ് ചാമ്പ്യൻ ചെന്നൈ സൂപ്പർ കിങ്സ് CSK buying back its erstwhile core members. The outfit got Dwayne Bravo, Ambati Rayudu and Robin Uthappa, which is in sync with, അപ്പോൾ ഇനി പറയുന്നത് വെച്ചാൽ നമ്മുടെ CSK ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ അവരുടെ ആൾക്കാരെ, പഴയ ആൾക്കാരെ തന്നെ അവരെന്ത് ചെയ്തു? മേടിച്ചു. ചാമ്പ്യൻ ആയിട്ടുള്ള ചെന്നൈ സൂപ്പർ കിങ്സ് CSK അവർ ഡിഫെൻഡ് ചെയ്ത് അവരെന്ത് ചെയ്തു? അവരുടെ ആൾക്കാരെ തന്നെ, ഏർലിയർ കോർ മെമ്പേഴ്സിനെ എല്ലാവരെയും അവർ മേടിച്ചു. അപ്പോൾ ഔട്ട്ഫിറ്റ് ശരിക്കും നമ്മുടെ ഡ്വെയിൻ ബ്രാവോ, അതുപോലെ തന്നെ ബാഡി റൈഡു, അതുപോലെ തന്നെ റോബിൻ ഉത്തപ്പ സിംഗിൾ വന്നു. വിത്ത് സ്കിപ്പർ ധോണീസ് ഫിലോസഫി ഓഫ് ഹാവിങ് എൻ എസ്റ്റാബ്ലിഷ്ഡ് ഗ്രൂപ്പ്. അപ്പോൾ ധോണി പറയാറുണ്ടല്ലോ, ധോണിയുടെ ഫിലോസഫി ഇതാണ്, നമുക്കൊരു എസ്റ്റാബ്ലിഷ്ഡ് ഗ്രൂപ്പ് വേണം. സോ അതാണ് ധോണിയുടെ ഫിലോസഫി. സോ ആ രീതിയിൽ അവർ സിങ്ക് വെക്കുവാണ്. റോബിൻ ഉത്തപ്പ എല്ലാം അതിനോട് ദേ അഗ്രി ടു ഇറ്റ് എന്നാണ് പറയുന്നത്. മുംബൈ ഇന്ത്യൻസ് മീൻ വൈൽ സ്പെൻഡ് 8 crore ഓൺ ഇൻജുവേർഡ് ഇംഗ്ലണ്ട് സ്പീഡ്സ്റ്റർ ജോഫ്ര ആർച്ചറിന് വേണ്ടിയിട്ട് 8 കോടി രൂപ അവർ മുടക്കും. മുംബൈ ഇന്ത്യൻസ് മുടക്കി. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഹൗ ഇറ്റ് ഇസ്. അപ്പോൾ ഇവിടുത്തെ കച്ചവടം, ചന്ത എന്നുള്ളത് ഇങ്ങനെയാണ്, അല്ലേ? അവരുടെ കാളച്ചന്തയിലെ ഇത് ഇങ്ങനെയാണ്. ഓരോരുത്തരെ വിൽക്കുന്നു ആൻഡ് അവരെ മേടിക്കുന്നു ഇത്ര പൈസയ്ക്ക്. ആൻഡ് സീയിങ് ഹിം ആസ് എ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ്. ഇങ്ങനെ ഈ ജോഫ്ര ആർച്ചർ എന്ന് പറയുന്നത് ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് അവർ കണക്കാക്കുന്നത്, കേട്ടോ. ആൻഡ് എ പൊട്ടന്റ് അലൈ, ഒരു പൊട്ടന്റ് അലൈ ആണ്, ഒരു പവർഫുൾ കമ്പാനിയൻ ആണ് ഓഫ് ജാസ്പ്രിറ്റ് ബംറ. ഓക്കെ, ജാസ്പ്രിറ്റ് ബംറയ്ക്ക് ഒരു പൊട്ടന്റ് ആയിട്ടുള്ള അലയാണ്, ഒരു പവർഫുൾ കമ്പാനിയൻ ആണ്. സം ഓഫ് ഇന്ത്യസ് under-19 stars to found a moment under the sun. അവരും കുറെ under-19 ആൾക്കാർക്കും ഒരുപാട് ഫേമസ് ആകാനുള്ള സമയം കിട്ടി. ബട്ട് ആസ് മെനി ഓഫ് ദെയർ സീനിയേഴ്സ് വുഡ് വൗച്ച് കൺഫേം ദ റിമെയിൻ എ വർക്ക് ഇൻ പ്രോഗ്രസ്. അപ്പൊ അവർ പറയുന്ന പോലെ, ചിലർ പറയുന്നത് അഫേം ചെയ്യുന്ന പോലെ, ചില സീനിയേഴ്സ് പറയുന്ന പോലെ അത് ഇനിയും ഇറ്റ്സ് എ വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. under-19 ഇനിയും വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്, അവർ നമുക്ക് ഒന്നുകൂടെ മിനുക്കിയെടുക്കാനുണ്ട് എന്ന് പറയുന്നു. എന്നാൽ ഒരുപാട് പേർക്ക് ഈ സമയത്ത് ഫേമസ് ആകാനൊരു സമയം കിട്ടി എന്നുള്ളതാണ്. ത്രൂ ഇറ്റ്സ് പെർഫോമൻസ്, ഏജ്, മാർക്കറ്റബിലിറ്റി, അവൈലബിലിറ്റി, ഇക്കണോമിക്സ് മെട്രിക്സ്. അപ്പോൾ ഇവരുടെ പെർഫോമൻസ്, ഏജ്, മാർക്കറ്റബിലിറ്റി, അവൈലബിലിറ്റി ഇതൊക്കെ ബേസിസ് ഉള്ള മെട്രിക്സ് ആണ്, അല്ലെ? മെട്രിക്സ് ആണ് ഡേറ്റ ആണ്, അല്ലേ? മെട്രിക്സ് മീൻസ് ഡേറ്റ. എന്തിന്റെ ഡേറ്റ ആണ്? ഒരു സോഷ്യൽ ഡേറ്റ ആണ്. എന്തിൻ്റെയൊക്കെ? പെർഫോമൻസിന്റെ, ഏജിന്റെ, മാർക്കറ്റബിലിറ്റി. അപ്പോൾ ഇതെല്ലാം കൂടെ കൂടിയൊരു സാധനമാണ് IPL. പെർഫോമൻസ്, ഏജ്, മാർക്കറ്റബിലിറ്റി, അവൈലബിലിറ്റി, അതുപോലെ തന്നെ ഇക്കണോമിക്സ്. അതെല്ലാം കൂടെ കൂടിയ ഒരു ഡേറ്റ ഓർ മെട്രിക്സ്. ദ ഓപ്ഷൻ ഓൾസോ സെർവ്സ് ആസ് എ റൂത്ത്ലെസ് മിറർ. വളരെ മേഴ്സിലെസ് ആയിട്ടുള്ള ഒരു മിറർ ആയിരുന്നു നമ്മുടെ ഈ പറയുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത്. ദാറ്റ് സുരേഷ് റെയ്ന, എ ബോണഫിഡ് CSK സ്റ്റാർ. സുരേഷ് റെയ്ന, നമ്മുടെ റെയ്ന ബോണഫിഡ് ഒരു ഒതന്റിക് ആയിട്ടുള്ള CSK സ്റ്റാർ ആണ്. അലോങ് വിത്ത് സ്റ്റീവ് സ്മിത്ത്, മാത്രമാണോ സ്റ്റീവ് സ്മിത്ത്, ആരൺ ഫിഞ്ച് ആൻഡ് ഇയോൺ മോർഗൻ found no takers in his instructive. Okay, years ago Brian Lara was overtook as he was deemed old. പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ബ്രയൻ ലാറയെ എന്ത് ചെയ്തു? കുറെ നാൾ മുമ്പ് അങ്ങേർക്ക് പ്രായം കൂടുതലാണെന്ന് പറഞ്ഞ് അവർ കൺസിഡർ ചെയ്തിരുന്നു. അവർ പറഞ്ഞു അയാൾക്ക് ഇച്ചിരി പ്രായം കൂടുതല എന്ന് പറഞ്ഞായിരുന്നു. സോ ദ ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ allowed the Ranji Trophy to suffer a break in the 2021 season, citing the pandemic, but moved mountains to get the IPL bandwagon run smoothly, and it revealed how the league's financial muscle has the last word. ഒന്ന് ആലോചിച്ച് നോക്ക്, രഞ്ജി ട്രോഫി നമ്മൾ 2020-21 മാറ്റി വെച്ചു. എന്തിനു വേണ്ടിയിട്ടാ? ഈ പാൻഡമിക് ഒക്കെ അല്ലേ, പയ്യെ നമുക്കതൊന്ന് മാറ്റി വെച്ചേക്കാം എന്ന് പറഞ്ഞൊന്ന് മാറ്റി വെച്ചായിരുന്നു. പക്ഷേ
IPL വന്നപ്പോൾ കാര്യം മാറിയതുണ്ടോ? ആൻഡ് സൈറ്റിംഗ് ദ പാൻഡമിക്, അവർ അന്ന് സൈറ്റ് ചെയ്ത ഒന്ന് മെൻഷൻ ചെയ്ത് ഒരു റീസൺ ആയിട്ട് മെൻഷൻ ചെയ്ത് എന്തായിരുന്നു? പാൻഡമിക് അല്ലേ, അതുകൊണ്ട് നമുക്ക് രഞ്ജി ട്രോഫി തൽക്കാലത്തേക്ക് ഒന്ന് മാറ്റി വെച്ചേക്കാം എന്നായിരുന്നു അവർ പറഞ്ഞ റീസൺ. ഓക്കെ, പക്ഷേ ദേ മൂവ്ഡ് മൗണ്ടൻസ്, അവർ മല വരെ മൂവ് ചെയ്യാൻ ഇതായിരുന്നു. മൂവ്ഡ് മൗണ്ടൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലെ? മൂവ്ഡ് മൗണ്ടൻസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇറ്റ്സ് എൻ ഇഡിയമാറ്റിക് എക്സ്പ്രഷൻ. മൗണ്ടൻസ് വരെ മൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മൗണ്ടൻസ് മൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇമ്പോസിബിൾ ടാസ്ക് ആണ് അല്ലെ? അച്ചീവ് ഇമ്പോസിബിൾ ടാസ്ക് എന്നാണ് മൗണ്ടൻസ് മൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ. അച്ചീവ് ഇമ്പോസിബിൾ, അച്ചീവ് ഇമ്പോസിബിൾ, ഇമ്പോസിബിൾ ആയ എന്തെങ്കിലും കാര്യം നമ്മൾ റിസൾട്ട് അച്ചീവ് ചെയ്യുക, അതിനെയാണ് എന്ത് പറയാ? മൂവ് മൗണ്ടൻസ് എന്ന് പറയാം. ഇഡിയമാറ്റിക് എക്സ്പ്രഷൻ ആണ് കേട്ടോ, മറക്കരുത്, ഇഡിയമാറ്റിക് എക്സ്പ്രഷൻ ആണ്. മൂവ് മൗണ്ടൻസ് മീൻസ് അച്ചീവ് ഇമ്പോസിബിൾ റിസൾട്ട്സ് ടു ഗെറ്റ് IPL ബാൻഡ് വാഗൺ റൺ സ്മൂത്ത്ലി. അതിനുവേണ്ടി അവർ ഒരുപാട് ഇമ്പോസിബിൾ ആയ കാര്യങ്ങളൊക്കെ നടത്തിയെടുത്തു അവർ, അങ്ങനെയാണ്. ആൻഡ് ദിസ് റിവീൽഡ് ഹൗ ദ ലീഗ്സ് ഫിനാൻഷ്യൽ മസിൽ. ഒന്ന് ആലോചിച്ച് നോക്കണം, IPLന്റെ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് എന്തോരെയാണെന്നൊന്ന് ആലോചിച്ച് നോക്കുക. അതാണ് ലാസ്റ്റ് വേർഡ്. അതാണ് അവിടുത്തെ ലാസ്റ്റ് വേർഡ്. അവർക്ക് ലാസ്റ്റ് വേർഡ് പറയാൻ, അവിടുത്തെ അവസാന വേർഡ് പറയുന്നത് അവരാ. ബിക്കോസ് പണമുണ്ട് അല്ലേ, പണമുണ്ട് നമുക്ക്, അതാണ് പ്രശ്നം. ദ രഞ്ജി ട്രോഫി ഇസ് ബാക്ക് ഫോർ നൗ വൈൽ ടോക്ക് അബൌട്ട് വിമൻസ് IPL സ്റ്റിൽ റിമെയിൻസ് എ നേസന്റ് എക്സസൈസ്. അപ്പോൾ രഞ്ജി ട്രോഫി എന്ന് പറഞ്ഞാൽ ബാക്കായി ഫോർ നൗ, പക്ഷേ നമ്മൾ വിമൻസ് IPLനെ പറ്റി പറയുന്നുണ്ട് ഇപ്പോൾ. അതൊരു ബഡിങ് എക്സസൈസ് ആയിട്ട് നിൽക്കുകയാണ്. ഇന്നലെ പറഞ്ഞു അല്ലേ, ഗ്രോയിങ് ആണ് അല്ലേ, അത് വളർന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ്സ് എ ബഡിങ് എക്സസൈസ് ആയിട്ട് ഇപ്പോൾ നിൽക്കുകയാണ് വിമൻസ് IPL കേട്ടോ. ആൻഡ് ജസ്റ്റ് ആസ് ഇൻ ദ പ്രീവിയസ് ഇയേഴ്സ്, the absence of Pakistan cricketers from IPL is a pointer to sport never being immune from diplomatic pressures. അപ്പോൾ വേറൊരു പ്രശ്നം ഇവിടെ ഉണ്ട്. നമ്മുടെ ചെറിയൊരു ക്രിറ്റിസിസം ഇവിടെ വന്നിട്ടുണ്ട്. അതായത് പാകിസ്ഥാൻ ക്രിക്കറ്റേഴ്സ് ഒന്നും IPL ഇല്ല, അവരുടെ ആബ്സെൻസ് എന്ന് പറയുന്നത് ഒരു ഡിപ്ലോമാറ്റിക് പ്രഷേഴ്സ് കാരണം അല്ലേ? ഡിപ്ലോമാറ്റിക് പ്രഷേഴ്സ് കാരണം അതൊരു പോയിന്റർ, അതൊരു ഇൻഡിക്കേറ്റർ, അതൊരു സൈൻ ആണ് ദാറ്റ് നമ്മുടെ ഈ ഒരു സ്പോർട്ടിന് ഒരു ഡിപ്ലോമാറ്റിക് പ്രഷേഴ്സിനെ പോലും ഇമ്മ്യൂൺ ചെയ്യാനുള്ള, അതിനെ പോലും എക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ഇതില്ല, അതിനെ ഒന്ന് ഒഴിവാക്കാനുള്ള ഒരു കഴിവില്ല എന്നുള്ളത് ഒരു പോയിന്റർ ആയിട്ട്, ഒരു ക്രിട്ടിക്കൽ ഇതായിട്ട് ഓതർ പറയാണ്. സോ ദാറ്റ്സ് ഇറ്റ്. ഇതാണ് ഇന്നത്തെ ആർട്ടിക്കിൾ. ഐ തിങ്ക് ദാറ്റ്സ് സോ സിമ്പിൾ. ഇന്നത്തെ ആർട്ടിക്കിൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? വളരെ എൻജോയ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുന്ന, IPL എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊക്കെ പരിചിതമായ ഒരു കാര്യം കേട്ടോ. മൂവ് ദ മൗണ്ടൻസ് ഇല്ലില്ല, സോഫി ഉപയോഗിക്കരുത്, ഒരു ഇഡിയം ഉപയോഗിക്കരുത് കേട്ടോ, ഒരു ഇഡിയം ഉപയോഗിക്കരുത്. മൂവ് ദ മൗണ്ടൻ ഇസ് ലൈക്ക് ഇഡിയമാറ്റിക് എക്സ്പ്രഷൻ ആണ്, എസ്സേയിൽ ഒരിക്കലും ഉപയോഗിക്കരുത് കേട്ടോ. ഓക്കെ, ക്ലിയർ? യാ, ഓക്കെ, ക്ലിയർ. ഓക്കെ, യെസ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഈ ആർട്ടിക്കിൾ അനലിറ്റിക്കലാണ്, കളക്റ്റായിട്ട് അനലിറ്റിക്കാണ് ഇന്നത്തെ ആർട്ടിക്കിൾ അല്ലേ? ആൻഡ് ഇൻ ദ വേക്ക് ഒരു ചെറിയൊരു ക്രിറ്റിസിസവും അതിൽ വരുന്നുണ്ട്. ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള ആർട്ടിക്കിൾ കൂടിയാണ്. യു കെൻ സീ ദാറ്റ് അനലിറ്റിക്കൽ പ്ലസ് അതിലൊരു ക്രിട്ടിക്കൽ ആർട്ടിക്കിൾ കൂടെ വന്നിട്ടുണ്ട്. ദാറ്റ്സ് ഇറ്റ്. മൂവിങ് ടു യെസ്റ്റർഡേ സ്പോട്ട് ഡയറക്ട് ക്വസ്റ്റ്യൻ. താമസിപ്പിക്കുന്നില്ല, സ്പോട്ട് ഡയറക്ട് ക്വസ്റ്റ്യനിലോട്ട് പോകാം. കുറച്ച് സമയം അധികമായിപ്പോയി. ന്യൂഡൽഹി ചോസ് നോട്ട് ടു ജോയിൻ ദ ഡിസിഷൻ ബൈ ദ US, Japan and Australia to tell their citizens to evacuate immediately from Ukraine, nor any mention of the situation was allowed into the joint statement. ഇവിടുത്തെ എറർ ഒന്ന് പറയാമോ? ഇവിടുത്തെ എറർ വേഗം ഒന്ന് പറയാമോ? എന്താ എറർ എന്ന് പറ. കുറച്ച് പേര് ആൻസർ തന്നിട്ടുണ്ട്, അപ്പോൾ ഒന്ന് പറയാമോ? പറയൂ. പറയാവോ? നോട്ടിന് മുഖം നൈദർ അല്ല, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു. ഓസ്ട്രേലിയ ടു ടെൽ കറക്റ്റാ.
ഓക്കെ, നോട്ട് ടു ടെൽ ആണ്. നോട്ട് ടു ജോയിൻ ദ ഡിസിഷൻ ബൈ US, ജപ്പാൻ ഓൺ ഓസ്ട്രേലിയ ടു ടെൽ ദർ സിറ്റിസൺസ് ടു ഇവാക്യുവേറ്റ് ഇമീഡിയറ്റ്ലി ഫ്രം ഉക്രൈൻ. അത് കറക്റ്റാ, അവിടെ വരെ ഒരു പ്രശ്നമില്ല. അതുകൊണ്ട് നോറ വന്നേക്കുന്നത്. നെഗറ്റീവ് യൂസ് വേർഡുകൾ വന്നാൽ അവിടെ ഒരു പ്രശ്നമുണ്ട്. അവിടെ നെഗറ്റീവ് വേർഡുകൾ വന്ന ഒരു പ്രശ്നമുണ്ട്. അവിടെ ഇൻവേർഷൻ ഉപയോഗിക്കണം, റൂൾ ഓഫ് ഇൻവേർഷൻ ഉപയോഗിക്കണം. ചിലരൊക്കെ ആൻസർ തന്നായിരുന്നു, ചിലര് ഉപയോഗിച്ചിട്ടില്ല. റൂൾ ഓഫ് ഇൻവേർഷൻ ഉപയോഗിക്കണം. അപ്പൊ ഇവിടെ റൂൾ ഓഫ് ഇൻവേർഷനിൽ എന്താ പറഞ്ഞേക്കുന്നത് നോക്കിയേ. ഇവിടെ റൂൾ ഓഫ് ഇൻവേർഷനിൽ നോർ എനി മെൻഷൻ ഓഫ് ദി സിറ്റുവേഷൻ വാസ് അലൗഡ് ആണോ? അല്ല. നോർ, ഈ വാസ് ഇവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് അതെവിടെ കൊടുക്കണം? ഇവിടെ കൊടുക്കണം. നോർ വാസ് എനി മെൻഷൻ ഓഫ് ദ സിറ്റുവേഷൻ. കേട്ടോ, ആ വാസ് അവിടെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഇവിടെ കൊടുക്കണം. കാര്യം എന്താ? നെഗറ്റീവിലാണ് ഒരു വേർഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നെവർ ഒക്കെ വെച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, നോറൊക്കെ വെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓർത്തോ അതിലൊരു പ്രോബ്ലം ഉണ്ട്. നമ്മൾ റൂൾ ഓഫ് ഇൻവേർഷൻ പാലിക്കണം. അപ്പൊ ഇവിടെ വാസ് ഇവിടെ കൊടുക്കണം. മനസ്സിലായോ? ദാറ്റ്സ് എ എറർ ടുഡേ. അപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ച് പേർക്ക് അറിയില്ല, അതിനെപ്പറ്റി യൂസേജ് അറിയത്തില്ല. ഞാനത് ഗോൾഡൻ റൂൾസ് ഓഫ് ഇംഗ്ലീഷ് ഗ്രാമറിൽ പഠിപ്പിച്ചാണ്. ഒന്ന് നോക്കുക. കഴിഞ്ഞ ആഴ്ച നമ്മൾ കഴിഞ്ഞതിന് മുമ്പിച്ച ആഴ്ചയും 2 ഗോൾഡൻ റൂൾസ് ഓഫ് ഇംഗ്ലീഷ് ഗ്രാമർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എവിടെ റൂൾ ഓഫ് ഇൻവേർഷൻ ഉപയോഗിക്കുന്നത് കേട്ടോ. നോർ വാസ് എനി മെൻഷൻ ഓഫ് ദ സിറ്റുവേഷൻ അലൗഡ് ഇൻ ടു ദ ജോയിന്റ് സ്റ്റേറ്റ്മെന്റ്. റൂൾ ഓഫ് ഇൻവേർഷൻ. ഓക്കെ, ഒന്ന് ഓർത്ത് വെച്ചോളാം. ദാറ്റ്സ് ഇമ്പോർട്ടന്റ് വൺ. Moving on to today's question. ഇതാണ് question. The autonomy of the states in their relations with the center depended less on any ideological distinction among parties than on the nature of per sharing among them. സിമ്പിൾ ക്വസ്റ്റൻ ആണ്, പക്ഷെ ഒരു ചെറിയൊരു എറർ ഉണ്ട്. കണ്ടാൽ ലോങ് ആയിട്ട് തോന്നും, പക്ഷെ സിമ്പിൾ ക്വസ്റ്റൻ ആണ്. സിമ്പിൾ എറർ ആണ്. എന്താണെന്ന് നോട്ട് ചെയ്യുക ആൻഡ് ടേക്ക് എ സ്ക്രീൻഷോട്ട് ആൻഡ് ഗിവ് മീ യുവർ ആൻസർ. കേട്ടോ, താങ്ക് യു സോ മച്ച് എവ്രി വൺ. അപ്പം മതി, നമുക്ക് ഒരുപാട് സമയം ഇപ്പൊ തന്നെ വൈകി. അതുകൊണ്ട് താങ്ക് യു സോ മച്ച്. എനിക്കും അടുത്ത ക്ലാസ് ഉണ്ട്, നിങ്ങൾക്കും വേറെ പരിപാടികളൊക്കെ ഉണ്ട്. സോ താങ്ക് യു സോ മച്ച്. ലൈവിൽ വന്ന എല്ലാവർക്കും, റെക്കോർഡ് കാണുന്നവർക്കും താങ്ക് യു സോ മച്ച്. കീപ് വാച്ചിങ്, കീപ് സപ്പോർട്ടിങ്. അപ്പൊ നമ്മുടെ Ada24/7 ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. Ada24 KPSC ഷോർട്ട് സെലക്ഷൻ ആണ് ടെലിഗ്രാം ചാനലിന്റെ പേര്. നമ്മൾ എഡിറ്റോറിയലിലേക്ക് നോട്ട് എല്ലാ ദിവസവും അയച്ചു തരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടും, വീക്ക്ലി കറണ്ട് അഫയേഴ്സിന്റെ PDF കിട്ടും, ഒക്കെ അവൈലബിൾ ആണ് നമ്മുടെ ടെലിഗ്രാം ചാനലിലൂടെയും. അതുപോലെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ മറക്കണ്ട. ആപ്പിൽ നിങ്ങൾക്ക് ക്വിസസും മോക്ക് ടെസ്റ്റുകളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ കോഴ്സുകളുടെ കാര്യമൊക്കെ ഓർത്ത് നോക്കുക. ആപ്പിലൂടെ പർച്ചേസ് ചെയ്യാം. യൂസ് ചെയ്യാം എൻ്റെ കോഡ് Y314 Y314. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കോമന്റ് സെക്ഷൻ നിങ്ങളുടെ ആൻസേഴ്സ് സജഷൻസ് നോട്ട് ചെയ്യാം, ചോദിക്കാം, എന്നോട് പറയാം, പങ്കുവെക്കാം. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം, ഞാനത് പറഞ്ഞുതരാം കേട്ടോ. ആൻഡ് ഷെയർ ഇറ്റ് among as many as possible. പറ്റുന്നവരോട് എത്തിക്കുക. ഫാമിലി മെമ്പേഴ്സ്, ഫ്രണ്ട്സ്, അതുപോലെ നിങ്ങളുടെ സ്റ്റുഡൻറ് ബേസിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലീസ്, നിങ്ങളുടെ എല്ലാവർക്കും ഫ്രണ്ട്സിലൊക്കെ എത്തിക്കുക കേട്ടോ. അപ്പോൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും പരിഗണിക്കാം. താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗ്രേറ്റ് ഡേ ആൻഡ് സീ യു ടുമോറോ.